ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 12-ാമത് വാക്യം. ഉപവാസ പ്രാർത്ഥനയോടനുബന്ധിച്ചുള്ള ബൈബിൾ സ്റ്റഡിയാണ് എന്നുള്ളതുകൊണ്ട് ഈ വാക്യത്തിൽ നിന്ന് ചില ചിന്തകൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ദൈവമക്കളുടെ ആത്മീയ പ്രചോദനത്തിന് വേണ്ടി നൽകി തന്നുകൊണ്ട് എഫെസ്യ ലേഖനമെന്ന നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് പ്രവേശിക്കാം. 6-ാം അധ്യായം 12-ാമത് വാക്യം. അവൻ പ്രാർത്ഥിക്കേണ്ടതിന് ഒരു മലയിൽ ചെന്ന് ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു. ആ കാലത്ത് പ്രാർത്ഥിക്കേണ്ടതിന് ഒരു മലയിൽ ചെന്നോ ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു. ആ കാലത്ത് ദ ടൈം ഓഫ് ഹിസ് പ്രയർ. ഇന്നലെ നമ്മുടെ ക്ലാസ്സിനിടയിൽ നമ്മൾ യേശുവിന്റെ പ്രാർത്ഥനയുടെ ഒരു സ്റ്റൈൽ നമ്മൾ കാണുകയുണ്ടായി. ഓർക്കുന്നുണ്ടോ? ഞാൻ ഇടയ്ക്ക് പറഞ്ഞായിരുന്നു യേശുവിന്റെ പ്രാർത്ഥനയുടെ ഒരു സ്റ്റൈൽ എങ്ങനെയായിരുന്നു? വീണ് പ്രാർത്ഥിച്ചു. പ്രാക്ടീസ് ചെയ്ത് നോക്കിയോ? മുഴങ്കാലിരുന്നും വീട് കിടന്നൊക്കെ പ്രാർത്ഥിക്കാൻ നോക്കിയോ? ഇവിടെ ഇന്ന് നമ്മളിവിടെ വായിച്ച വാക്യം യേശുവിന്റെ പ്രാർത്ഥനയുടെ സമയം, ദ ടൈം ഓഫ് ഹിസ് പ്രയർ. ആ കാലത്ത് അവൻ പ്രാർത്ഥിക്കേണ്ടതിന് ഒരു മലയിൽ ചെന്നു. ആ കാലത്ത്, ഇൻ ദോസ് ഡേയ്സ്, ഇൻ ദാറ്റ് ടൈം എന്നൊക്കെയാണ് ആംഗലേയ ബൈബിളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ആ കാലത്ത് എന്നുള്ള മലയാളത്തിന്റെ പ്രയോഗം അർത്ഥത്തിൽ വ്യത്യാസമുണ്ട്. പക്ഷേ ആ സമയത്ത് ഒരു പർട്ടിക്കുലർ ടൈമാണ് യേശു പ്രാർത്ഥിക്കേണ്ടതിന് വേണ്ടി ദൈവസന്നിധിയിൽ മുട്ടുകുത്തി. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും പ്രാർത്ഥിക്കേണ്ടതിനുള്ള സമയം കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരും. ദൈവത്തിന് ലിപിയില്ലാത്ത കുറെ ഭാഷകളുണ്ട്. സംഭവങ്ങളിലൂടെ, പ്രശ്നങ്ങളുടെ രൂക്ഷതയിലൂടെ, സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളിലൂടെ, വ്യക്തികൾ നമ്മളോട് കാട്ടുന്ന തിരസ്കരണത്തിലൂടെ, അവർ നമ്മോട് ചെയ്യുന്ന നൊമ്പരങ്ങളിലൂടെയൊക്കെ ഒരു കാര്യം ദൈവം നമ്മെ വ്യക്തിപരമായി ഓർമ്മപ്പെടുത്തുന്നു: പ്രാർത്ഥിക്കാൻ സമയമായി. ആ ഒരു സമയം നമ്മളതിന് ബദൽ നടപടി നോക്കാതെ പ്രാർത്ഥിക്കേണ്ടതിന് ദൈവസന്നിധിയിൽ മുട്ടുകുത്തണം. അങ്ങനെ ഒരു ചിന്തയാണ് ഈ വാക്യത്തിലൂടെ. ആ സമയത്ത് അവർ പ്രാർത്ഥിക്കേണ്ടതിന് ഏത് സമയമാണ് എന്നറിയുവാൻ അതിന്റെ 11-ാം വാക്യം വായിച്ച് ആ കാലത്ത് അവൻ പ്രാർത്ഥിക്കേണ്ടത്. കണ്ടോ? ഇനി അത് കണക്ട് ചെയ്ത് പഠിക്കണം. 12-ൽ പറയുന്നത് ആ സമയത്ത് അവൻ പ്രാർത്ഥിക്കേണ്ടതിന് മുട്ടുകുത്തി. ഏത് സമയത്ത്? 11-ാം വാക്യത്തിൽ ലൂക്കോസ് വ്യക്തമാക്കുന്നു, അവര് ഭ്രാന്ത് നിറഞ്ഞവരായി യേശുവിനെ എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ച് ഒരു ഗൂഢാലോചന. മനസ്സിലാകുന്നുണ്ടോ? ഭ്രാന്തന്മാരുടെ ഒരു കൂട്ടം യേശുവിനെ ഒതുക്കുവാൻ വേണ്ടി നിഗൂഢമായ പദ്ധതികൾ അണിയറയിൽ ആവിഷ്കരിക്കുന്നു. ഇത് കണ്ട് ഇതറിഞ്ഞ യേശു അതിന് ബദൽ നടപടി ഉണ്ടാക്കുകയായിരുന്നില്ല. ആ സമയത്ത് അവർ പ്രാർത്ഥിക്കേണ്ടതിന് മുട്ടുകുത്തി. എന്താ മനസ്സിലായി നിങ്ങൾക്ക്? നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിന്റെയും നിങ്ങളുടെ ഔദ്യോഗിക ജീവിതത്തിന്റെയും ശുശ്രൂഷ ജീവിതത്തിന്റെയും നമ്മുടെ സാമ്പത്തിക തലത്തെയും നമ്മുടെ ദാമ്പത്യ ജീവിതത്തെയും നമ്മുടെ തലമുറയുടെ സൗഭാഗ്യകരമായ ഭാവിയുടെ നന്മയും ഒക്കെ കണ്ടുകൊണ്ട് ഇതിനെ ഒതുക്കുവാൻ, ഇല്ലാതെയാക്കുവാൻ, തകർക്കുവാൻ, തരിപ്പണമാക്കുവാൻ ഭ്രാന്തമായൊരു നീക്കമണിയറയിലുണ്ട്. ഇവിടെ ഭ്രാന്ത് എന്ന പദത്തിന്റെ അർത്ഥം മാനസിക രോഗമല്ല, ചങ്ങലക്കിടേണ്ടതോ ഷോക്കടിപ്പിക്കേണ്ടതോ ആയ മാനസിക രോഗമല്ല. പകരം അസൂയയുടെ, പച്ച മലയാളത്തിൽ കുശുമ്പിന്റെ, ക്രോധ, ദേഷ്യപക, പ്രതികാരത്തിന്റെ ഒക്കെ ഭ്രാന്ത് നിറഞ്ഞ ഒരു കൂട്ടം ആളുകൾ നമ്മുടെ പതനം കാണാൻ ആഗ്രഹിക്കുന്നു. ഈ പതനം കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ചെയ്തു കൂട്ടുന്ന പ്രവൃത്തി ദോഷങ്ങൾക്ക് അതേ നാണയത്തിൽ പ്രതികരിക്കാൻ നമുക്കാവില്ല. നമുക്ക് പ്രതികരിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ: ആ സമയത്ത് മുട്ടുകുത്തിക്കോണം. യേശു അങ്ങനെ ഒരു നല്ല പാറ്റേൺ നമുക്ക് കാണിച്ചു തരുന്നു. ആ സമയത്ത് പ്രാർത്ഥനാ മുറിയിൽ മുട്ടുകുത്ത്. അപ്രതീക്ഷിതമായി നമ്മുടെ സാമ്പത്തിക മണ്ഡലത്തോട് പോരാടുന്ന ചില പോരാട്ടങ്ങൾ, നന്നായി ചെയ്യുന്ന തൊഴിലിനോട് വ്യാപരിക്കുന്ന ചില പോരാട്ടങ്ങൾ, പറിച്ചെറിഞ്ഞ് കളയുമെന്ന് തോന്നുന്ന ചില സന്ദർഭങ്ങൾ, ഇന്നലെ വരെ നമ്മോട് ഹായ് പറഞ്ഞിരുന്ന ചില ആളുകൾ പെട്ടെന്ന് നമ്മോട് പ്രതികരിക്കുന്നു വല്ലാത്ത രീതിയിൽ. കാരണം എന്താണെന്ന് നമുക്കറിയില്ല. ഇന്നലെ വരെ ഊഷ്മളമായി, സ്നേഹമായി, പരസ്പര ധാരണയോട് കഴിഞ്ഞിരുന്ന കുടുംബ ബന്ധത്തിൽ പെട്ടെന്ന് ഇടർച്ച ഉണ്ടാകുന്നു. ഭാര്യയ്ക്ക് ഭർത്താവിനെ അംഗീകരിക്കാൻ പറ്റുന്നില്ല, ഭർത്താവിന് ഭാര്യ അംഗീകരിക്കാൻ പറ്റുന്നില്ല, കുഞ്ഞുങ്ങളുടെ ഇടയിൽ ഇടർച്ച ഉണ്ടാകുന്നു. ആകെപ്പാട് വല്ലാത്ത അന്തരീക്ഷം. ഇന്നലെ വരെ ഉണ്ടായിരുന്ന സഭാന്തരീക്ഷത്തിന് പെട്ടെന്നൊരു കാർമേഘ പാളി വന്ന് മൂടുന്നു. വല്ലാത്ത പ്രതിസന്ധി. ഇത് കണ്ട് കേട്ട് ഞെട്ടിപ്പോകരുത്. ഓർത്തുകൊള്ളണം, പ്രാർത്ഥിക്കാൻ സമയമായി. നിങ്ങളുടെ മുൻപാകെ വിധേയപ്പെട്ട്, വിനയപ്പെട്ട്, താഴ്മപ്പെട്ട് പപ്പ മമ്മി എന്നൊക്കെ പറഞ്ഞ് ആദരവോടെ നിന്ന തലമുറ പെട്ടെന്ന് ചെറുത്തു നിൽക്കുന്നു. ധാർഷ്ട്യത്തിന്റെ, ധിക്കാരത്തിന്റെ, മമ്മിയുടെ പണി നോക്ക്, പപ്പയുടെ പണി നോക്ക്, എനിക്ക് എന്റേതായ വഴിയുണ്ടെന്നൊക്കെ
പിള്ളേർ പറഞ്ഞു തുടങ്ങുമ്പോൾ ഓർത്തോണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സമയമായി. ദാക്ഷായി മുട്ടുകുത്തിക്കണം ദൈവസന്നിധി. ക്രൈസ്തവോ മനസ്സിലായ എത്ര പേരുണ്ട്? അപ്പോൾ ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഒരു കാര്യം നാം ഓർത്തോണം. നമ്മെ വ്യക്തിപരമായി പ്രാർത്ഥനാ മുറിയിലേക്ക് നയിക്കുന്ന ചില സാഹചര്യങ്ങൾ കർത്താവ് വെളിപ്പെടുത്തി തരുമ്പോൾ അതോർത്ത് പരിതപിച്ച് കരഞ്ഞ് കലങ്ങി പരാധീനത പരിദേവനം പറഞ്ഞ് എവിടെയെങ്കിലും ഒതുങ്ങുകയല്ല. എനിക്ക് വ്യക്തിപരമായിരുന്നത് പ്രാർത്ഥിക്കാൻ സമയമായി. അതോർത്ത് ദൈവസന്നിധിയിലേക്ക് ഇരുന്ന് കൊടുക്കുമ്പോൾ കർത്താവിന്റെ അത്ഭുതകരം പ്രവർത്തിക്കും. ബോധ്യമായ കർത്താവിനെ സ്തുതിച്ചാൽ ഈ പറഞ്ഞ ചിന്തയെ സാധൂകരിക്കുവാൻ പഴയ നിയമത്തിൽ നിന്നൊരു ഉദാഹരണം, പുതിയ നിയമത്തിൽ നിന്നൊരു ഉദാഹരണം നൽകി തന്നുകൊണ്ട് എഫെസ്യ ലേഖനത്തിലേക്ക് പ്രവേശിക്കും. പഴയ നിയമത്തിൽ ഭ്രാന്തനായ ഒരു മനുഷ്യൻ ദൈവജനത്തെ മുച്ചൂട് മുടിച്ചു കളയുവാൻ, ശൂഷൻ നഗരത്തിൽ പാർക്കുന്ന സകല കുടുംബങ്ങളെയും തകർത്ത് തരിപ്പണമാക്കുവാൻ ഒരുവൻ രംഗത്തിറങ്ങി. പേരറിയാമോ? ഹാമാൻ. ഓക്കെ. രാജാവിന്റെ കയ്യിലെ കളിപ്പാവയ. രാജാവിനോട് പറഞ്ഞു, യഹൂദ ജനത്തെ ഇല്ലാതെയാക്കേണ്ടതിന് വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നതിന് അങ്ങയുടെ അനുമതി വേണം. ഇവന് പറഞ്ഞപ്പോഴേ രാജാവ് അതിന്റെ വരുമ്പരായികളൊന്നും ചിന്തിക്കാതെ യഹൂദ ജനം പേർഷ്യൻ സാമ്രാജ്യത്തിന് വേണ്ടി ചെയ്ത സംഭാവനകളെ ഒക്കെ ഒറ്റ നിമിഷം കൊണ്ട് വിസ്മരിച്ചിട്ട് അവർ പാർക്കുന്ന പട്ടണങ്ങളെ മുഴുവനും ഇല്ലാതെയാക്കേണ്ടതിന് വേണ്ടി അനുമതി കൊടുത്തു ഹാമാൻ. 2 വാക്യങ്ങൾ വായിക്കണം പഴയ നിയമത്തിലെ എസ്തേറുടെ പുസ്തകത്തിലെ 2 വാക്യങ്ങൾ. 3:15 വായിരാദ്യം. എസ്തേർ 3:15. രാജകൽപ്പന പ്രമാണിച്ച് ക്ഷണത്തിൽ പുറപ്പെട്ടു പോയി. ശൂഷൻ രാജധാനിയിലും ആ തീർപ്പ് പരസ്യം ചെയ്തു. ആ തീർപ്പ് എന്ന് പറഞ്ഞാൽ യഹൂദ ജനത്തെ ഇല്ലാതെയാക്കുക, വീട് കയറി തല്ലുക, അവരുടെ സ്ഥാപന ജംഗമ വസ്തുക്കളെ മുഴുവനും കൊള്ള ചെയ്യുക, അവരുടെ സ്ത്രീ പുരുഷന്മാരെ ഇല്ലാതെയാക്കുക, കുഞ്ഞുകുട്ടികളെ അപമാനിക്കുക. ഓക്കെ, ഇതിനൊക്കെ ഉള്ളതായിരിക്കുന്ന ഒരു തീർപ്പ്. അത് 1-2 ദിവസമല്ല, കുറെ ഹാമാൻ ഇഷ്ടമുള്ള അത്രയും ദിവസങ്ങൾ ഇവരെ തകർക്കേണ്ടതിന് വേണ്ടിയുള്ള ഒരു തീർപ്പ് അത് പരസ്യം ചെയ്തു. പിന്നെ രാജാവും ഹാമാനും കുടിപ്പാനിരുന്നു. അടുത്തത് ശൂഷൻ പട്ടണമോ രാജാവ് ഹാമാനും കുടിക്കാനിരുന്നു. എന്തോ കുടിക്കാനിരുന്നു? പെപ്സി, കൊക്കക്കോള, മുറാണ്ട, കരിങ്ങാലി വെള്ളം, അതുമല്ലോ കുടിപ്പാനിരുന്നു എന്ന് പറഞ്ഞാൽ മദ്യപാന രാത്രിയാണത്. കാരണം തന്റെ ഹൃദയത്തിന്റെ കുറെ കാലത്തെ ആഗ്രഹം രാജാവിനോട് സാധ്യമായതിന്റെ സന്തോഷം സഹിക്കവയ്യാതെ ഹാമാൻ രാജാവിന് വേണ്ടി വിരുന്നൊരുക്കിയിരിക്കുന്നു. ആ രാത്രി മുഴുവനും മദ്യപാനത്തിൽ മതിമറന്ന് തിന്ന് കുടിച്ച് മതിച്ച് പൊളച്ച് ആനന്ദിക്കേണ്ടതിന് വേണ്ടിയുള്ളൊരു രാത്രി. പക്ഷേ മറുവശത്ത് ശൂഷൻ പട്ടണത്തിലെ യഹൂദ ജനം എന്തോ ഇതെന്ന കലങ്ങിപ്പോയി. ആശ്വസിപ്പിക്കാൻ ആർക്കാ പറ്റില്ല. കുഞ്ഞുങ്ങളെ സംരക്ഷിക്കണം മാതാപിതാക്കൾക്ക്, ഭാര്യയെ സംരക്ഷിക്കണം ഭർത്താവിന്റെ കാര്യം നോക്കണം ഭാര്യയ്ക്ക്. ആകെപ്പാടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആശങ്കയായിപ്പോയി, കലങ്ങിപ്പോയി. ആ കലങ്ങി എന്ന പദത്തിനകത്ത് ഒത്തിരി അർത്ഥതലങ്ങളുണ്ട്. അപ്രതീക്ഷിതമായി കയറി വരുന്നു ഹാമാന്റെ കിങ്കരന്മാർ. പെട്ടെന്ന് തല്ലി തകർക്കാൻ പോവുകയാണ്. ഇത്ര കാലം നേടിയെടുത്തതെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതെയാകും. വിട്ടെറിഞ്ഞിട്ട് ഓടണം. എങ്ങോട്ട് ഓടാൻ? അവരുടെ നാട്ടിൽ ഒരു പരദേശികളായി പാർക്കുക. എങ്ങോട്ട് പോകാൻ? അടി ഉറപ്പാണ്, കൊലപാതകം ഉറപ്പാണ്. അവരാകപ്പാടെ കലങ്ങിപ്പോയി. മനസ്സിലാകുന്നുണ്ടോ? പക്ഷെ ഈ സമയത്ത് കലങ്ങാതെ പ്രാർത്ഥന വഴി മുട്ടുകുത്തുവാൻ ദർശനം പ്രാപിച്ചത് ഭക്തനെ നാം അപ്പുറത്ത് കാണുന്നു. അവന്റെ പേരാണ് മൊർദെഖായി. ഈ സമയത്ത് ഈ ഭ്രാന്ത് അധികരിച്ചപ്പോൾ മുട്ടുകുത്തുവാൻ അവൻ തയ്യാറായി. ആരാ? മൊർദെഖായി. മൊർദെഖായി രാജകൊട്ടാരത്തിന് വെളിയിൽ പ്രാർത്ഥിക്കുന്നു. മൊർദെഖായിയുടെ നിർദ്ദേശം അനുസരിച്ച് രാജകൊട്ടാരത്തിനകത്ത് അന്തഃപുരത്തിൽ രാജ്ഞിയായി അവരോധിക്കപ്പെട്ട എസ്തേർ പ്രാർത്ഥിക്കുന്നു. ഉണ്ടോ? 2 പ്രാർത്ഥനക്കാരെ കണ്ടോ? 1 അന്തേവാസിയായ മൊർദെഖായി, 2 ഉന്നത പദവിയിലെത്തിയ എസ്തേർ. കണ്ടോ? അപ്പം ഇവിടെ പ്രാർത്ഥിക്കുന്നതിന്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചോണം. താഴെക്കടയിലുള്ളവരും പ്രാർത്ഥിക്കാൻ പറ്റും, ഉന്നത നിലവാരത്തിലുള്ളവരും പ്രാർത്ഥിക്കാൻ പറ്റും. പ്രാർത്ഥനയുടെ കാര്യത്തിൽ ആരും മാർദ്ദിക്കാൻ പറ്റത്തില്ല. ഞാൻ VIP ആണ്, ഞാൻ VVIP ആണ്, അതുകൊണ്ട് എനിക്ക് പ്രാർത്ഥിക്കണ്ട, പ്രാർത്ഥനയുടെ വിഷയം SMS അയച്ചാൽ മതി എന്ന് പറഞ്ഞാൽ ആർക്കും മാറിയിരിക്കാൻ പറ്റത്തില്ല. പ്രാർത്ഥിക്കുന്നവരെ വിടുതലുള്ളൂ. മനസ്സിലായില്ലേ? ഞാൻ പ്രാർത്ഥിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇത്ര കാലം ഇങ്ങനെ ആയിട്ട് എനിക്ക് കിടക്കാടില്ല, എനിക്ക് തല കഴിക്കാനുണ്ടാവില്ല, എൻ്റെ അവസ്ഥ ഇങ്ങനെ പരിദേവനം ആരെങ്കിലും തന്നെങ്കിൽ, ആരെങ്കിലും ഒരു കുപ്പൂസ് വാങ്ങിച്ചു തന്നെങ്കിൽ എനിക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. പിന്നെ ഞാനെന്നാ തന്നെ പ്രാർത്ഥിക്കുന്നേ എന്നോർത്ത് ആർക്കും അവകാശത്തിന്റെ കരികളും വാരി പുതച്ച് എവിടെയെങ്കിലും ഒതുങ്ങാനും പറ്റില്ല. വാഴക്ക് കിടക്കുന്നവനെ പ്രാർത്ഥിക്കണം, അന്തപുരത്തിലിരിക്കുന്നവനെ പ്രാർത്ഥിക്കണം. കാരണം ഭ്രാന്തമായ നീക്കം ഭയങ്കരമാണ്. മനസ്സിലായില്ലേ? ഭാര്യ പ്രാർത്ഥിക്കുന്നുള്ളൂ, അതുകൊണ്ട് ആ താണിൽ എനിക്ക് രക്ഷപ്പെടാമെന്ന് ഭർത്താവ് പ്രാർത്ഥിക്കുന്ന ആത്മീയനാണ്, ആ താണിൽ എനിക്ക് രക്ഷപ്പെടാമെന്ന് ഭാര്യയും. മാതാപിതാക്കൾ പ്രാർത്ഥിക്കുന്നവർ, ആ കൂട്ടത്തിൽ എനിക്ക് രക്ഷപ്പെടാമെന്ന് മക്കളും നല്ല ആത്മീയരാണെന്ന് പറഞ്ഞ് മാതാപിതാക്കൾക്ക് ഒഴിയാൻ പറ്റില്ല. പ്രാർത്ഥന എല്ലാവർക്കും ഉള്ളതാണ്, വ്യക്തിപരമാണ്. മനസ്സിലായില്ലേ? രാജവസ്ത്രം മാറ്റി വെച്ചുകൊണ്ട് അവിടെ പ്രാർത്ഥിച്ചു. അവിടെ അന്തപുരത്തൊരു പ്രാർത്ഥന, താഴെ ഒരു പ്രാർത്ഥന. ഈ 2 പ്രാർത്ഥനകളും ആ സമയത്ത് ഉയരത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞപ്പോൾ
കർത്താവിന് അടങ്ങിയിരിക്കാൻ പറ്റിയില്ല. അവൻ പ്രവർത്തിച്ചു അത്ഭുതകരമായ വിടുതൽ. ഈ 3:15 ബദലായ ഒരു വാക്യം വേറെയുണ്ട്. എസ്തേറിന്റെ പുസ്തകത്തിൽ തന്നെ 8:15 വായിക്കാൻ. എസ്തേറിന്റെ പുസ്തകം 8:15. ശുഭ്രവുമായ രാജവസ്ത്രവും വലിയ പൊൻകിരീടവും ചണനൂൽ കൊണ്ടുള്ള രക്താംബരവും ധരിച്ച് രാജസന്നിധിയിൽ നിന്ന് പുറപ്പെട്ടു. ശൂഷൻ പട്ടണം ആർത്തു സന്തോഷിച്ചു. വായിച്ചത് കേട്ടായിരുന്നു? കേട്ടില്ല? കേട്ടിരുന്നെങ്കിൽ സ്വന്തം പറഞ്ഞില്ല. ഒന്നുകൂടെ വായിച്ചത്. എന്നാൽ മൊർദെഖായി നീലവും ശുഭ്രവുമായ രാജവസ്ത്രവും വലിയ പൊൻകിരീടവും ചണനൂൽ കൊണ്ടുള്ള രക്താംബരവും ധരിച്ച് രാജസന്നിധിയിൽ നിന്ന് പുറപ്പെട്ടു. ശൂഷൻ പട്ടണം ആർത്തു സന്തോഷിച്ചു. ശൂഷൻ പട്ടണം എന്നിട്ട് സ്വന്തം പറഞ്ഞില്ല. മുമ്പേ വായിച്ചെന്തുമായിരുന്നു? കലങ്ങിപ്പോയി. ഇപ്പൊ വായിച്ചെന്തുമാണ്? ഹാമാന്റെ ഭ്രാന്ത് നിമിത്തം കലങ്ങിപ്പോയി ശൂഷൻ പട്ടണം ആർത്തു സന്തോഷിച്ചത് പ്രാർത്ഥനാ മുറി മുട്ടുകുത്തിയ ജനത്തിന് ദൈവം കൊടുത്ത വിടുതലാണ്. ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് നമ്മുടെ ഉള്ളത്തോടെ ഈ സമയത്ത് നമ്മോട് പ്രസ്താവിക്കുന്ന ഒരു ആത്മീക സംഗതി ഇതാണ്: ഹൃദയത്തിന്റെ കലക്കം മാറുവാൻ. ഇനിയും കയ്യിൽ ബാക്കിയുള്ള കാശും കൂടെ ഇറക്കിയിട്ട് നടക്കത്തില്ല. ഇനി കുറെ ഫോൺ നമ്പറും കൂടെ ഡയൽ ചെയ്യാൻ, അതും കൂടെ ഡയൽ ചെയ്ത് കാര്യം നടക്കാമെന്ന് നോക്കിയാൽ നടക്കില്ല. അവസാനത്തെ ഒരേ ഒരു മാർഗം പ്രാർത്ഥന പറയും മുട്ടുകുത്തിയാണ്. ഈ കലക്കം മാറ്റി ദൈവം ആർപ്പിനെ നൽകിയിട്ടുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ആ കാര്യം? എത്ര പേര് അംഗീകരിക്കുന്നുണ്ട് ആ കാര്യം? ദൈവസന്നിധിയിൽ ശക്തമായി മുട്ടുകുത്തുവാൻ കഴിഞ്ഞാൽ കലക്കം ഇപ്പോൾ ഉള്ളത് മാറിയിട്ട് ദൈവം എന്തിനെ തരുമെന്ന ആർപ്പ് നൽകി തരും. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഭ്രാന്ത് അധികരിക്കുമ്പോൾ ഓർത്തോണം എന്തിനു സമയമായി? വ്യക്തിപരമായി അത് പ്രാർത്ഥിക്കാൻ സമയമായി ഓർത്തോ. പഴയ നിയമത്തിലെ സംഭവം അവസാനിപ്പിക്കുന്നു. പുതിയ നിയമത്തിൽ അതിന് സമാനമായ ഒരു സംഭവം തരാം. 2 വാക്യങ്ങൾ വായിക്കണം. അപ്പോസ്തലപ്രവൃത്തി 8:3 വായിച്ച്. ഒരു ഭ്രാന്തനെ ഞാൻ കാണിച്ചു. അപ്പോസ്തലപ്രവൃത്തി 8:3. യെസ്. എന്നാൽ ശൗൽ വീട് തോറും ചെന്ന് പുരുഷന്മാരെയും സ്ത്രീകളെയും പിടിച്ചടിച്ച് തടവിൽ ഏൽപ്പിച്ചുകൊണ്ട് സഭയെ മുടിച്ചു പോന്നു. ഹാമാന്റെ ഭ്രാന്തന് തനിയാവർത്തനം പുതിയ നിയമത്തിൽ. ആരാ ഇവിടെ ഭ്രാന്തൻ? ശൗൽ. ബെന്യാമീൻ ഗോത്രജനായ ശൗൽ. ഹില്ലേൽ എന്ന് പറയുന്ന ബൈബിൾ ക്ലാസ് ആണല്ലോ, അതുകൊണ്ട് അല്പം കൂടെ ഇറങ്ങി പറയാം. പഠിക്കാൻ താല്പര്യമുള്ളവരുള്ളതുകൊണ്ട് ഹില്ലേൽ എന്ന് പറയുന്ന ഒരു ന്യായപ്രമാണ പണ്ഡിതൻ. ഹില്ലേലിനിസം എന്നൊക്കെ പറഞ്ഞ ന്യായപ്രമാണത്തിന്റെ തട്ടകത്തിൽ ഒരു വമ്പൻ സംസ്കാരം തന്നെയുണ്ട്. ഹില്ലേൽ എന്ന് പറയുന്നത് ഭയങ്കര പണ്ഡിതനാണ്. ഹില്ലേലിന്റെ അരിമ ശിഷ്യനാണ് ഗമാലിയേൽ. ഗമാലിയേലിന്റെ ശിഷ്യനാണ് ആര്? ശൗൽ. ഓക്കെ. അപ്പൊ ന്യായപ്രമാണം എന്ന് പറയുന്ന വിഷയത്തിൽ അഗ്രഗണ്യന്മാരായ 3 ആളുകൾ, പ്രധാനികളായ 3 ആളുകളാണ് ഹില്ലേൽ, ഗമാലിയേൽ, പിന്നെ ശൗൽ. ഈ ത്രയങ്ങൾ അത് ഗംഭീരമാണ്. ഗമാലിയേൽ കഴിഞ്ഞാൽ പിന്നെ അടുത്ത ന്യായപ്രമാണ പണ്ഡിതനായി അവരോധിക്കപ്പെടാൻ പോകുന്ന ആളായിരുന്നു ആര്? ശൗൽ. അത്രയ്ക്ക് ബുദ്ധിസാമർഥ്യമുള്ള ഒരു മനുഷ്യനാണ് ശൗൽ. ന്യായപ്രമാണം പഠിച്ച് ഗമാലിയലിന്റെ കാൽക്കൽ നിന്ന് പഠിച്ചു കഴിഞ്ഞ് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴാണ് നസറായ മാർഗം രംഗത്ത് വന്ന വിവരം താൻ അറിയുന്നത്. യേശു എന്ന് പറയുന്ന ഒരാൾ തട്ടിക്കൊട്ടി ഒരു മാർഗം, അതിനകത്തേക്ക് ആളുകൾ കാന്തികമായി ആകർഷിക്കപ്പെടുന്നു. യഹൂദ മതത്തിന്റെ വേലിക്കെട്ട് പൊട്ടിച്ച് ആചാരാനുഷ്ഠാനങ്ങളെല്ലാം വിട്ട് യേശുവിന്റെ പിന്നാലെ ആളുകൾ കൂടുന്നു. അവരുടെ സഭ ഭയങ്കരമാകുന്നു. ക്രൂശിൽ മരിച്ച ഒരു യേശുവിനെ അനുസ്മരിച്ചുകൊണ്ട് ആരാധന ഗംഭീരമാകുന്നു. ഇതിനെ അത്ഭുതത്തോടെ അവൻ കണ്ടു എന്ന് മാത്രമല്ല, മോശയുടെ ന്യായപ്രമാണത്തെ ധിക്കരിച്ചുകൊണ്ടും അതിന്റെ സകലവിധ ആചാരങ്ങളെയും അവഗണിച്ചുകൊണ്ടാണ് ഇവർ ആരാധിക്കുന്നതെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അവന്റെ രക്തം തിളച്ചു. മോശയോടും ന്യായപ്രമാണത്തോടുമുള്ള പ്രതിബദ്ധത കൊണ്ട് ദൈവസഭയെ തകർക്കേണ്ടതിന് വേണ്ടി ഒരു ഭ്രാന്തമായ ആവേശത്തോടെ അവൻ ഇറങ്ങി തിരിച്ചു. വായിച്ചിട്ടുണ്ടോ? ഉൽപ്പത്തി പുസ്തകം 49 യാക്കോബ് ബെന്യാമിനെ അനുഗ്രഹിക്കുമ്പോൾ ആരാന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുന്നേ? എന്തൊരു മൗനം? കടിച്ചുകീറുന്ന ചെന്നായ്, കടിച്ചുകീറുന്ന ചെന്നായ് എന്ന് പറഞ്ഞാണ് അനുഗ്രഹിക്കുന്നത്. അനുഗ്രഹമാണോ അത്? അനുഗ്രഹമാണ്. യാക്കോബിന്റെ ഒരു കാഴ്ചപ്പാടിൽ ഇളയ മോനെ അനുഗ്രഹിക്കുകയാണ്. തലേ കൈവച്ച് പറയാം, നീ കടിച്ചു കീറുന്ന ചെന്ന. മൂത്ത മോനെ അനുഗ്രഹിച്ചപ്പോ നീ ശുഭം വരികയില്ല, നീ വെള്ളം പോലെ എന്നെ അപ്പനാന്ന് നോക്കണേ. മൂത്ത മോനെ അങ്ങനെയും ഇളയ മോനെ ഇങ്ങനെ അനുഗ്രഹിച്ചു. ആകപ്പാടെ ഒറ്റ മോന്റെ തലേ കൈവച്ചിട്ട് പറഞ്ഞു, നീ ഫലപ്രദമായ മുന്തിരി വള്ളിയാകുന്നു. യോസഫിന്റെ ബാക്കിയുള്ളവരെല്ലാം പാമ്പിനോടും സിംഹത്തോടും ചെന്നായോടും ഒക്കെയാണ് ഉപമിച്ചിട്ടുള്ളത്. ഓക്കെ. വഴിയിൽ പതുങ്ങി കിടക്കുന്ന പാമ്പാണ് താൻ, അറിയാമല്ലോ. അസ്ഥിപരമുള്ള കഴുതയാണ് ഇസാഖാർ. അങ്ങനെ പലതിനോട് ഉപമിക്കുമ്പോ ചെന്നായോട് ഉപമിച്ച ആളാണ് ആര്? ബെന്യാമീൻ. അതേ ഗോത്രത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ശൗൽ എന്ന് പറയുന്ന ഈ ഭ്രാന്തൻ ആടിനെ കണ്ട ചെന്നായുടെ ശൗര്യമാണ് ക്രൈസ്തവരെ കാണുമ്പോൾ കടിച്ചു കുടഞ്ഞ് വലിച്ചു കീറി അവരെ നാശകോശമാക്കി കളയാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടൊരു വല്ലാത്ത തീവ്രവാദി, ഭീകരവാദി.
ഇവന്റെ ഭ്രാന്ത കൊണ്ട് സഹിക്കവയ്യാതായപ്പോൾ അന്നത്തെ സഭ ദൈവസന്നിധിയിൽ മുട്ടുകുത്തി. പത്രോസിനെ തടവിലാക്കിയപ്പോൾ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു എന്ന് 12-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന ആ ശ്രദ്ധയോടെയുള്ള പ്രാർത്ഥന തുടങ്ങിയത് ശൗലിന്റെ ഭ്രാന്ത് തുടങ്ങിയപ്പോഴാണ്. ഇവനെ ഒടുക്കുവാൻ ദൈവകരങ്ങളിൽ കേൾപ്പിച്ചു കൊടുത്തുകൊണ്ട് അഭിഷക്തരായ ദൈവദാസന്മാർ അപ്പോസ്തലന്മാരുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രാർത്ഥന അങ്ങോട്ട് ഉയരത്തിലേക്ക് ചെന്നപ്പോ കർത്താവിന് അടങ്ങിയിരിക്കാൻ പറ്റിയില്ല. കർത്താവ് ഇറങ്ങി. പ്രൈസ് ദി ലോർഡ്. യെരുശലേമിലെ ക്രൂസൈഡ് സെമിനാറി കൺവെൻഷൻ സഭായോഗം അടക്കമുള്ള സകല പരിപാടിയും അവസാനിപ്പിച്ചിട്ട് ഇവൻ ദമസ്കോസിലെ ക്രൈസ്തവരെ തേടി ചെന്നായുടെ ശൗര്യത്തോടെ ആക്രോശിച്ചങ്ങോട്ട് പോകുമളവിൽ ദമസ്കോസിന്റെ പടിവാതിക്കൽ എത്തിയപ്പോൾ കർത്താവ് എന്തോ ചെയ്തു? ആട്ടിച്ച് തറ കളഞ്ഞു. അവൻ തന്നെ പറയുന്നുണ്ട്, ഞാൻ നിലത്ത് വീണുപോയി. അതാ പ്രാർത്ഥനയുടെ കരുത്ത്. ഭ്രാന്തന്മാർ എഴുന്നേക്കുമ്പോൾ ഓർത്തോണം, എന്തിനു സമയമായി? സഭയ്ക്ക് പ്രാർത്ഥനയ്ക്ക് സമയമായി. ദൈവകരങ്ങളെ കേൾപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളെ പൊറുതി മുട്ടിക്കുന്ന പൊള്ളികളെ എല്ലാം ആര് കൈകാര്യം ചെയ്തോളും? കർത്താവ് കൈകാര്യം ചെയ്തോളും. വിശ്വസിക്കുന്നുണ്ടോ? പറയുന്നത് ഓക്കെ. 8:3 നിങ്ങൾ വായിച്ചത് ശൗൽ വീട് തോറും കയറി സ്ത്രീകളെയും പുരുഷന്മാരെ എന്തോ ചെയ്തു? ഉപദ്രവിച്ചു, പിടിച്ചടിച്ചു, തടവിലാക്കി. ആ വീട് തോറും എന്നുള്ള പദം മറക്കരുത്. ഇനി അതിന് ബദലായിട്ട് വേറൊരു വാക്യം കൂടെ തരാം. അപ്പോസ്തല പ്രവൃത്തി 20:20 വായിച്ചു. അപ്പോസ്തല പ്രവൃത്തി 20:20. യെസ്. പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കാതെ പരസ്യമായി വീട് തോറും നിങ്ങളോട് അറിയിക്കുകയും. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് വീട് കയറുമായിരുന്നു. രക്ഷിക്കപ്പെട്ട ശേഷം വീട് കയറ്റം നിന്നില്ല. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് വീട് കയറിയത് എന്തിനാ? തല്ലാൻ, കൊല്ലാൻ, മുടിക്കാൻ. രക്ഷിക്കപ്പെട്ട ശേഷം വീട് കയറുന്നു എന്തിനാ? സുവിശേഷം അറിയിക്കാൻ. എന്തിന്റെ ഗുണമായത്? പ്രാർത്ഥനാമുറിയിൽ മുട്ടുകുത്തിയത് കൊണ്ട്. ദൈവസഭ പ്രാർത്ഥനാമുറിയിൽ മുട്ടുകുത്തിയപ്പോൾ തല്ലാൻ വീട്ടിൽ കയറിയവനെ പിന്നീട് വീട് കയറുന്നുണ്ട്. എന്തിനു വേണ്ടി? ഓ, പ്രാർത്ഥനയുടെ കരുത്തിലുണ്ടോ? ദൈവമക്കൾ ഒരുമിച്ച് മുട്ടുകുത്തുമ്പോൾ ദൈവം ചില വ്യക്തികളെ കൈകാര്യം ചെയ്താൽ, ദൈവം ചില പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്താൽ, ദൈവം ചില ദേശങ്ങളോട് ഇടപെട്ടാൽ, ദൈവം ചില ഉന്നത അധികാരികളോട് ഇടപെട്ടാൽ നമ്മൾ ചിന്തിച്ചതൊന്നുമല്ല വരാൻ പോകുന്നത്. വിഭാവന ചെയ്യുന്നതിനപ്പുറമായി കാര്യങ്ങളെ ചെയ്യുവാൻ ദൈവത്തിന് കഴിയും. തൂക്കിലെത്തിയ ദൈവം ശൗൽ എന്ന് പറയുന്ന ചെമ്മായ ദൈവസഭയുടെ മുഖ്യധാരയിലേക്ക് കൊണ്ടു നിർത്തിയിട്ട് സുവിശേഷ പ്രഘോഷണത്തിന് വേണ്ടി സുഖഭോഗ മാനാഭിമാനാദികളെല്ലാം വെടിഞ്ഞ് കരുത്തോടുകൂടെ രംഗത്ത് നിൽക്കുവാൻ ദൈവം അവനെ കൃപ ചെയ്തു. 14 വിശിഷ്ട ലേഖനങ്ങളോടുകൂടി ദൈവസഭയെ ഉജ്ജ്വലമായ നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുവാൻ ദൈവം കരങ്ങളിൽ ഉപയോഗിച്ചു. എന്തുകൊണ്ട്? ദൈവസഭയുടെ പ്രാർത്ഥന കൊണ്ട്. ഞാൻ അവസാനിപ്പിക്കാം. ഈ ചിന്തകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ ദിവസങ്ങളിൽ ഇന്ന് പ്രത്യേകിച്ച് ഉപവാസത്തോടെ ദൈവസന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ നേരുന്ന വിഷയങ്ങൾ ദൈവസന്നിധിയിലേക്ക് വെച്ച് നമുക്കെതിരെ ഭ്രാന്തമായ നീക്കത്തോടെ നിൽക്കുന്ന സകല ആളുകളെയും കൈകാര്യം ചെയ്യുവാനുള്ളതായിരിക്കുന്ന ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് നാം പ്രാർത്ഥിക്കുമ്പോൾ അധികം വൈകാതെ തന്നെ ഒരു വിടുതൽ അനുഭവമാകാനിടയാണ്. അത് വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തുതിക്കുക. ഒരു നിമിഷം ദൈവകരങ്ങളെ കേൾപ്പിച്ചു കൊടുത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുക. എല്ലാവരും അല്പസമയം കർത്താവിനെ സ്തുതിക്കുക. ഈ ദിവസങ്ങൾ നമ്മുടെ ഉള്ളിന്റെ വേദനകളും നിരാശകളും ബുദ്ധിമുട്ടുകളും എല്ലാം മാറി കർത്താവ് അത്ഭുതം ചെയ്യേണ്ടത് നമുക്കെതിരെ ഭ്രാന്തമായി നീങ്ങുന്ന ചില വ്യക്തികളുടെയും ചില സാഹചര്യങ്ങളുടെയും ചില സമ്മർദ്ദങ്ങളെ കർത്താവ് മാറ്റി അത്ഭുതകരമായിരിക്കുന്ന വിടുതൽ നൽകി തരുന്നതിന് വേണ്ടി ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുക. അത്ഭുതകരമായ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. ചില മണ്ഡലങ്ങളിൽ ദൈവത്തിന്റെ കൃപയുടെ വ്യാപാരം വെളിപ്പെടട്ടെ. ശൂന്യമായി വെറും കൈയോടെ പറഞ്ഞയക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്ന പോരിന്റെ ശക്തികൾ ഇന്ന് പകരം പരാജയമടയുകയാണ്. വിദ്യാഭ്യാസ മണ്ഡലത്തോട് പോരാടി നിൽക്കുന്ന, ലഭിക്കപ്പെടേണ്ട നന്മ തരികയില്ലെന്ന് പറഞ്ഞ് വാദിച്ചു നിൽക്കുന്ന, മുൻപോട്ട് വിടുകയില്ലെന്ന് പറഞ്ഞ് വാദിച്ചു നിൽക്കുന്ന, ഉള്ളവരെ കൂടെ അവതരിക്കുവാൻ ശ്രമിക്കുന്ന പോരാട്ടങ്ങൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. കരുണയുള്ള ഞങ്ങളുടെ കർത്താവേ, വീണ്ടും ഞങ്ങളെ ഞങ്ങളുടെ പാദപീഠത്തിലേക്ക് സമർപ്പിക്കും. ഞങ്ങളുടെ വചനത്തിന്റെ ആഴമേറിയ ആലോചനകൾ കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മനസ്സിനെ വചനം വിളമ്പേണ്ടതിന് പാകമായ നിലയിൽ കർത്താവ് ഒരുക്കണമേ. കേൾക്കുന്നവരായിട്ട് മാത്രമല്ല, കേൾക്കുന്നതിന് നിരുപാധികം അംഗീകരിച്ച് അവിടുത്തെ ഇഷ്ടം പോലെ ആയിത്തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ വചനം സനാതനമാണ്. അവിടുത്തെ വചനം ഏറെ ആധികാരികതയുള്ളതാണ്. ഈ പാർത്തലത്തിൽ ഞങ്ങൾക്ക് താങ്ങും തണലുമായ ഞങ്ങളുടെ വചനം, ഞങ്ങൾക്ക് ഊന്നുവടിയായ ഞങ്ങളുടെ വചനം, ഞങ്ങൾക്ക് ദിശാബോധം തരുന്ന ഞങ്ങളുടെ വചനം, ഞങ്ങൾക്ക് ആത്മീയമായ അവബോധം തരുന്ന ഞങ്ങളുടെ വചനം വീണ്ടും പോലെ ആസ്വദിപ്പാൻ അനുഭവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ.
കഴിഞ്ഞ രാത്രി ഞങ്ങൾ പഠിച്ച ചിന്തകളുടെ തുടർച്ചയായിട്ടുള്ള ആലോചനകളിലേക്ക് ഞങ്ങളെ നയിക്കണമേ. വന്നു ചേർന്ന് ഞങ്ങളുടെ വിലയേറിയ ദാസിദാസന്മാരെ, കുഞ്ഞുങ്ങളെ എല്ലാവരെയും അവിടുത്തെ പരിശുദ്ധ നാമം ചൊല്ലി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കെതിരെയൊക്കെയുള്ള ഭ്രാന്തമായ നിരവധി നീക്കങ്ങളുണ്ട്. അതിനെതിരെ പ്രാർത്ഥനയല്ലാതെ ഞങ്ങൾക്ക് വേറെ പോംവഴിയില്ല. ഞങ്ങൾ മുട്ടുകുത്തുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കർത്താവുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു കർത്താവുണ്ട്. ഞങ്ങൾ നിലത്ത് വീഴുമ്പോൾ ഞങ്ങളുടെ ശത്രുവിനെ ഞങ്ങളുടെ മുമ്പിൽ വീഴ്ത്തിക്കളയുന്ന ദൈവശക്തിയുടെ വ്യാപാരം ഞങ്ങൾ തിരിച്ചറിയുന്നു. ഈ ദിവസങ്ങളിൽ നിന്റെ കുഞ്ഞുങ്ങൾക്ക് അത് ബോധ്യമാകാൻ, ഞങ്ങൾക്ക് ഒരുമിച്ചത് അനുഭവമാകുവാൻ, ഞങ്ങളുടെ മുൻപിൽ ഉറഞ്ഞതുള്ളി ബാധിച്ചു നിൽക്കുന്നതിനെ അന്ധകാര വ്യാപാരങ്ങളെ ഇന്ന് പകലിൽ സ്വർഗത്തിനും ഭൂമിക്കും അധോലോകത്തിനും അധികാരം പ്രാപിച്ച് നസ്രയനായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ശാസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വീഴുന്ന ഹൃദയങ്ങളുടെ കർത്താവേ, ഉള്ളത്തെ ദൈവം തണുപ്പിക്കണമേ കർത്താവേ. എല്ലാ പ്രതിസന്ധികളും മറന്നൽപ്പസമയം കൂടെ ഞങ്ങളുടെ സന്നിധിയിൽ കാതോർക്കുവാൻ ഞങ്ങളെ സഹായിക്കും. പ്രാർത്ഥന കിട്ടതിനായി സ്തോത്രം. മഹത്വമെല്ലാം അങ്ങയ്ക്ക് യേശുവിൻ വിലയുടെ നാമത്തിൽ തന്നെ. കരങ്ങൾ സ്തുതിച്ചാട്ടെ. ബഹുമാന്യ കർത്തൃദാസനോട്, മറ്റ് സഹശുശ്രൂഷക വൃന്ദങ്ങളോട്, വന്നു ചേർന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും കുഞ്ഞുങ്ങളടക്കം എല്ലാവർക്കും ധന്യനായ ഈശ്വരനത്തിന്റെ നാമത്തിൽ വന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്ന് പകലിലും ദൈവവചന പഠനവുമായി ഒരുമിച്ചായിരിക്കാൻ കർത്താവ് അവസരം തന്നതിൽ സന്തോഷിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ എഫെസ്യ ലേഖനത്തിന്റെ പ്രസക്തി എത്ര കാര്യങ്ങൾ എഴുതി? 6 കാര്യങ്ങൾ ആണോ? 6 ചിന്തകളാണ്. 1, 2, 3 കൂടെ എന്റെ കൂട്ടത്തിൽ ചേർത്ത് ഒരു 10 പ്രസക്തിയായിട്ട് തികച്ചുകൊണ്ട് നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പ്രവേശിക്കാം. നമ്പർ 7 എഴുതിക്കും. എഫെസ്യ ലേഖനത്തിന്റെ പ്രസക്തിയിൽ അടുത്തത് എന്ന് പറയുന്നത്, ഇന്നലെ വരാതിരുന്നവര് കഴിഞ്ഞ ദിവസത്തെ നോട്ട്സ് യൂട്യൂബിലുണ്ട്. ദിവസം പറഞ്ഞല്ലോ, അത് നിങ്ങൾ അതിന്റെ കണ്ടിന്യൂഷൻ പഠിച്ചോണം. ഈ വിഷയത്തിന്റെ ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു, എഫെസ്യ ലേഖനത്തെ പ്രധാനപദമായിട്ടോ വാക്യം പ്രതിവാക്യമായിട്ടോ ഉള്ള ഒരു പഠനമല്ല. എഫെസ്യ ലേഖന വീക്ഷണത്തിൽ സഭ എന്ന വിഷയവും സഭയുടെ ഭാവി പ്രത്യാശ എന്ന വിഷയവും അഥവാ പുനരാഗമനം എന്ന വിഷയവുമാണ് നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് എഫെസ്യ ലേഖനം ആണോ പഠിച്ചതെന്ന് ചോദിച്ചാൽ അല്ല. എഫെസ്യ ലേഖനത്തിന്റെ വീക്ഷണത്തിൽ സഭയും പുനരാഗമനവുമാണ് പഠിക്കുന്നത്. അതുകൊണ്ട് കുറേയേറെ വാക്യങ്ങൾ നമ്മൾ പരാമർശിക്കാതെ പോകും. അതെന്താ അത് പറയാതിരുന്നതെന്ന് പിന്നൊരു ചോദ്യം ഉണ്ടാകരുത്. അതുകൊണ്ട് ഞാൻ വീണ്ടും ഓർമ്മിക്കുന്നത്, സഭ എന്ന വിഷയമാണ് നമ്മൾ എഫെസ്യ ലേഖനത്തിലൂടെ പഠിക്കുന്നത്. ഓക്കെ, എന്നാൽ എഫെസ്യ ലേഖനത്തിന്റെ 6 പ്രത്യേകതകൾ, പ്രസക്തികളാണ് നമ്മൾ ചിന്തിച്ചത്. 7ാമത്തെ നമ്മൾ എഴുതിക്കും. വിശ്വാസിയുടെ പൂർവ്വകാല ശോച്യാവസ്ഥയും, വിശ്വാസിയുടെ പൂർവ്വകാല ശോച്യാവസ്ഥയും. ശോച്യാവസ്ഥ സ്പെല്ലിംഗ് ഒക്കെ അറിയാലോ. വർത്തമാനകാല ഭാഗ്യാവസ്ഥയും, വർത്തമാനകാല ഭാഗ്യാവസ്ഥയും ഭാവികാല പ്രത്യാശയും രേഖപ്പെടുത്തിയിരിക്കുന്ന ലേഖനം. 3 കാര്യങ്ങളാണ്. പൂർവ്വകാല ശോച്യാവസ്ഥ, വർത്തമാനകാല ഭാഗ്യാവസ്ഥ, ഭാവികാല പ്രത്യാശ രേഖപ്പെടുത്തിയിരിക്കുന്ന ലേഖനമാണ് എഫെസ്യ ലേഖനം. ഗംഭീരമായ പ്രസംഗമാണത്. പ്രസംഗം രൂപീകരിക്കുന്നവർക്ക് 3 വാക്യങ്ങൾ ഓർത്തോണം, 3 വാക്യങ്ങൾ കുറിച്ചോണം. ഒരു വിശ്വാസിയുടെ പൂർവ്വകാല ശോച്യാവസ്ഥ എന്ന് പറയുന്നതിന് ഏതാ വാക്യം എന്നറിയാമോ? 2-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യം. 2-ാം അധ്യായം 1 മുതൽ 3 വരെ വായിച്ച്. 2-ന്റെ 1 മുതൽ 3 വരെ. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന പിന്നെ അവയിൽ നിങ്ങൾ മുൻപേ ഈ ലോകത്തിൽ ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. കണ്ടോ, ഒരു വിശ്വാസത്തിലേക്ക് നമ്മൾ വരുന്നതിന് മുൻപ് നമ്മുടെ ഗതികേട്, നമ്മുടെ ശോച്യാവസ്ഥ വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരു വേദഭാഗമാണ്. നമ്മുടെ പൂർവ്വകാല അനുസ്മരണമാണ് 2-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ എന്നറിയണം. ഈ അവസ്ഥയിൽ നിന്നാണ് നമ്മൾ കയറി വന്നത്. ക്രിസ്തുരഹിത കാലം. ഓക്കെ, ഒരു ചെറിയ നോട്ട് ഞാൻ വിശദീകരിച്ചു തരാം, ശ്രദ്ധിച്ചു കേട്ടോളാം. നമ്മുടെ വിശ്വാസ ജീവിതത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അതിന് 3 ഭാഗമുണ്ട്. 3 ഭാഗം. ഓക്കെ, 1 നമ്മുടെ പൂർവ്വകാലം. ഓക്കെ, 2 പൂർവ്വകാലം എന്നത് അത് ഉദ്ദേശിക്കുന്നത് വിശ്വാസത്തിലേക്ക് വരും മുൻപേ ഉള്ള കാലം. 2ാമത്തേത് വിശ്വാസത്തിൽ വന്ന ശേഷമുള്ള കാലം. ഓക്കെ, ഇങ്ങനെ 2 അവസ്ഥകളുണ്ട്. 3ാമത്തേത് ഞാൻ പിന്നെ പറയാം. 1 വിശ്വാസം വരും മുൻപേ ഉള്ള കാലം, 2 വിശ്വാസം വന്ന ശേഷമുള്ള കാലം.
വിശ്വാസം വരും മുൻപേ ഉള്ള കാലം അധപ്പതനമാണ്. ആ കാലത്തെ ക്രിസ്തുരഹിത കാലം എന്ന് പറയുന്നത്. ഓക്കെ, വിശ്വാസത്തിൽ വന്ന ശേഷമുള്ള കാലം, അതാണ് ക്രിസ്തു സഹിത കാലം എന്ന് പറയുന്നത്. ക്രിസ്തു ഇല്ലാതിരുന്ന കാലം, ക്രിസ്തുവിനോട് കൂടെ ഉള്ള കാലം. ഓക്കെ, ക്രിസ്തു ഇല്ലാതിരുന്ന കാലത്തിന്റെ ശോച്യാവസ്ഥയാണ് 2-ാം അധ്യായം 1 മുതൽ 3 വരെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ അകൃത്യത്തിലും പാപത്തിലും ആരായിരുന്നു? മരിച്ചവരായിരുന്നു. ദൈവമക്കൾ അറിയണം, വചനമാഴത്തിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ തിരിച്ചറിയുവാൻ വേണ്ടി 1, 2, 3 വാക്യങ്ങൾ ഈ പൂർവ്വകാലത്തിന്റെ അവസ്ഥ എന്തായിരുന്നു എന്നറിയാൻ വേണ്ടി ഞാൻ പരിചയപ്പെടുത്താം. എന്നിട്ട് നമ്മൾ വിശ്വാസത്തിലാണോ, വിശ്വാസത്തിലേക്ക് വന്നോ, അതോ വിശ്വാസത്തിന്റെ വെളിയിലാണോ എന്നുള്ളത് അവരവര് തന്നെ തീരുമാനിക്കണം. മനസ്സിലാകുന്നുണ്ടോ? 2 അവസ്ഥയാണ്, അത് ഓർത്തിരുന്നോണം. 1 വിശ്വാസത്തിൽ വരും മുൻപേ ഉള്ള കാലം, 2 വിശ്വാസത്തിൽ. അങ്ങനെ ഒരു വാക്യം എവിടെയെങ്കിലും വായിച്ചാൽ ഓർക്കുന്നുണ്ടോ? വിശ്വാസത്തിലേക്ക് വരും മുൻപേ, വിശ്വാസത്തിലേക്ക് വന്ന ശേഷം. ഞാനിത് എന്റെ ചിന്തയല്ല പറയുന്നത്, വേദപുസ്തക വാക്യാടിസ്ഥാനത്തിലാണ് പറയുന്നത്. വിശ്വാസം വരും മുൻപേ ഉള്ള കാലം. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 23-ാമത് വാക്യം വായിച്ച്. ഗലാത്യർ 3:23. വിശ്വാസം വരും മുൻപേ. പൗലോസിന്റെ പ്രയോഗമാണ്. മതി. വിശ്വാസം വരും മുൻപേ. നമ്മിൽ ക്രിസ്തുയേശുവിൽ വിശ്വാസം വരും മുൻപേ നമ്മൾ എങ്ങനെയായിരുന്നു? അകൃത്യത്തിലും പാപത്തിലും മരിച്ചവരായി. ഇനി 25-ാം വാക്യം വായിച്ച്. വിശ്വാസം വന്ന ശേഷമോ? കണ്ടോ? അപ്പൊ ഗലാത്യ ലേഖനം 3-ാം അധ്യായം 23-ാം വാക്യത്തെയും 25-ാം വാക്യത്തെയും അടിസ്ഥാനമാക്കി നമ്മുടെ ജീവിതത്തെ 2 ഭാഗമായി തിരിക്കാം. 1 വിശ്വാസം വരും മുൻപേ. എല്ലാവരും കൂടെ ഉണ്ടോ? 2 വിശ്വാസം വന്ന ശേഷം. ഈ 2 കാലത്തിന്റെ താരതമ്യം ചെയ്യുമ്പോഴാണ് നമ്മളുടെ വിശ്വാസം ആരോഗ്യപരമാണോ എന്നുള്ള കാര്യം തിരിച്ചറിയുന്നത്. ചിലർക്ക് ഇത് തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. വിശ്വാസം വരുന്നതിന് മുമ്പേ പെന്തക്കോസ്ത് നാളിൽ എന്നുള്ള പാട്ടറിയത്തില്ലായിരുന്നു. വിശ്വാസത്തിൽ വന്നതിന് ശേഷം ആ പാട്ടറിയാന്നുള്ളതല്ലാതെ സ്വഭാവത്തിൽ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. വിശ്വാസം വരുന്നതിന് മുമ്പേ വേദോസം പിടിച്ചുകൊണ്ട് പോകത്തില്ലായിരുന്നു. ഇപ്പൊ പിന്നെ വേദോസം കൂടെ കയ്യിൽ എന്ത് ചെയ്തിട്ടുണ്ട്? പിടിച്ചിട്ടുണ്ടെന്നുള്ളതല്ലാതെ. വിശ്വാസം വരും മുമ്പേ കളർ ഷർട്ടായിരുന്നു, വിശ്വാസത്തിൽ വന്നതിന് ശേഷം വെള്ള ഷർട്ടായി എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. പക്ഷെ ഈ വ്യത്യാസം പോരാ. ഇവിടെ നമ്മുടെ ജീവിതം സമസ്തം അടിമുടി മൊത്തം മണ്ഡലങ്ങളിലും മാറ്റമുണ്ടാകണം. ഇത് ഗംഭീരമായ പഠനമാണ്. ഗലാത്യലേഖനം പഠിപ്പിക്കാൻ വന്നത് ഗലാത്യലേഖനത്തിൽ ഞാൻ പ്രവേശിക്കുന്നില്ല. പക്ഷേ ഇത് ഈ ചിന്ത ഇവിടെ വിശ്വാസപൂർവ്വകാലത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഓർമ്മപ്പെടുത്തിയതാണ്. കുറെ വാക്യങ്ങൾ ഞാൻ തരാം. ലേഖനത്തിൽ മാത്രമല്ല, കുറെ വാക്യങ്ങൾ എഴുതിക്കോ നിങ്ങൾ. വിശ്വാസപൂർവ്വകാലത്തിന്റെ ലക്ഷണങ്ങൾ അറിയേണ്ടതിന് 1-ാമത്തെ വാക്യം ഗലാത്യ ലേഖനം 4-ാം അധ്യായം 8-ാം വാക്യം. ഗലാത്യർ 4:8. അന്ന് നിങ്ങൾ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവയ്ക്ക് അടിമപ്പെട്ടിരുന്നു. അങ്ങനെ ഒരു വാക്യമാണ് ഗലാത്യർ 4:8. വെച്ച്. എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ ദൈവങ്ങളല്ലാത്തവയ്ക്ക് അടിമപ്പെട്ടിരുന്നു. ആ വാക്യത്തിന്റെ ഘടന കണ്ടോ? നിങ്ങൾ ദൈവങ്ങളെ അറിയാത്തവർ എന്നല്ല പറയുന്നത്, ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങൾ അല്ലാത്തവയ്ക്ക് അടിമപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞാൽ ഏകദൈവവുമായിട്ട് നമുക്ക് ബന്ധമില്ലായിരുന്നു വിശ്വാസത്തിൽ വരും മുമ്പേ ഉള്ള കാലത്ത്. പക്ഷേ ബഹുദൈവങ്ങളുമായിട്ടായിരുന്നു. കണ്ടില്ലേ? അപ്പൊ ദൈവത്തെ അറിയാതെ നിങ്ങൾ സ്വഭാവത്താൽ ദൈവങ്ങൾ അല്ലാത്തവയ്ക്ക് അടിമപ്പെട്ടിരുന്നു. അതായിരുന്നു നമ്മുടെ പൂർവ്വകാലം. ഓക്കെ. എന്നാൽ 9-ാം വാക്യം പറയുന്നുണ്ട്, ഇപ്പോഴോ എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൽ വന്ന ശേഷമോ നിങ്ങൾ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കെ. അന്ന് നമുക്ക് ദൈവത്തെ അറിയുന്നില്ലായിരുന്നു, നമ്മൾ അറിഞ്ഞ ദൈവങ്ങൾക്ക് നമ്മളെ അറിയത്തില്ലായിരുന്നു. മനസ്സിലായി? പക്ഷെ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ദൈവത്തിന് നമ്മളെ അറിയാം, നമുക്ക് ആ ദൈവത്തെയും അറിയാം. സോണിയാഗാന്ധി അറിയാമോ? സോണിയാഗാന്ധി എന്തൊക്കെ അറിയാം സോണിയാഗാന്ധിയെ കുറിച്ച്? ഒത്തിരി കാര്യങ്ങൾ അറിയാം. ഒരു പേപ്പർ കണ്ടെത്തുന്ന സോണിയാഗാന്ധിയെ കുറിച്ച് അറിയാവുന്ന കാര്യങ്ങളെല്ലാം കൂടെ എഴുതി തരാൻ പറഞ്ഞാൽ ഒരു പേപ്പർ പോരാ, 1-2 പേപ്പർ വേണ്ടി വരും ചിലർക്ക്. മനസ്സിലായോ? പക്ഷെ തിരിച്ചൊരു ചോദ്യം, പുള്ളിക്കാരിക്ക് നിങ്ങളെ അറിയാമോ? അറിയാമോ? പിന്നെ ഈ അറിവുകൊണ്ട് എന്നാ ഗുണം? ആരായിരുന്നു വിശ്വാസം വരും മുമ്പേ നമുക്ക് ദൈവങ്ങളുമായിട്ട്? നമുക്ക് അങ്ങോട്ടറിയാം, വിളിച്ചു ഊരുണ്ട് കിടന്ന് പെരണ്ട് ചങ്കത്തടിച്ച് അവിടെ ചെന്ന് ആകെപ്പാട് നേർച്ച, കാഴ്ച, അർപ്പണം, തർപ്പണം, തിരുനാള്, പെരുന്നാള്, പദയാത്ര, തീർത്ഥയാത്ര, ചെരുപ്പിട്ടും ചെരുപ്പിടാതെയും പല നിറത്തിലുള്ള തുണി അണിഞ്ഞും തുണി ഇല്ലാതെയും ഒക്കെ പോയി കിടന്ന് ഊരുണ്ടതായിരുന്നു. പക്ഷെ ആ പുള്ളിക്ക് നമ്മളെ എന്ത് ചെയ്യത്തില്ല, അറിയത്തില്ല. പക്ഷെ പൗലോസ് വിശ്വാസത്തിൽ വന്ന ശേഷം ഒരു കാര്യം പറയുന്നു, നിങ്ങൾ ദൈവത്തെ അറിഞ്ഞു വിശേഷാൽ. കണ്ടോ? അപ്പം വിശേഷമായ കാര്യം നമ്മൾ ദൈവത്തെ അറിഞ്ഞതല്ല, ദൈവം നമ്മളെ അറിഞ്ഞതാണ്. എങ്ങനെയാ ദൈവം നമ്മളെ അറിഞ്ഞത്? അവന്റെ പുത്രന്റെ ചോര കൊണ്ട് വീണ്ടെടുക്കപ്പെട്ടപ്പോൾ, കാൽവരിയിൽ ഒഴുക്കപ്പെട്ട പുണ്യാഹ രക്തം, വിലയേറിയ രക്തം, കുറ്റമില്ലാത്ത രക്തം, നിഷ്കളങ്കമായ രക്തം, നീതിയുള്ള രക്തം കൊണ്ട് നമ്മൾ കഴുകപ്പെട്ടപ്പോൾ ആ ദൈവത്തിന് നമ്മളെ അറിയാം.
കണ്ടോ. ഇപ്പൊ നമുക്ക് അങ്ങോട്ട് വലിയ ദൈവപരിജ്ഞാനം ഇല്ലെങ്കിലും ദൈവം സർവശക്തന, സർവജ്ഞാനിയ, സർവ്വവ്യാപിയ, സർവാധികാരിയ, നിത്യന, മാറ്റമില്ലാത്തവൻ, അത്യുന്നതന, പരമകാരുണികന, സൽഗുണ സമ്പൂർണ്ണനാണെന്നൊക്കെ പറഞ്ഞാൽ എവിടെ ഇതിന്റെയൊക്കെ വാക്യങ്ങൾ ചോദിച്ചാൽ നമുക്കറിയത്തില്ല. അപ്പം ദൈവശാസ്ത്രപരമായി നമുക്ക് വലിയ അറിവ് അങ്ങോട്ടില്ലെങ്കിലും ദൈവത്തിന് നമ്മുടെ മൊത്തത്തിൽ അറിയാം. ഇപ്പൊ ഇവിടെ ഇരിക്കുമ്പോഴും നമ്മുടെ മനസ്സത് വഴി ബോധം എന്നുള്ള കാര്യം ആർക്കറിയാം? ഞാനിവിടെ നിങ്ങൾ പഠിപ്പിക്കുമ്പോൾ എന്നെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും എന്നുള്ള എന്റെ ബോധത്തിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. അതൊരു വിശ്വാസമാണ്. വിശ്വാസം അതല്ലേ അല്ല. അങ്ങനെ ഞാൻ വിശ്വസിച്ച് ഇവിടെ നിന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങളുടെ മനസ്സ് എതുവഴിയാന്നുള്ള കാര്യം ആർക്കേ അറിയത്തുള്ളൂ. അപ്പൊ ദൈവത്തിന് നമ്മളെ അടിപൊളി അറിയാം. ലൈറ്റ് വെട്ടത്തിലിരിക്കുമ്പോഴും തമ്പുരാൻ അറിയാം, ലൈറ്റ് ഓഫ് ചെയ്യുമ്പോഴും നമ്മളെ അറിയാവുന്ന ഒരു ദൈവമാണ്. ഇടവഴിയിലും പെരുവഴിയിലും ആൾക്കൂട്ടത്തിലും ഏകാന്തതയിലും നമ്മെ അറിയാവുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അപ്പൊ പണ്ട് നമുക്ക് ഈ ദൈവത്തെ എന്ത് ചെയ്യത്തില്ല, അറിയത്തില്ലായിരുന്നു. അതാ വിശ്വാസ പൂർവ്വകാലത്തിന്റെ പ്രശ്നം. ഇനിയും മറ്റൊരു വാക്യം നോക്കി. 9 ദുർഗുണങ്ങൾ ഉണ്ടായിരുന്നു വിശ്വാസത്തിലേക്ക് വരുന്നതിന് മുമ്പ്. നമുക്ക് 9 ദുർഗുണങ്ങൾ. അതേതാ വാക്യം? തീത്തോസ് 3:3 വായിച്ചു. തീത്തോസ് 3:3. ഇവിടെ ഒരു പുനർവിചാരണയ്ക്ക് തയ്യാറാകണം ഓരോരുത്തരും. നമ്മെ തന്നെ അപഗ്രഥിക്കണം. മുമ്പേ നാമം. അവിടെ മുമ്പേ എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതർത്ഥത്തില? വിശ്വാസത്തിലേക്ക് വരുന്നതിന് മുൻപേ. തീത്തോസ് 3:3 ഒരിക്കലും മറക്കരുത്. ഓക്കെ, മുമ്പേ നാമം. ഇനി ബുദ്ധികെട്ടവരും അനുസരണമില്ലാത്തവരും വഴിതെറ്റി നടക്കുന്നവരും നാനാമോഹങ്ങൾക്ക് അധീനർ, ഭോഗങ്ങൾക്ക് അധീനർ, പിന്നെ ഈർഷ്യയുള്ളവർ, അസൂയുള്ളവർ, പിന്നെ ദ്വേഷിതരും അന്യോന്യം പകയ്ക്കുന്നവരുമായിരുന്നു. എണ്ണിപ്പെറുക്കിയെടുത്താൽ മൊത്തം എത്ര എണ്ണം ഉണ്ടെന്ന് അറിയാവോ? 9 എണ്ണം ഉണ്ട്. ഉണ്ടോ? ഈ 9 ദുർഗുണങ്ങൾ എപ്പോഴുണ്ടായിരുന്നു എന്നാ പറയുന്നത്? മുമ്പേ, വിശ്വാസത്തിലേക്ക് വരുന്നതിന് മുമ്പേ. ഇനി ശ്രദ്ധിച്ച്, ഈ പറയപ്പെട്ട ഏതെങ്കിലും ഒന്ന് ഇപ്പോഴുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ എവിടെ വന്നിട്ടില്ല? വിശ്വാസത്തിൽ വന്നിട്ടില്ല. സമ്മതിക്കാം. അസൂയുണ്ടോ? അസൂയുള്ളവർ ദൈവസഭയിലല്ലെന്നാ അതിന്റെ അർത്ഥം. കുശുമുണ്ടോ? ദൈവസഭയിലല്ല. കോപമുണ്ടോ? ദൈവസഭയിലല്ല. ഭോഗാസക്തി ഉണ്ടോ? ദൈവസഭയിൽ കൊള്ളത്തില്ല പുള്ളി. മനസ്സിലായില്ലേ? എന്തിനോടെങ്കിലും ആസക്തി ഉണ്ടോ? ദൈവസഭയ്ക്ക് കൊള്ളത്തില്ല. ബുദ്ധികെട്ടവനാണോ? അനുസരണക്കേടാണോ? ദൈവസഭയ്ക്ക് കൊള്ളത്തില്ല. ആത്മീയ മണ്ഡലത്തിൽ ഈ പറയപ്പെട്ട ദുർഗുണങ്ങളെല്ലാം വ്യാപരിക്കുന്നില്ലേ? വ്യഭിചാരം അതിന്റെ നീളം കരങ്ങൾ കൊണ്ട് എത്തിപ്പിടിച്ചു നിരവധി ആളുകളെ അതിന്റെ പോക്കറ്റിലാക്കി. ആസക്തി കൊണ്ട് മനുഷ്യൻ വല്ലാത്തൊരവസ്ഥയിൽ, പാട്ടും ആരാധനയും അന്യഭാഷയെക്കൊണ്ട്, പക്ഷെ പലവിധമായ ആസക്തി ജഗത്തിൽ വ്യാപരിക്കുന്നു. ഈ പറയപ്പെട്ട 9 ഗുണങ്ങളെക്കുറിച്ച്, 9 ദുർഗുണങ്ങളെക്കുറിച്ച് അപഗ്രഥിക്കണം. ഇത് ഉള്ളവരാരും എവിടെ ഉള്ളവരല്ലെന്നാ? തമ്പുരാന്റെ രജിസ്റ്റർ ബുക്കിനകത്തില്ല. നമ്മുടെ തപാലേസിനകത്ത് എല്ലാവരും ഉണ്ടായിരിക്കും. പാപ്പച്ചൻ, കറിയാച്ചൻ, അന്നമ്മ, ചിന്നമ്മ, ശോശാമ്മ എന്നൊക്കെ പറഞ്ഞ് പേരിങ്ങനെ കിടക്കരുത്. തെക്കേ വീട്ടിൽ, മരുതിമൂട്ടിൽ, ആഞ്ഞിലിമൂട്ടിൽ, പള്ളി വീട്ടിൽ, പള്ളിത്തെക്കേതിൽ എന്നൊക്കെ പറഞ്ഞ്, പള്ളിച്ചരുവിടെ വീട്ടിൽ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേരുകളുണ്ടല്ലോ നമുക്ക്. ഇതൊക്കെ നമ്മുടെ രജിസ്റ്റർ ബുക്കിനകത്തുള്ളതാ. പക്ഷേ ഈ പറയപ്പെട്ട 9 ദുർഗുണങ്ങളുള്ള ഒരൊറ്റ എണ്ണത്തിന്റെ പേര് എവിടെയില്ല? തമ്പുരാന്റെ രജിസ്റ്റർ ബുക്കിനകത്ത് ഇല്ലെന്ന് പഠിച്ചോളാം. മനസ്സിലായില്ലേ? അസൂയൊക്കെ എന്ന് പറഞ്ഞാൽ ആത്മീയ മണ്ഡലത്തിൽ ഭയങ്കരമാണ്. അസൂയക്ക് കേട്ടോ, മറ്റൊരാളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാൻ, സ്തോത്രം പറയാൻ കഴിയാത്ത ആളുകളുണ്ട്. അമ്മാമേ, മോള് ജയിച്ചു കേട്ടോ SSLCക്ക്, എല്ലാത്തിനും A+ ഉണ്ട്. ഇത് കേട്ടാൽ എന്തുമായിരിക്കും നിങ്ങളുടെ പ്രതികരണം? നമ്മുടെ ഒരു കൂട്ടുവിശ്വാസം പറയും, മോള് ജയിച്ചു, എല്ലാത്തിനും A+ ഉണ്ട്. ഈ പറയപ്പെട്ട ദുർഗുണങ്ങളൊന്നും ഇല്ലാത്ത ആളാണെങ്കിൽ, അയ്യോ പ്രൈസറോ, ഞാനും പ്രാർത്ഥിച്ചായിരുന്നു കേട്ടോ, ദൈവം അനുഗ്രഹിക്കും, എന്തിയെ മോളെ, എനിക്കൊന്ന് കാണണം അവളെ എന്ന് പറഞ്ഞ് നമ്മൾ സന്തോഷിക്കും. പക്ഷേ ഏട്ട ഒരു വലിയ വിശ്വാസി, അതിനകത്ത് എത്ര വലിയ കാര്യം, അതിന് പോലും ട്യൂഷൻ ഉണ്ടായിരുന്നു. എന്നാ ട്യൂഷൻ ഫീസ് കൊടുത്തേക്കാണ്. ഒരു കുഞ്ഞ് 10ാം ക്ലാസ്സിൽ ജയിച്ചു, അതിന് മൊത്തം A+ ആണെന്ന് കേൾക്കുമ്പോൾ ഒരു സ്തോത്രമെങ്കിലും പറയാനുള്ള മനസ്സുണ്ടാകും. സ്വർഗത്തിൽ പോകണ്ടേ? അപ്പൊ വേറൊരാളുടെ നന്മയിൽ നമുക്ക് എന്തോ ഇല്ല. അച്ഛാ, ഒത്തിരി കാലത്തെ പ്രാർത്ഥനയായിരുന്നു. വീടിന്റെ പണി തീർന്നു. അടുത്ത വ്യാഴാഴ്ച ഞങ്ങൾ അങ്ങോട്ട് കയറി താമസിക്കാൻ ആഗ്രഹിക്കുക. എല്ലാവരും പറഞ്ഞേ. ഒരാള് വാടക വീട്ടിൽ താമസിച്ചു, മടുത്തോട്ട് മനുഷ്യൻ സ്വന്തമായിട്ട് കൂര ഉണ്ടാക്കിയാൽ അത് കയറി താമസിക്കാൻ ആഗ്രഹിക്കും. കൂട്ടുവിശ്വാസി വിളിക്കുക. ആ വിളിക്കുമ്പോൾ അവരുടെ ആ സന്തോഷം എന്ന് പറയും. വാടക വീട് വിട്ട് സ്വന്തം വീട്ടിലോട്ട് കയറുമ്പോൾ ആ സന്തോഷം. അപ്പൊ അവിടെ ചെന്ന് മെനക്കെട്ട് വിളിച്ചതാ. അപ്പൊ ഇത് കേട്ടപ്പോ, എന്നാ വ്യാഴാഴ്ച, നോക്കട്ടെ സമയമുണ്ടോ എന്ന് പറഞ്ഞാൽ, ഇവ സ്വന്തം വീട്ടിലോട്ട് കയറുന്നത് എന്തല്ല, വാടക വീട്ടിൽ കിടക്കുന്നത് തന്നെ താല്പര്യം. സ്വന്തമായിട്ടൊരു കൂര ഉണ്ടാക്കി അതിലൂടെ കയറുന്നതിനോട് വലിയ താല്പര്യം. ഇങ്ങനെയൊക്കെയുള്ള അസൂയയുടെ ആത്മാവകത്ത് ബാധിച്ചവര് ദൈവസഭയ്ക്ക് കൊള്ളത്തില്ല. സഭയെ 10 ഭാഗിച്ചിട്ട് പറന്നു പോകാതിരിക്കാൻ അവിടെ ഇവിടെ കൊണ്ടിരുത്താൻ വേണ്ടിയുള്ള കല്ലല്ല വിശ്വാസി. വിശ്വാസ ജീവിതത്തിന്റെ
ഏറ്റവും ശ്രേഷ്ഠമായ ആത്മീയ സ്വഭാവ സവിശേഷതകളോടെ നിൽക്കാൻ കഴിയണം. അപ്പൊ നമ്മൾ താരതമ്യം ചെയ്യണം വിശ്വാസം വരുന്നതിന് മുമ്പുള്ള ദുർഗുണങ്ങളൊക്കെ നമ്മിൽ ഇപ്പോഴുണ്ടോ എന്നതിനെ കുറിച്ച് ഉണ്ടോ. അപ്പൊ ഇങ്ങനെ വാക്യം പഠിച്ചാൽ ഒത്തിരി ഉണ്ട്. അതിന് 1-2 ഉദാഹരണം മാത്രം ഞാൻ നൽകിയെന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ വിശ്വാസത്തിലാണ് എങ്കിൽ ഇതൊന്നും നമ്മിൽ ഇല്ല. വിശ്വാസത്തിൽ ആണ് എങ്കിൽ നമ്മുടെ സംസ്കാരം ഒന്ന് വേറെ തന്നെയാണ്. ഇനി ഈ പറഞ്ഞ വാക്യങ്ങളുണ്ടല്ലോ, എഴുതിയ വാക്യം, ഗലാത്യ ലേഖനം, തീത്തോസിന്റെ ലേഖനം, എഫെസ്യ ലേഖനം, എഴുതിയ ഈ വാക്യങ്ങളുണ്ടല്ലോ, അതിന്റെ അടുത്ത ഭാഗങ്ങൾ പരിശോധിക്കുമ്പോൾ വിശ്വാസത്തിൽ വന്ന ശേഷമുള്ള സ്വഭാവ സവിശേഷതകളുടെ ഒരു രേഖയാണ് കാണാൻ കഴിയും. അത് നമ്മിലുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് ക്ലാസ് പഠിക്കുമ്പോഴും ഒരു പുനർവിചാരണയ്ക്ക് നമ്മൾ തയ്യാറായിക്കണം. അപ്പം വിശ്വാസം വരും മുൻപേ ഉള്ള കാലം. ഇനി രണ്ടാമത്തെ എന്താ പറഞ്ഞ വിശ്വാസം വന്ന ശേഷം, എഫെസ്യ ലേഖനം 2-ാം അധ്യായം 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ആ അവസ്ഥയിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. എഫെസ്യ ലേഖനം 2-ാം അധ്യായം 4 മുതൽ വായിച്ച് ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും ഹൃദയാലത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഓക്കെ, താഴെ വായിക്കുമ്പോൾ നമുക്ക് ക്രിസ്തുവിനോട് ലഭിക്കപ്പെട്ടതായിരിക്കുന്ന ഭാഗ്യകരമായിരിക്കുന്ന അനുഭവങ്ങളെ കുറിച്ച് കാണാൻ കഴിയുന്നുണ്ട്. തീത്തോസിന്റെ ലേഖനം നമ്മൾ മുമ്പ് എഴുതിയുള്ള 3-3, 4-ാം വാക്യം മുതൽ 7-ാം വാക്യം വരെയുള്ള കാര്യം വിശ്വാസത്തിലേക്ക് വന്ന ശേഷമുള്ള കാര്യമാണ്. 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ, തീത്തോസ് 3-4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. പിന്നെ ഗലാത്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 9-ാമത് വാക്യം. ഇതെല്ലാം വിശ്വാസത്തിൽ വന്ന ശേഷമുള്ള കാര്യം. അപ്പൊ ഞാൻ പറഞ്ഞത് 3 കാര്യങ്ങൾ ഓർത്തോണം. 1, വിശ്വാസം വരും മുൻപേ. 2, വിശ്വാസം. 3-ാമത്തെ സംഗതി എന്താന്ന് പറയാമോ? വിശ്വാസം വരും മുൻപേ ഉള്ള ഒരു അവസ്ഥ 1. 2, വിശ്വാസത്തിൽ വന്ന ശേഷം. 3-ാമത് എന്തായിരിക്കും? വിശ്വാസത്തിൽ നിന്ന് പോയതാണ്, പിന്മാറ്റത്തിന്റെ കാലം. പിന്നെന്താ? വിശ്വാസത്തിന്റെ പൂർത്തീകരണ കാലം. അങ്ങനെ വിശ്വാസത്തിന്റെ ഏതായാലും വാക്യം എബ്രായ ലേഖനം 12-2 വാക്യം. വിശ്വാസത്തിന്റെ നായകനും. അപ്പൊ നമ്മുടെ വിശ്വാസത്തിൽ വന്നതല്ല കാര്യം. ഈ വിശ്വാസത്തിന് എന്തോ വരുത്തണം? പൂർത്തീകരണം വരുത്തണം. ഇടയ്ക്കിട്ടിട്ട് പോകരുത്, ഇടയ്ക്ക് മുറിച്ചു പോകരുത്, ഇടയ്ക്ക് ഗതി മാറിപ്പോകരുത്, ഇടയ്ക്ക് വഴി മാറരുത്. വിശ്വാസത്തിന് എന്തോ വരുത്തണം? പൂർത്തീകരണം. ശ്രദ്ധിച്ചു കേട്ടാ ഞാൻ പറയാം. യേശുവിന്റെ കൂടെ മുട്ടി ഉരുമി തട്ടി ഉരഞ്ഞ് നടന്നിരുന്ന ഒരാളായിരുന്നു യൂദ. അധ്യക്ഷ സ്ഥാനമാണ് ദൈവം അവൻ ഓഫർ ചെയ്തിരുന്നത്, അധ്യക്ഷ സ്ഥാനം. അതുകൊണ്ട് അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തിൽ വായിക്കുന്നത് എന്താ? അധ്യക്ഷനാകേണ്ടതിന് വേണ്ടി തെരഞ്ഞെടുത്തവൻ വഴിമാറിപ്പോയി എന്നവിടെ പറയുന്നത്. അവന്റെ അധ്യക്ഷ സ്ഥാനം മറ്റൊരുവൻ ഏൽക്കട്ടെ എന്ന സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നു. യൂദായെ കുറിച്ചുള്ള സങ്കീർത്തനം ഏതാ? 109-ാം സങ്കീർത്തനമാണ് യൂദായുടെ സങ്കീർത്തനം. യൂദായെ കുറിച്ചുള്ള പ്രാവചനിക ദൂത് പറഞ്ഞിരിക്കുന്ന സങ്കീർത്തനമാണ് 109. 109-ാം സങ്കീർത്തനത്തിൽ അവന്റെ ഭാര്യ വിധവയാകട്ടെ, അവന്റെ മക്കൾ തെണ്ടി നടക്കട്ടെ, അവന്റെ വീട് കുപ്പക്കുന്നായി പോകട്ടെ, അവന്റെ അധ്യക്ഷ സ്ഥാനം വേറൊരുവനേൽക്കട്ടെ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സങ്കീർത്തനം 109. സഭായോധനം നിങ്ങൾക്ക് വായിച്ചു കളയരുത്. 109-ാം സങ്കീർത്തനം. പാസ്റ്റർ ഇല്ലാതിരിക്കുമ്പോൾ സഭായം ഏൽപ്പിച്ചിട്ട് പോയാലേ, പാസ്റ്റർ നാട്ടിൽ പോകുമ്പോൾ സഭായം ഏൽപ്പിച്ചിട്ട് പോയി, ഒരവസരം കിട്ടിയതല്ലേ, 109 തന്നെ വായിച്ച് താങ്ങിയേക്കാന്ന് വിചാരിച്ച് സഭയെ അനുഗ്രഹിച്ചു കളയരുത്. 109 കൊണ്ട്. ഓക്കെ, അത് വല്ലാത്തൊരു സങ്കീർത്തനം. അത് യൂദായുടെ സങ്കീർത്തനമുണ്ട്. ഓക്കെ, യൂദായെ കുറിച്ചുള്ള പ്രാവചനിക, അതാണ് അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു. അവന്റെ അധ്യക്ഷ സ്ഥാനം മറ്റൊരുവരെ ഏൽക്കട്ടെ എന്ന സങ്കീർത്തന പുസ്തകത്തിൽ അവനെ കുറിച്ച് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, യേശുവിനോട് കൂടെ നടന്നിരുന്ന യൂദ വിശ്വാസത്തിന് പൂർത്തീകരണം വരാതെ എന്തോ ഇത് പോയി, ഇടയ്ക്ക് വെച്ച് വഴിമാറിപ്പോയി. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് കൃപാവരപ്രാപ്തനാണ്. അദ്ദേഹത്തോടൊപ്പം ശുശ്രൂഷ ചെയ്ത് നടന്നിരുന്നായിരിക്കുന്നത് ദേമാസ് എന്ന് പറഞ്ഞ വേറെ ദൈവദാസനുണ്ട്. ദേമാസിനെ കുറിച്ച് പൗലോസ് പറയുന്നത് എന്താണ്? അവൻ ലോകത്തെ സ്നേഹിച്ചു പോയി. വേറെ 2 ദൈവദാസന്മാരുണ്ട്. ആരാ? ഫിലേത്തോസും ഹുമനയോസും. 2 തിമോഥെയോസ് ലേഖനം 2-ാം അധ്യായം നമ്മൾ വായിക്കുന്നു. അവരുടെ വിശ്വാസ കപ്പൽ എന്ത് ചെയ്തു? തകർന്നുപോയി. വായിച്ചിട്ടില്ലേ ഭാവം? ഓക്കെ, വിശ്വാസ കപ്പൽ തകർന്നുപോയി എന്ന് വായിക്കുന്നു. പത്രോസ് പാസ്റ്ററായിട്ടുള്ള ജെറുസലേമിലെ സഭയിലെ കമ്മിറ്റിയിലെ പ്രധാന പുള്ളിയായിരുന്നു ആര്? അനന്യാസ്. അദ്ദേഹത്തിന്റെ ഭാര്യ സഫീറ. അവര് സഭയിലെ പ്രധാന പുള്ളികളായിരുന്നു. 2 പേരും വിശ്വാസത്തിന്റെ പൂർത്തീകരണമില്ലാതെ എന്തോ ചെയ്തു? അങ്ങനെ ഒത്തിരി പേരുണ്ട്. യൂദാവുണ്ട്, ദേമാസ് ഉണ്ട്, ഫിലേത്തോസ് ഉണ്ട്, ഹുമനയോസ് ഉണ്ട്, അനന്യാസ് ഉണ്ട്, സഫീറയുണ്ട്. അങ്ങനെ ഒത്തിരി ആളുകൾ വിശ്വാസത്തിന് പൂർത്തീകരണം വരാതെ തകർന്നു പോയപ്പോൾ പൗലോസ് തന്റെ ജീവിതത്തിന്റെ അവസാന നിമിഷത്തിൽ പറയുന്നു, ഞാൻ എന്റെ വിശ്വാസം കാത്തു. ഞാൻ എന്റെ വിശ്വാസം ഊർദ്ധശ്വാസം വലിച്ചു കിടക്കുമ്പോഴും അഭിമാനത്തോടെ ഗ്രഹകാര്യമെല്ലാം ഒന്നും ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ലെന്നൊരു കുറ്റബോധം ഒരുപക്ഷെ ഉണ്ടായിരിക്കാം ചിലർക്കെങ്കിലും. ഓക്കെ, ചിലത് ചെയ്യണം, നല്ലൊരു വീടുണ്ടാക്കണം, പറമ്പ് വാങ്ങിക്കണം, മക്കളെ എല്ലാം ഇന്നടുത്താക്കണം എന്നൊക്കെയുള്ള സ്വപ്നം മൊത്തത്തിൽ സാക്ഷാത്കരിക്കപ്പെടാൻ ഒരുപക്ഷെ കഴിഞ്ഞില്ലെങ്കിൽ കൂടെ നമ്മുടെ മരണത്തിന്റെ തൊട്ട് മുമ്പിലും അഭിമാനത്തോടെ ഹൃദയം സ്പന്ദിക്കാൻ കഴിയണം, ഞാൻ എന്റെ വിശ്വാസം കാത്തു. വിശ്വാസം ഞാൻ വിട്ട് തിന്നിട്ടില്ല. വിശ്വാസത്തിന്റെ വഴിമാറി ഞാൻ പോയിട്ടില്ല. വിശ്വാസത്തിന്റെ സംഹിതയ്ക്ക് ചേരാത്ത ഒരു നടപടിയിലും ഞാൻ ഏർപ്പെട്ടിട്ടില്ല. എന്റെ പോക്കറ്റിലുള്ള ഓരൊറ്റ
നയാ പൈസയും എൻ്റെ വിശ്വാസത്തിന് വിരുദ്ധമായിട്ടുള്ളവയല്ല എന്ന അഭിമാനത്തോടെ വേണം കണ്ണ് മക്കൾ തിരുമി അടയ്ക്കേണ്ടത്. മനസ്സിലാകുന്നുണ്ടോ? വിശ്വാസ ജീവിതത്തിൽ കത്തിജ്വലിച്ചു നിന്ന് വേദികളിൽ ശക്തമായി നിന്ന പല ആളുകളും മരണത്തോട് എത്തിക്കഴിയുമ്പോൾ വിശ്വാസത്തിന്റെ സംസ്കാരവുമായി ബന്ധമില്ലാതെ പല നിലകളിൽ ആത്മീയ അധപ്പതനം വന്നവരായി തീരാറുണ്ട്. അത് ആ ഒരു ദുരന്തത്തിന്റെ പിന്തുടർച്ചക്കാരായി നമ്മൾ മാറരുത്. ഓർത്തോണം, ഞാൻ വിശ്വാസത്തിൽ വരും മുമ്പേ ഗതികേടിന്റെ ഒരു കാലമായിരുന്നു. പക്ഷെ വിശ്വാസത്തിൽ വന്ന ശേഷം അഭിമാനത്തിന്റെ തിളക്കമുള്ള ഒരു ജീവിതം ദൈവം എനിക്ക് തന്നു. എനിക്കത് അവസാനം വരെ പൂർത്തിയാക്കണം. ട്രാക്ക് മാറിപ്പോകരുത്. ട്രാക്ക് മാറിപ്പോകാതെ അവസാനത്തോളം നിൽക്കാൻ കഴിയണം. വിശ്വാസത്തിന് പൂർത്തീകരണം. കർത്താവിനെ സ്തുതിച്ചാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ചിന്തിച്ചത് ഇതാണ് എഫെസ്യ ലേഖനത്തിന്റെ പ്രസക്തി. ഇങ്ങനെ പറഞ്ഞു പോയാൽ എഫെസ്യ ലേഖനം എങ്ങും കൊണ്ടെത്തിക്കാൻ പറ്റത്തില്ല. 6 അധ്യായങ്ങളിൽ സഭയുടെ 6 കാര്യങ്ങൾ കാണിക്കണം. അപ്പോൾ വിശ്വാസിയുടെ പൂർവ്വകാലത്തിന്റെ ശോച്യാവസ്ഥ. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? വർത്തമാനകാലത്തിന്റെ ഭാഗ്യാവസ്ഥ. എന്താ വിശ്വാസിയുടെ വർത്തമാനകാലത്തിന്റെ ഭാഗ്യാവസ്ഥ? 2-ാം അധ്യായം 7-ാം വാക്യം. 2:7 വർത്തമാനകാലത്തിന്റെ ഭാഗ്യാവസ്ഥ. ക്രിസ്തുയേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗ്ഗത്തിൽ ഇരുത്തുകയും ചെയ്തു. നമ്മളിപ്പോ എവിടെ ഇരുത്തിയിരിക്കുന്നു? നമ്മളിപ്പോ എവിടെ ഇരിക്കുന്നേ? മിണ്ടുന്നില്ല. നമ്മളെവിടെ ഇരിക്കുന്നില്ല. സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അക്ഷരികമായിട്ടല്ല, ആത്മീയമായിട്ട്. ദൈവസഭ എന്ന് പറയുന്നത് സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടിരിക്കുന്ന പ്രതീതിയാണ്. മനസ്സിലാകുന്നുണ്ടോ? പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രണം, ഓക്കെ, വചനത്താൽ അധിഷ്ഠിതമായ ഒരു വ്യവസ്ഥിതിയിൽ നമ്മെ എവിടെ ഇരുത്തിയിരിക്കുന്നു? സഭയിലാക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ സഭ എന്തിന് സമാനമായിരിക്കുന്നു? സ്വർഗത്തിന് സമാനമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ നമുക്ക് കഴിയണം. അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശനങ്ങളും വിരോധങ്ങളും വിദ്വേഷങ്ങളും വിഭാഗികതകളും പടലപ്പിണക്കങ്ങളും ഇല്ലാതെ ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാത്തുകൊണ്ട് ആരാധനയുടെ സന്തോഷത്തിലിരിക്കും. അതാണ് സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു. സ്വർഗത്തിൽ കൺഫ്യൂഷനുകളില്ല, സ്വർഗത്തിൽ ആശയക്കുഴപ്പങ്ങളില്ല, സ്വർഗത്തിൽ കസേരകളില്ല, സ്വർഗത്തിൽ വിഭാഗികതകളില്ല, സ്വർഗത്തിൽ വിമർശനങ്ങളില്ല. എല്ലാം ദൈവ സാന്നിധ്യത്തിൽ ദൈവത്തിന്റെ മുഖതേജസ്സിന്റെ പരിജ്ഞാനത്തിൽ കാര്യങ്ങൾ നിർവഹിക്കപ്പെടുന്നു. അതേ അവസ്ഥയായിരിക്കണം ദൈവസഭ. അപ്പൊ നമ്മൾ എവിടെ എഴുതിയിരിക്കുന്നു? അതുകൊണ്ട് സ്വർഗീയമായിരിക്കുന്ന സകല സൗഭാഗ്യങ്ങളോടുകൂടെ പാർത്തലത്തിൽ ജീവിക്കുവാൻ നമുക്കൊരു വർത്തമാനകാല ഭാഗ്യാവസ്ഥ കർത്താവ് തന്നിരിക്കുന്നു. അപ്പൊ മുമ്പേ വായിച്ചു കേൾപ്പിച്ച ശോച്യാവസ്ഥയിൽ തികച്ചും വ്യത്യസ്തമായ ഒരു ഭാഗ്യാവസ്ഥയിലാണ് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇരിക്കുന്നത്. അതുകൊണ്ട് വിശ്വാസികൾ എപ്പോഴും ശ്രദ്ധിച്ചോണം, ആണും പെണ്ണും ശ്രദ്ധിച്ചോണം. എന്നെ കർത്താവ് എവിടെ എഴുതിയിരിക്കുന്നു? സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് കരഞ്ഞു കലങ്ങിയ കണ്ണുമായിട്ട് ഇവിടെ പരിദേവനം പറഞ്ഞു, പരാതിയും പറഞ്ഞിട്ട് നടക്കരുത്. എവിടെ നമ്മൾ ഇരിക്കുന്നത്? സ്വർഗത്തിൽ ഇരിക്കുന്നു. മനസ്സിലാകുന്നുണ്ടല്ലോ? ഞാൻ അക്കൗണ്ടിൽ പ്രസംഗിച്ചപ്പോൾ നിങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഇല്ലായ്മ ഇല്ലായ്മ ഇല്ല 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 എന്നുള്ളത് നടക്കരുത്. എവിടെ ഇരിക്കുന്നത്? സ്വർഗത്തിൽ ഇല്ല എന്നൊരു ശബ്ദമേ ഇല്ല. മനസ്സിലായല്ലോ? സ്വർഗത്തിൽ എല്ലാം സന്തോഷചിത്തമായ ഒരു അനുഭവം. അപ്പൊ ആ തരത്തിലാണ് ദൈവം എന്നെ എന്ത് ചെയ്യുന്നത്? നടത്തുന്നത്. സത്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി ഇല്ലായ്മകളുണ്ട്, ഒത്തിരി വല്ലായ്മകളുണ്ട്, ഒത്തിരി വേദനകളുണ്ട്, ഒത്തിരി താഴ്ചകളുണ്ട്. പക്ഷേ ഇതിന്റെ എല്ലാം മീതെ വ്യാപരിക്കുന്ന ഒരു ദൈവശക്തിയുടെ വ്യാപാരം എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ സന്തോഷിക്കും എന്ന് പറയാൻ കഴിയണം. കാലഗ്രഹത്തിനകത്തു നിന്ന് പുറപ്പെടുവിച്ചതായിരിക്കുന്ന ലേഖനത്തിന്റെ പ്രധാന പ്രമേയം റിജോയ്സ് ഇൻ ദ ലോർഡ് ആൻഡ് അഗൈൻ ഐ സ്വേ റിജോയ്സ്. കണ്ടോ? അത് പറയാൻ നമുക്ക് കഴിയണം. സന്തോഷിക്കണം എല്ലായ്പ്പോഴും. അതാണ് സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നത്. അതാണ് നമ്മുടെ വർത്തമാനകാല ഭാഗ്യാവസ്ഥ. ഇനി ഭാവികാല പ്രത്യാശ എന്താണ് നമ്മുടെ? അത് 4-ാം അധ്യായം 30-ാമത് വാക്യമാണ്. 4:30. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നു. അടുത്തത് അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പിനാണ്. നമുക്കൊരു വീണ്ടെടുപ്പുണ്ടെന്നുള്ളതാണ് നമ്മുടെ ഭാഗ്യാവസ്ഥ. എത്ര പേര് അത് വിശ്വസിക്കുന്നുണ്ട്? വീണ്ടെടുപ്പുണ്ടെന്നുള്ളത് നമ്മളിന്നലെ പറഞ്ഞാണത്. കർത്താവിന്റെ പുനരാഗമനത്തിൽ നമുക്ക് ഒരു പുനരുദ്ധാനമുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? പുനരുദ്ധാനം പ്രാപിച്ചേ പറ്റൂ. പുനരുദ്ധാനത്തിന്റെ യോഗ്യതകൾ എന്തോന്ന് അറിയാമോ? പുനരുദ്ധാനത്തിന്റെ യോഗ്യതകൾ എന്തോ? പുനരാഗമനം പഠിക്കുമ്പോൾ നമ്മൾ ആ കാര്യം പഠിക്കുന്നത് നമ്മുടെ ക്ലാസ്സിന്റെ അവസാന ദിവസങ്ങളിൽ. പുനരാഗമനത്തിൽ കൊണ്ടാണ് നമ്മൾ ഈ ക്ലാസ് കൊണ്ട് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ പുനരുദ്ധാനത്തിന്റെ യോഗ്യതകൾ പറയാം. അന്നേരം അത് പറയാതെ പോയാൽ ഞാൻ ഓർമ്മപ്പെടുത്തണം നിങ്ങൾ. പുനരാഗമനത്തിന്റെ യോഗ്യത, വീണ്ടെടുപ്പിൻ നാളിൽ അങ്ങനൊരു ഭാഗ്യകരമായ പ്രത്യാശ നമുക്ക് മുൻപിലുണ്ട്. അതാണ് നമ്മൾ ചത്തുകെട്ട് മണ്ണിൽ വിലയം പ്രാപിച്ചു പോകത്തില്ല. പട്ടി ചത്തു, പാമ്പ് ചത്തു, പഴുതാര ചത്തു, എലി ചത്തു, പുലി ചത്തു, അതെല്ലാം മണ്ണിൽ വിലയം പ്രാപിച്ചു പോകും. അതിന് എന്നതുപോലെയല്ല നമ്മുടെ അവസ്ഥ. പിന്നെ നമുക്ക് ഈ മണ്ണിൽ നിന്ന് എന്തോ ഉണ്ട്? പിന്നെ
ഒരു ഉദാഹരണമുണ്ട്. അന്ന് നമ്മുടെ വീണ്ടെടുപ്പ് നടക്കുക. ഈ പ്രത്യാശയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ പരമദയനീയമായ ശോച്യാവസ്ഥയിൽ നിന്ന് വർത്തമാനകാലത്തിന്റെ ഭാഗ്യാവസ്ഥയിൽ ദൈവം കൊണ്ടിരുത്തിയിട്ട് നമ്മുടെ ഉള്ളിൽ ഒരു ഭാവി കാല പ്രത്യാശ തന്നിരിക്കുന്നു. ഈ 3 കാര്യങ്ങൾ ഒരൊറ്റ ലേഖനത്തിൽ തന്നെ പൗലോസ് വെളിപ്പെടുത്തിയിരിക്കുന്നത് എഫെസ്യ ലേഖനത്തിന്റെ മഹത്തരമായ ഒരു പ്രസക്തിയാണ്. നമ്പർ 8. ഓക്കെ, 8ാമത്തേത് എഴുതിക്കൂ. 8ാമത്തേത് ഉത്തമമായ ക്രിസ്തീയ കുടുംബത്തിന്റെ നിയമസംഹിതകൾ വിവരിച്ചിരിക്കുന്നു. ഉത്തമമായ ക്രിസ്തീയ കുടുംബത്തിന്റെ നിയമസംഹിതകൾ വിവരിച്ചിരിക്കുന്നു. അതാണ് എഫെസ്യ ലേഖനത്തിന്റെ മറ്റൊരു പ്രസക്തി. മറ്റു ചില ലേഖനങ്ങളിൽ അത് ചെറുതായിട്ടൊക്കെ പരാമർശിക്കുന്നുണ്ട്. പക്ഷേ എഫെസ്യ ലേഖനത്തിൽ അത് വളരെ വ്യക്തമായി ഉത്തമ ക്രിസ്തീയ കുടുംബം എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ച് പ്രസ്താവിക്കപ്പെട്ടിട്ടുണ്ട്. 1-2-3 വാക്യങ്ങൾ പടപടപടപടാന്ന് വായിച്ച് 6-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം വായില്. 5-ാം അധ്യായം 22, 5-ന്റെ 22 മതി. 25-ാം വാക്യം മതി. 6-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മക്കളെ. 6-ന്റെ 4-ാം വാക്യം 6-ന്റെ 5-ാം വാക്യം 6-ന്റെ 9-ാം വാക്യം യജമാൻ മതി. ഇത്രയും വെക്കലുകളെ വിളിച്ചിട്ട് അവർക്ക് കൊടുക്കുന്ന പ്രബോധനമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 5-ന്റെ 22 മുതൽ 5-ന്റെ 22 പറഞ്ഞു, ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാരെ കർത്താവിൽ അനുസരിക്കും. ഭാര്യമാരെ ഉണ്ടോ? അപ്പോൾ ഉത്തമ ഭാര്യയായിരിക്കുക. 25-ൽ പറയുന്ന ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പി, ക്രിസ്തു സഭയെ സ്നേഹിച്ചപ്പോൾ ഭാര്യമാരെ സ്നേഹിക്കും. നമ്മളത് വിശദീകരിച്ച് പഠിക്കുന്നത് ആ അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ. ഓക്കെ, പിന്നീട് മക്കളെ എന്ന് പറഞ്ഞിരിക്കുന്നു. 6-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം ഉണ്ടോ? മക്കളെ എന്ന് പറഞ്ഞിരിക്കുന്നു. മക്കളെ എന്ന് പറയുന്നതിനകത്ത് മകളുമുണ്ട്, മകനുമുണ്ട്. മനസ്സിലായി? മകളെയും പറയുന്നു, പിന്നെ മകനെയും പറയുന്നു. മക്കളെ എന്നുള്ളത് റീചാർജ് കൂപ്പൺ ചുരണ്ടി നോക്കുമ്പോൾ നമ്പർ കാണുമെന്ന പോലെ മക്കളെ എന്നുള്ളതൊന്നും ചുരണ്ടി നോക്കിയാൽ അതിനകത്ത് എന്തുകൊണ്ട്? മകളെ എന്നുണ്ട്, പുസ്തകം കയറല്ലേ, മകളെ എന്നുണ്ട്, മകനെ. ഓക്കെ, പിതാക്കന്മാരെ എന്ന് കാണുന്നു 4-ാം വാക്യത്തിൽ. അതിനകത്ത് ആരുമുണ്ട്? മാതാക്കളെ എന്നുമുണ്ട്. മനസ്സിലായില്ലേ? മാതാക്കളെ എന്നുമുണ്ട്. ഒരു ഉത്തമ മാതാവാകുക, ഒരു ഉത്തമ പിതാവാകുക, ഒരു ഉത്തമ മകളാകുക, ഉത്തമ മകനാകുക. ഉണ്ടോ? അതാണ് അവിടെ പ്രസ്താവിച്ചിരിക്കുന്നത്. ദാസന്മാരെ 5-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. അതിനകത്ത് ആരുമുണ്ട്? ദാസിമാരെ. 9-ാം വാക്യത്തിൽ യജമാനന്മാരെ. അതിനകത്ത് ആരുമുണ്ട്? യജമാനത്തികൾ. അപ്പം ഇത്രയും ആളുകൾ ഒരു കുടുംബത്തിന്റെ സംവിധാനമാണ്. ഇവരോട് പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്ന ആത്മീയ ഉപദേശങ്ങൾ, അതൊരു ഉത്തമ ക്രൈസ്തവ കുടുംബ ജീവിതത്തിന്റെ നിയമസംഹിതകൾ. അതങ്ങനെ തന്നെ നിരുപാധികം ഏറ്റെടുക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ നല്ല ഭർത്താവ്, നല്ല ഭാര്യ, നല്ല മകൻ, നല്ല മകൾ ആകും. കണ്ടോ? അങ്ങനെ ആയില്ലെങ്കിൽ പിന്നെ ക്രിസ്ത്യൻ ജീവിതം കൊണ്ട് പ്രയോജനമൊന്നുമില്ല. ഒരു നല്ല ഭാര്യ ആയില്ലെങ്കിൽ പിന്നെന്താ പെന്തക്കോസ്ത് ജീവിതം കൊണ്ട് എന്നാ പ്രയോജനം? ഒരു നല്ല ഭർത്താവായില്ലെങ്കിൽ എന്നാ പെന്തക്കോസ്ത് ജീവിതം കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയ ലേഖനം 1:20 ഇങ്ങനെ ഒരു വാക്യം പറയുന്നുണ്ട്. അങ്ങനെ ഒന്നിനും ലജ്ജിച്ചു പോകാതെ പൂർണ്ണ ധൈര്യം കൊണ്ട് ക്രിസ്തുവിന്റെ ശരീരത്തിൽ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ ഇപ്പോഴും എപ്പോഴും മഹിമപ്പെടുകയുള്ളൂ എന്ന് പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. ഞാൻ ഒന്നിലും ലജ്ജിച്ചു പോകാതെ പൂർണ്ണ ധൈര്യം കൊണ്ട്. എന്താണ് വാക്യത്തിന്റെ അർത്ഥം എന്നറിയാമോ? ഒന്നിനും ലജ്ജിച്ചു പോകാതെ പൂർണ്ണ ധൈര്യം കൊണ്ടെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒന്നിനും ലജ്ജിച്ചു പോകാതെ. ഒന്നിനും ലജ്ജിച്ചു പോകാതെ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, ഒരു മനുഷ്യൻ ജീവിതത്തിൽ ഒരു റോളല്ല ചെയ്യുന്നത്, നിരവധി റോളുകളാണ്. അഭിനയിക്കുകയല്ല, ജീവിതം അനുഭവിക്കുകയാണ്. എബി എബ്രഹാം എന്ന് പറയുന്ന ഞാൻ നിങ്ങളുടെ പ്രസംഗകനായി, അല്ലെങ്കിൽ നിങ്ങളെ പഠിപ്പിക്കാൻ വന്നൊരു അധ്യാപകനായിട്ട് ഇവിടെ നിൽക്കുന്നു. എന്റെ ജീവിതത്തിൽ അധ്യാപകൻ എന്ന പ്രസംഗകൻ എന്ന ഒറ്റ റോള് മാത്രമല്ല, ഒത്തിരി റോളുകളുണ്ട്. മനസ്സിലായില്ലേ? ഞാനൊരു സ്ത്രീയുടെ ഭർത്താവാണ്. ആൻസി എന്റെ ഭാര്യ. ആൻസി എന്ന സ്ത്രീയുടെ ഭർത്താവാണ് ഞാൻ. കഴിഞ്ഞ 20 വർഷം ജൂൺ 12-ാം തീയതി ആയിരുന്നു ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി. ഞാൻ ഇവിടെ, പുള്ളിക്കാരി അവിടെ ആയിപ്പോയി. ജൂൺ 12, 20 വർഷം തികഞ്ഞു ഞങ്ങളുടെ വിവാഹ ജീവിതത്തിന്റെ. ഓക്കെ, അപ്പോൾ ആൻസി എന്ന ആ സ്ത്രീയുടെ ഭർത്താവ്, ഞാനൊരു പ്രസംഗനായിരിക്കുമ്പോൾ തന്നെ ഞാനൊരു ഭർത്താവാണ്. പ്രസംഗകൻ എന്ന നിലയിൽ നിങ്ങളുടെ മുമ്പിൽ ഞാൻ ലജ്ജിച്ചു പോകരുത്. ഭർത്താവ് എന്ന നിലയിൽ അവിടെ മുമ്പിൽ ഞാൻ ലജ്ജിച്ചു പോകരുത്. മനസ്സിലാകുന്നുണ്ടോ? എനിക്ക് 2 ആൺമക്കളുണ്ട്. 2 ആൺമക്കളുടെ പപ്പായാണ് ഞാൻ. അവരുടെ മുമ്പിൽ പപ്പ എന്ന തട്ടകത്തിൽ ഞാൻ ലജ്ജിച്ചു പോകരുത്. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ പഠിപ്പിച്ച 100,000 വിദ്യാർത്ഥികളുണ്ട് ഇതിനോടകം.
ഞാൻ 95 മുതൽ ബൈബിൾ സ്കൂൾ ഫീൽഡിലാണ്. അപ്പം ഞാൻ പഠിപ്പിച്ച കുറേ വിദ്യാർത്ഥികളുണ്ട്, വലുതും ചെറുതുമായ, ആൺ പെണ്ണും ഒത്തിരി പേരുണ്ട്. അവരുടെ അധ്യാപകനാണ് എബിസാറെ എന്ന് പറഞ്ഞ് അവർ ഓടി വരുമ്പോൾ അവരുടെ മുമ്പിൽ ഞാൻ എന്ത് ചെയ്തു പോകരുത്, ലജ്ജിച്ചു പോകും. ഞാനൊരു പിതാവിന്റെയും മാതാവിന്റെയും ഏക മകനാണ്. മകൻ എന്ന നിലയിൽ അവരുടെ മുമ്പിൽ ഞാൻ എന്ത് ചെയ്യരുത്. വേറെ പപ്പായും മമ്മി എനിക്കുണ്ട്, എന്റെ ഭാര്യയുടെ മാതാപിതാക്കൾ, അവരുടെ ഏക മരുമകനാണ് ഞാൻ. ലജ്ജിച്ചു പോകരുത് അവിടെ. മനസ്സിലാക്കുന്നുണ്ടോ? എനിക്ക് 3 സഹോദരിമാരാണ്. ആ 3 സഹോദരിമാർക്ക് ഏക സഹോദരനാണ് ഞാൻ. അവരുടെ മുമ്പിൽ ഞാൻ എന്ത് ചെയ്യരുത്. എന്റെ ഭാര്യക്ക് 5 ആങ്ങളമാരാണ്. അപ്പൊ 5 അളിയന്മാരാണ് എനിക്കുള്ളത്. ആ 5 അളിയന്മാരുടെ ഏക അളിയനാണ് ഞാൻ. അളിയൻ എന്നൊക്കെ പറഞ്ഞാൽ ഈ അളിഞ്ഞതിനാണോ അളിയെന്ന് പറഞ്ഞാൽ? ലജ്ജിച്ചു പോകരുത്. ഞാൻ എന്നെ ഉദാഹരിച്ച് പറഞ്ഞതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? ഓരോരുത്തരും നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ, എത്ര റോളാണ് നമ്മൾ ചെയ്യുന്നത്. ഒരേ സമയത്ത് നിങ്ങൾ മമ്മിയാണ്, ഓക്കെ, മക്കൾക്ക് ഭയങ്കര കാര്യമാണ്. അപ്പൊ തന്നെ നിങ്ങൾ അമ്മാവി അമ്മയാണ്. ഉണ്ടോ? മക്കളോട് ചോദ്യം, മമ്മി എങ്ങനെയുണ്ട്? ഓ, എന്റെ മമ്മിയെ പോലൊരു മമ്മി വേറെ ഇല്ല. തങ്കമ്മ എന്റെ അമ്മ, പൊന്നമ്മയാന്ന് പറയും. മറിയമ്മയെന്ന പേരെങ്കിലും എന്തോ പേരിടണമായിരുന്നു, തങ്കമ്മയെന്നോ പൊന്നമ്മയെന്നോ ഇടണമായിരുന്നു. ഇങ്ങനെ മക്കൾ പറയുന്ന ഈ മമ്മിയെ കുറിച്ച് മരുമക്കളെ വിളിക്കും. എങ്ങനെയുണ്ട് അമ്മാവിയമ്മ, എങ്ങനെയുണ്ട്? എന്റെ അതേമേ അവരെ പോലെ കല്ലമ്മ വേറെ ഇല്ലെന്ന മരുമക്കള്. അപ്പൊ അമ്മാവിയമ്മ എന്ന റോഡിൽ കൊള്ളാം. പക്ഷെ അമ്മാവിയമ്മ ആയപ്പം തോതൊണ്ട് ഏറ്റെടുത്തോളെ. പപ്പായ എന്ന നിലയിൽ മക്കൾക്ക് ഭയങ്കര സന്തോഷം. പക്ഷെ അമ്മാവിപ്പനായപ്പോ എങ്ങനെയുണ്ട്? അനിയൻ എന്ന നിലയിൽ കൊള്ളാം, ചേട്ടൻ എന്ന നിലയിൽ കൊള്ളാം, അളിയൻ എന്ന നിലയിൽ എങ്ങനെയുണ്ട്? അനിയത്തി എന്ന നിലയിൽ കൊള്ളാം, ചേട്ടത്തി എന്ന നിലയിലൊക്കെ കൊള്ളാം. പക്ഷെ നാത്തൂനായപ്പോഴെങ്ങനെയുണ്ട്? ഒരാൾ തന്നെ പല റോളാ കൈകാര്യം ചെയ്യും. വിശ്വാസിയായിരുന്നപ്പോ കൊള്ളാം, പാസ്റ്റായിരുന്നപ്പോ എങ്ങനെയുണ്ട്? കണ്ടോ? പല റോളുകളാണ്, പല റോളുകൾ. ഇനി ഞാൻ ഈ പറഞ്ഞതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഞാൻ പുസ്തകം എടുത്തുകൊണ്ട് എന്റെ വീട്ടുമുറ്റത്തിൽ ഭാര്യയുടെ മക്കളോട് ബൈ ബൈ പറഞ്ഞിറങ്ങുമ്പോൾ എന്നെ നേരിട്ടറിയാവുന്ന എന്റെ അയൽവാസികളുടെ ഇടയിലൂടെ ഞാൻ പോകുന്നത്. അവരുടെ അയൽവാസിയാണ് ഞാൻ. അവരുടെ മുമ്പിൽ ഞാൻ എന്തോ ചെയ്തത്, ഞാൻ പുസ്തകം എടുത്തുകൊണ്ട് പോകുന്നു എന്നാരും അതിനപ്പുറത്ത് നിന്ന് മന്ത്രിക്കരുത്. അതാണ് ഒന്നിനും ലജ്ജിച്ചു പോകാതെ പൂർണ്ണ ധൈര്യം പൂണ്ട്. ആ പ്രയോഗം കണ്ടോ? ഒന്നിനും ലജ്ജിച്ചു പോകാതെ പൂർണ്ണ ധൈര്യം പൂണ്ട് ക്രിസ്തുവിനെ ശരീരത്തിൽ വെളിപ്പെടുത്താൻ കഴിയുന്ന ഒരു ക്രൈസ്തവീയത. അപ്പൊ ആ ഉത്തമ ക്രൈസ്തവ കുടുംബത്തിന്റെ സമസ്ത മണ്ഡലങ്ങളിലും ഭാര്യയാണോ, ഭർത്താവാണോ, മകളാണോ, മകനാണോ, എല്ലാം മകന കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ മാതാപിതാക്കൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നുണ്ടോ? മകൻ എന്ന നിലയിൽ മമ്മിക്ക് സന്തോഷമാണോ, പപ്പായ്ക്ക് സന്തോഷമാണോ? നോക്കുന്നുണ്ടോ? അവരെ വിളിക്കുന്നുണ്ടോ? വല്ലപ്പോഴും അവരുടെ കാര്യം അന്വേഷിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വിളിച്ച് കാര്യം പറയുന്നുണ്ടോ എന്നുള്ളതല്ല കാര്യം. അവരുടെ ഏറ്റവും കാര്യം അന്വേഷിക്കുന്നുണ്ടോ? ഇതാണ് പൗലോസ് പറയുന്നത്. അതാ ഉത്തമ ക്രൈസ്തവ കുടുംബ ജീവിതത്തിന്റെ നിയമസംഹിതകൾ. നിങ്ങൾക്കറിയാമോ, നമ്മുടെ വീടിലിടാൻ കൊള്ളാവുന്ന 3 പേരുകൾ, വീട്ടുപേര് പറഞ്ഞിരിക്കുന്ന ഒരു വാക്യമുണ്ട്. കണ്ടിട്ടുണ്ടോ? നമ്മുടെ വീട്ടുപേര് മുമ്പേ ഞാൻ പറഞ്ഞ പോലെ ഒത്തിരി വീട്ടുപേരുണ്ടായിരിക്കും. പക്ഷെ നമ്മുടെ വീടിലിടാൻ കൊള്ളാവുന്ന 3 വീട്ടുപേര് ഒരുമിച്ച് പറയുന്ന ഒരു വേദവാക്യമുണ്ട്. ആ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന 3 ക്വാളിറ്റി നമ്മുടെ കുടുംബങ്ങൾക്കുണ്ടായ, വലിയ വീടോ കൊച്ചു വീടോ, ചാണകം മെഴുകിയ തറയോ മൊസൈക്ക് ഫ്ലോറോ എന്തുമായിക്കോട്ടെ, ഗ്രാനൈറ്റോ എന്തുമായിക്കോട്ടെ, ഭാര്യ, ഭർത്താവ്, കുഞ്ഞുങ്ങൾ, അപ്പനും അമ്മയും എല്ലാം കൂടെ അടങ്ങുന്ന കുടുംബം. ആ കുടുംബത്തിന് 3 ക്വാളിറ്റി വേണം. മനസ്സിലാവുന്നുണ്ടോ? പൗലോസിന്റെ ലേഖനങ്ങളിലല്ല, പകരം പഴയ നിയമത്തിലൊരു വാക്യമുണ്ട്. 3 ക്വാളിറ്റി എല്ലാവരും കുറിച്ച് വെച്ചോണം. ആ വാക്യം നമ്മുടെ കുടുംബം അതാണോ എന്നതിനെ കുറിച്ചൊരു അന്വേഷണം, അല്ലെങ്കിൽ രൂപപ്പെടുത്താൻ കഴിയണം. ധനംസ് കൊണ്ട് അത് രൂപപ്പെടുത്താനും പണിയാനും പറ്റില്ല. ഐക്യതയുടെ പ്രാർത്ഥന കൊണ്ട്, കൂട്ടായ്മ കൊണ്ടുമാണ് ഈ 3 ക്വാളിറ്റിയിലേക്ക് നമ്മുടെ കുടുംബത്തെ വരുത്താൻ കഴിയുന്നത്. 3 ക്വാളിറ്റിയുള്ള വാക്യം മറക്കരുത്. 3 സവിശേഷതകൾ പറയുന്ന വാക്യം യെശയ്യാപ്രവചനം 32:18 വാക്യമാണ്. അതൊരു പ്രാവചനിക ദൂതാണ്, സ്ഥിരമായൊരു പ്രവചനമാണ്, നമ്മുടെ കുടുംബത്തെ കുറിച്ചുള്ളൊരു പ്രവചനമാണ്. കുടുംബ പ്രാർത്ഥനയ്ക്കൊക്കെ പ്രസംഗിക്കാൻ നാട്ടിൽ ചെല്ലുമ്പോൾ സമയം കിട്ടിയാൽ തകർക്കണം. വീടല്ല, സന്ദേശം. 32:18 വായിച്ചേ. എന്റെ ജനം സമാധാന നിവാസത്തിലും, എന്റെ ജനം സമാധാന നിവാസം, പീസ് വില്ല. കണ്ടോ? അടുത്തത് നിർഭയ വസതി. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഭയമില്ലാത്തൊരു വീട്. ഓക്കെ, പിന്നെ സ്വൈരമുള്ള വിശ്രാമ സ്ഥലം. 3 ക്വാളിറ്റി വേണം നമ്മുടെ കുടുംബങ്ങൾക്ക്. എത്ര വമ്പനായിട്ട് വീട് പണിതാലും കമ്പി, കട്ട, കല്ല്, സിമെന്റ്, പെയിന്റ്, തടി ആദിയായതെല്ലാം ഉണ്ടായിരുന്ന കാശ് മുടക്കി മുഴുവൻ ഇത് വാങ്ങിച്ചിട്ട് പുതിയ ശല്യം ഉണ്ടാക്കി വെച്ചിരിക്കുക. പക്ഷെ അതിനകത്ത് സമാധാനം കിടന്നാൽ ഉറക്കം വരത്തില്ല,
ശീതീകരിച്ച മുറികളാണ്. പക്ഷേ അന്യായ കറണ്ടുമില്ല കേരളത്തിലേക്ക്, നമ്മുടെ മുറികളെല്ലാം ശീതീകരിച്ചതാണ്. പക്ഷെ അതിനകത്ത് എന്തോ ഇല്ല, കിടന്നാണ് മുഷ്ണിക്കുകയാണ് ആളുകൾ. ഈ 3 ക്വാളിറ്റി വേണം വീടുകൾക്ക്. മനസ്സിലായോ? ഗൾഫുകാർ നാട്ടിൽ പണിയുന്ന വീടിന്റെ ഗ്രഹപ്രവേശത്തിന് വിളിച്ചാൽ ആശംസ പറയാനെങ്കിൽ ഒരു 2 മിനിറ്റ് കിട്ടുകയാണ് ഈ വാക്യം കൊണ്ടങ്ങ് എഴുതേക്കണം. ബാക്കി ദൈവാത്മാവങ്ങ് ചെയ്തോളൂ, പ്രാർത്ഥിച്ചോളൂ. ചുമ്മാ ഗ്രഹപ്രവേശനം പോയി ബിരിയാണി തിന്നിട്ട് പോരരുത്. ഒരു വാക്യമെങ്കിലും അവരെ പറഞ്ഞ് ബോധ്യമാക്കണം. ഈ വീടിന് ഈ 3 ക്വാളിറ്റി വേണം. ഏതാണ്? ഒന്ന്, സമാധാനം ഉണ്ടാക്കാൻ കഴിയണം ആ വീട്ടിലുള്ളവർക്ക്. ഗ്രഹനാഥന്, ഗ്രഹനായിക്ക കുഞ്ഞുങ്ങൾക്ക് ചിക്കൻ കറി ഉണ്ടാക്കാൻ അറിയാം. ഓ, ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയ ഗംഭീരമാണ്. വിരൽ പോലും കൂടെ കഴിച്ചു പോകുന്നുണ്ട്. അത് ടേസ്റ്റാണ്. മീൻ ചുമ്മാ മദ്യം വാങ്ങി കൊടുത്താൽ മതി. മദ്യമൊക്കെ ഭയങ്കര നെമ്മീൻ പോലെ കറി വെച്ച് കളയും. പാത്രയ്ക്ക് പാചക കല. മിസ്സസ് കെ മാത്യുവിനെ വെല്ലുന്ന പാചക കലയാണ് ചിലർക്ക്. ചിലർക്ക് ഈ കലയിൽ അവരങ്ങ് പോലെ ചെയ്യുക. ഞങ്ങൾ ഉപദേശന്മാരുടെ വയറെന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ സ്റ്റൊമക്കാണ്, അറിയാം. ഏത് അടുക്കള വേവുന്ന സാധനം ദഹിക്കുന്ന വയറാണ് ഞങ്ങൾ ഉപദേശന്മാരുടെ പറയുന്നത്. അപ്പൊ ആരെങ്ങനെ ഉണ്ടാക്കി തന്നാലും ഞങ്ങൾ എന്ത് ചെയ്യും? കഴിക്കും. പ്രൈസ് ദി ലോർഡ്. ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. എൻ്റെ കണ്ണ് പലപ്പോഴും നിറഞ്ഞു പോകാറുണ്ട്. കാരണം എനിക്കൊക്കെ മുമ്പേ എൻ്റെ പിതാവടക്കം ഒത്തിരി ഭക്തന്മാരെ, യുവദാസന്മാരെ കഴിച്ചിട്ടില്ലാത്ത ഭക്ഷണം, അവരുറങ്ങിയിട്ടില്ലാത്ത വീടുകൾ, അവർ കയറിയിട്ടില്ലാത്ത വാഹനങ്ങൾ, അവർക്ക് കിട്ടില്ലാത്ത സ്വീകരണങ്ങളൊക്കെ കിട്ടുമ്പോൾ തിക്കുമുട്ടലുണ്ടാകാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി അനുഭവങ്ങളുണ്ട്. എൻ്റെ പിതാവൊക്കെ സാധുവായ ദേവദാസനാണ്. നമ്മുടെ കൊല്ലം ജില്ല, പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ല കൊണ്ട് മാത്രം കഴിഞ്ഞുകൂടിയ ഒരായുസ് മുഴുവനും അവിടത്തേക്ക് മാത്രമായിട്ട് കഴിഞ്ഞുകൂടിയ അന്നത്തെ സാഹചര്യങ്ങൾ കൊണ്ട് അവർക്ക് അതിനപ്പുറത്തേക്ക് പോകാൻ പറ്റിയിട്ടില്ല. പക്ഷെ അവർ വിശ്വസ്തരായതുകൊണ്ട് അവരോടുള്ള നീതിയാണ് ഞങ്ങളോടൊക്കെ ദൈവം കാണിക്കുന്നത്. അപ്പോൾ അനുഭവിക്കുന്ന ഓരോരോ സർക്കാരുകൾ നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് അതങ്ങോട്ട് കണ്ണുനീരോടെ അല്ലാതെ അങ്ങോട്ട് ഇറക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ കണ്ണുനീരും പക്ഷേ എരിയാണെന്നൊക്കെ ചില ചോദിക്കാറുണ്ട്. എരികൊണ്ട് കണ്ണ് നിറയുന്നതല്ല, ഇത് ഓർക്കുമ്പോൾ സങ്കടം വന്നു പോകുന്നതാണ് പലപ്പോഴും. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞത് പാചക കറിയിൽ വൈദഗ്ധ്യമുള്ള ചില ആളുകളുണ്ട്. ചിക്കൻ കറിക്ക് എന്തൊക്കെ വേണം, മീൻ കറിക്ക് എന്തൊക്കെ വേണം, ബീഫ് കറി വെക്കാൻ എന്തൊക്കെ വേണം എന്നുള്ളത് നന്നായിട്ട് അറിയാം. പക്ഷേ സമാധാനം ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് അറിയാൻ വയ്യാത്ത, സമാധാനം ഉണ്ടാക്കാൻ എന്തൊക്കെ വേണം അതറിയത്തില്ല ചില ആളുകൾ. വീട്ടിൽ ഒറ്റ വാക്കുകൊണ്ട് സമാധാനത്തെ തകർത്ത് കളയുന്ന ആളുകളുണ്ട്. ഉദിച്ചു നിൽക്കുന്ന ഫുൾ മൂൺ ഒറ്റ ലക്ഷം കൊണ്ട് തകർത്ത് തരിപ്പണമാണ്. പൗർണമാസി ഒറ്റ വാക്കുകൊണ്ട് അമാവാസിയാക്കി കളയും. ചിലപ്പോൾ അത് ഭാര്യയാണ്, ചിലപ്പോൾ ഭർത്താവാകും, ചിലപ്പോൾ മക്കളാണ്. കണ്ടോ, സമാധാനം നഷ്ടപ്പെടും. പക്ഷെ നമ്മുടെ ഭവനം എങ്ങനെയുള്ളതായിരിക്കണം? സമാധാനം നിവാസമായിരിക്കണം. സമാധാന നിവാസമായിരിക്കണം. ഞാനിപ്പോൾ താമസിക്കുന്ന ഒരു വീടുണ്ട്. അവിടെ അപ്പനുണ്ട്, അമ്മാവിയപ്പനുണ്ട്, അമ്മയുണ്ട്, അമ്മാവിയമ്മയുണ്ട്, മരുമകനുണ്ട്, മരുമകളുണ്ട്. ആ വീട് ഭയങ്കര ശ്രദ്ധ. ഏത് വീടാണെന്ന് ചോദിച്ചാൽ പറയത്തില്ല. ഞങ്ങളുടെ വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. വളരെ സന്തോഷം തോന്നി എനിക്ക്, ഭയങ്കര ആനന്ദം തോന്നി. കാരണം ചില വീട്ടിലൊക്കെ സെമിത്തേരിയിൽ വരുന്ന പോലെ ആരും മിണ്ടുന്നില്ല. സ്വരാക്ഷരം കൊണ്ട് മാത്രം മറുപടി. സ്വരാക്ഷരം എന്ന് പറഞ്ഞാൽ അറിയാമോ? അക്ഷരങ്ങൾ, സ്വരാക്ഷരങ്ങളുണ്ട്, വ്യഞ്ജനാക്ഷരങ്ങളുണ്ട്. സ്വരാക്ഷരം എന്ന് പറഞ്ഞാൽ വവൽ സൗണ്ട്സ്, ആ ആ ഇ ഈ ഉ ഊ. വ്യഞ്ജനാക്ഷരം അതൊക്കെയാണ് വ്യഞ്ജനാക്ഷരം. ഓക്കെ. അപ്പൊ ചില വീട്ടില് വ്യഞ്ജനാക്ഷരങ്ങൾ ഉപയോഗത്തിൽ വരുന്നേ ഇല്ല. വല്ലതും കഴിക്കാറായോ എന്ന് ചോദിക്കും. ആ വെളിയിൽ വന്ന അച്ഛനോട് ഭാര്യ ചോദിക്കാം, അച്ഛാ നിങ്ങൾ അറിഞ്ഞാൽ ഓ മീറ്റിംഗ് കൊണ്ട് വരുന്നില്ലേ? ആ ഓ ഊ ഏ. ഇതല്ലാതെ ഒരു വാചകം പൂർണ്ണമാക്കുന്നില്ല. ചില വീട്ടിൽ ശ്മശാന മൂകതയാണ്. ഏകാന്തത തലം കെട്ടിക്കിടക്കും. ഹൃദയം തുറന്ന് സംസാരിക്കുന്നില്ല. ഭാര്യയും ഭർത്താവും പോലും സംസാരിക്കുന്നില്ല. പിന്നെ മക്കളും എല്ലാവരും ഇപ്പൊ പിന്നെ മൊബൈൽ ഫോണും കമ്പ്യൂട്ടറും ലാപ്ടോപ്പും ഇന്റർനെറ്റും ഒക്കെ ഉള്ളതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് ഏകാന്തത തേടുന്ന ആളുകൾ. പക്ഷേ ചിരിച്ചും കളിച്ചും സന്തോഷിച്ചും ഭയങ്കരമായൊരു ആനന്ദത്തോടെ, അതാ സമാധാന നിവാസം. അടുത്തെന്താ പറഞ്ഞിരിക്കുന്നത്? നിർഭയവസതി എന്ന് പറഞ്ഞാൽ വീട്ടിനകത്ത് ഒറ്റയ്ക്കോ കൂട്ടമായിട്ട് കഴിയുമ്പോഴും ഭയമില്ലാതെ. ചില വീടുകളൊക്കെ കിടക്കുന്ന ആളുകളുണ്ടോ, രാത്രി ഞെട്ടി കരഞ്ഞ് ചാടി എഴുന്നേക്കുക, പിള്ളേർ എഴുന്നേറ്റ് ഓടുക, നിലവിളിക്കുക, കാറ് ആകെപ്പാടെ മുറിയിലുള്ളവർ എല്ലാവരും ചാടി എഴുന്നേക്കുക. എന്തോ ഒരു വല്ലാത്ത അന്തരീക്ഷം, അവസ്ഥ മാറുന്നില്ലത്. കിടക്കാൻ പേടിയാണ്, ലൈറ്റ് ഓഫ് ചെയ്യാൻ പേടിയാണ്. ചില കുഞ്ഞുങ്ങൾക്ക് വീട്ടിൽ ഒറ്റയ്ക്കിരിക്കാൻ പേടിയാണ്. ചില മമ്മിമാർക്കും പപ്പമാർക്കും പോലും ചില വീടുകളിൽ പേടിയുണ്ട്. ഒരു മുറി അടുത്ത മുറിയിലേക്ക് പോകില്ല. പെട്ടെന്ന് കറണ്ട് പോയാൽ, ഇവിടെ പിന്നെ അങ്ങനെ കറണ്ട് പോകാറില്ല നാട്ടിലൊക്കെ, പെട്ടെന്ന് കറണ്ട് പോയാൽ മമ്മി അവിടെ നിന്ന് പറയും, മോളെ അപ്പുറത്തെ മുറിയിൽ എമർജൻസി ഇരിപ്പുണ്ടെങ്കിൽ എടുത്തോണ്ട് വരാൻ. എനിക്കൊക്കെ വയ്യ പോകാൻ. പിന്നെ മമ്മി പോയി എടുത്തോണ്ട് വരാം. മമ്മിക്ക് പേടിയായതുകൊണ്ട് ഈ മോളോട് പറഞ്ഞു.
അവസാനം ഇവർ രണ്ടുപേരും കൂടെ പരസ്പര ധാരണയിലെത്തി കൈയോട് കൈ കൊടുത്ത് പിടിച്ച് കോടോട് ചേർന്ന് നിന്ന് പോയി എടുത്തോണ്ട് വരിക. മനസ്സിലാകുന്നുണ്ടോ? ഭയമാണ്. ആ മുറിക്കകത്തിന്റെ കാരണം പേടിയാണ്. എന്താ കാര്യമെന്നറിയാമോ? അനധികൃതമായതെന്തോ ആ വീട്ടിലുണ്ട്, ദൈവഹിതത്തിന് വിരുദ്ധമാണ്. ഒന്നിൽ ആ വീട് നിൽക്കുന്ന പറമ്പ് അദ്ദേഹത്തിന് നേരിട്ട് വരേണ്ടതല്ല, അത് വാങ്ങിച്ചതിനകത്ത് എന്തോ കൃത്രിമം, അതല്ലെങ്കിൽ ഉണ്ടാക്കുവാൻ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തതായിരിക്കുന്ന പണം അനധികൃതമായി വന്നതാണ്. അതല്ലെങ്കിൽ ഉണ്ടാക്കിയ ശേഷം ദൈവഹിതമല്ലാത്തത് സാധാന്യ പ്രവേശനത്തിന് സാധ്യതയുള്ള എന്തോ അതിനകത്തുണ്ട്. മനസ്സിലായില്ലേ? പിശാച് അവകാശം പറയുന്നു. ആകാന്റെ വീട്ടിൽ കുടുംബ പ്രാർത്ഥനയുണ്ട്, പക്ഷെ ദൈവ സാന്നിധ്യം ഇല്ല. കാരണം ദൈവത്തിന്റെ കണ്ണ് കണ്ടു ശാപം അവന്റെ വീട്ടിലിരിക്കുന്നു. ഇങ്ങനെ ശാപമുള്ള വീടുകൾ ഈ നിർഭയമില്ലാതിരിക്കുന്നു. നമ്മുടെ വീട് ശുദ്ധമാകണം. നമ്മുടെ വിയർപ്പ് കൊണ്ട് നമ്മൾ സമ്പാദിച്ചതല്ലാത്ത ഒന്നും അതിനകത്തുണ്ടാകരുത്. നമ്മുടെ വീട്ടിനകത്തുള്ളതെല്ലാം ദൈവഹിത പ്രകാരമുള്ളതായിരിക്കണം. സാത്താൻ അവകാശം പറയുവാൻ ഒന്നും ഉണ്ടാകരുത്. യാതൊരു വസ്തുക്കളുടെയും രൂപം ഉണ്ടാകരുത് നമ്മുടെ വീട്ടിൽ. പ്രത്യേകം ശ്രദ്ധിച്ചോണം അക്കാര്യം. ആകാശത്തിലുള്ളതും ഭൂമിയിലുള്ളതും സമുദ്രത്തിലുള്ളതുമായിരിക്കുന്ന ഒറ്റ ജീവജാലങ്ങളുടെയും രൂപങ്ങൾ ഉണ്ടാക്കി വെക്കരുത് വീട്ടിൽ. നമ്മൾ ഉണ്ടാക്കുന്നില്ല. ഈ പിക്നിക്കിനൊക്കെ പോകുമ്പോൾ കാണുന്ന ചില സൂത്ര ആനയും കുതിരയൊക്കെ വാങ്ങി വീട്ടിൽ കൊണ്ട് ഷോക്കേജാണ് വെച്ചേക്കും. പിശാച് അവകാശം പറയും അതിനകത്ത്. അത് അവകാശം പറഞ്ഞ് മൈപ്പിലി അത് ഇതൊക്കെ കൊണ്ട് വെക്കുന്നവരാണ് അതിനകത്ത് കയറി അവകാശം പറഞ്ഞ് സാത്താൻ നിൽക്കും. പിന്നെ കൂട്ടായ്മ നടത്തുമ്പോൾ ചിലത് തുള്ളി ഇറങ്ങും. ഞാൻ ചാമക്കോടങ്കിയുടെ രക്തക്കരിങ്കോളിയാണ്, നീ എപ്പോ ഇവിടെ വന്നു? ഞാൻ ഇവിടെ താമസിക്കാതെ ഇങ്ങോട്ട് കുറെ കാര്യം. മനസ്സിലായി? പിക്നിക്ക് പോയപ്പോൾ മാറ്റോട്ട് വന്നപ്പോൾ മുതലേ പുള്ളിക്കാരി എത്തിയത് അതിനകത്ത് കയറി വന്നിരുന്നത്. അതുകൊണ്ടാണ് അകാരണമായി പ്രശ്നം ഉണ്ടായത്. മനസ്സിലായല്ലോ? അതുകൊണ്ടാണ് തമ്മിൽ ചർച്ചയില്ലാതെ, അതുകൊണ്ടാണ് നിസാര വാക്കിന് മുമ്പിൽ പ്രതികരിക്കേണ്ടി വരുന്നത്, അതുകൊണ്ടാണ് തല്ലി ഉടയ്ക്കുന്നത്. അതുപോലെ ഭാര്യ തല്ലാൻ പറയുന്നത് ഞാൻ പുള്ളി ഭിത്തി കെട്ടിടിച്ചു, ഭാര്യയോട് വഴക്കുണ്ടാക്കി ഭിത്തി കെട്ടിടിച്ചു, 5 പേരുടെ ഒടിഞ്ഞു പോയി. ഇച്ചിരി കൈയഭ്യാസമൊക്കെ പഠിച്ച പുള്ളി ഭിത്തിയെ കൈ ചെല്ലുന്നതിന് മുമ്പ് പിൻവലിക്കണമെന്നൊക്കെ വിചാരിച്ചു, പക്ഷെ നടന്നില്ല. ആവേശമുണ്ട്, ഒറ്റയിടി 5 പേരുടെ ഒടിഞ്ഞു. ഇത് മെഡിക്കൽ കോളേജിൽ, കോട്ടയത്ത് മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്ന് പിന്നെ ഡോക്ടറെ കൊടുത്തപ്പോൾ ഡോക്ടർ അതിനകത്തൊരു കുസൃതി കാണിച്ചു. 5 പേരുടെ 5ആയിട്ട് അങ്ങ് പ്ലാസ്റ്റർ ഇട്ടു. മനസ്സിലായി? അപ്പൊ പുള്ളി അകത്തുനിന്ന് ഇറങ്ങി വന്നിട്ട് പൊക്ക പിടിച്ചുകൊണ്ട് വരുന്ന പോലെ. അപ്പൊ ഡോക്ടർ ചിന്തിച്ചത് ഇത് കാണുന്നവരെല്ലാം ചോദിക്കണം എന്തുവായിരുന്നു. അപ്പൊ പുള്ളി ഭാര്യയെ തല്ലിയ വിവരം എന്ത് ചെയ്യണം? മനസ്സിൽ ഓർമ്മ വരണം, മാനസാന്തരം ഉണ്ടാകണം. അതിനുവേണ്ടിയാണ് ഡോക്ടർ അങ്ങനെ ചെയ്യും. ഇത് ഒന്നിച്ച് കെട്ടി വെക്കാതെ 5ആയിട്ട് ഇങ്ങനെ അന്നാലോചിച്ച് നോക്കി. അപ്പൊ ഇങ്ങനെയൊക്കെ വരേണ്ടതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ വീട്ടിനകത്ത് പിശാചിന്റെ ആധിപത്യം. നമ്മുടെ വീട് എങ്ങനെയുള്ള വീടായിരിക്കണം? നിർഭയവസതി. നിർഭയവസതി. മനസ്സിലാകുന്നുണ്ടോ? ഈ കുഞ്ഞുങ്ങള് ഈ മൊബൈൽ ഒക്കെ കളിക്കുന്ന ഓർത്തോണം. ഈ സൈറ്റാനിക് ആയിട്ടുള്ള ഒത്തിരി ഗെയിംസ് ഉണ്ട്, അറിയാമോ? ഇവരത് കളിച്ച് അതിനകത്ത് അവർ അഡിക്റ്റ് ആയി പോയി കഴിഞ്ഞാൽ ഇവർ വിളിച്ചു വരുത്തും പിശാചിനെ വീട്ടിനകത്തോട്ട്. കഴിഞ്ഞ ദിവസം പത്രത്തിലുണ്ടായിരുന്നു ചാർലി ഗെയിമോ എന്താ പറഞ്ഞ സാധനം. പിശാചിനെ വിളിച്ചു വരുത്തുകയാണ് പിള്ളേരെ കൊണ്ട്. അങ്ങനെയൊക്കെയുള്ള സംഗതി വീട്ടിനകത്ത് സാത്താന്യാധിപത്യം ഉണ്ടാകും. മനസ്സിലായില്ലേ? അത് വരുമ്പം വീടിനകത്തൊരു ഭയപ്പാടും വല്ലാത്തതായിരിക്കും, ഒരു ആശങ്കയും. വീടിനകത്ത് കുഞ്ഞുങ്ങൾക്ക് ഏകാന്തത, ഒരു വല്ലാത്ത അവസ്ഥ ഉണ്ടായിട്ട് പിന്നെ അവരോട് മിണ്ടത്തില്ല, വല്ലാത്തൊരവസ്ഥയിൽ അവരാകും. വീട്ടിൽ നിന്ന് എടുത്ത് വെളിച്ചാടുക, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുവാനുള്ള പ്രേരണ ഉണ്ടാകുക, അങ്ങനെയൊക്കെയുള്ള സംഗതികളുണ്ട്. അതുകൊണ്ട് നമ്മുടെ വീട് കൊച്ചതാകട്ടെ വലുതാകട്ടെ അതിനകത്ത് ദൈവ സാന്നിധ്യം നിറഞ്ഞിരിക്കണം. അതാണ് നിർഭയവസതി. മൂന്നാമത് എന്താ പറഞ്ഞിരിക്കുന്നത്? സ്വൈര്യമുള്ള വിശ്രാമസ്ഥലം. വീടിന്റെ സ്വൈര്യത നഷ്ടപ്പെടുന്നതിന് കുറെ കാരണങ്ങളുണ്ട്. 1, 2, 3, 4 കാരണങ്ങൾ പറയാം. എഴുതിക്കോ. 1, 2, 3, 4. സ്വൈര്യത നഷ്ടപ്പെടുന്നതിന്റെ ഒന്നാമത്തെ കാരണം ഉത്തരവാദിത്വമില്ലാത്ത ഭർത്താവാണോ വീടിന് സ്വൈര്യത ഉണ്ടാകുന്നത്. ഭർത്താവ് ഭോഷനായാൽ വീടിനെന്തോ ഇല്ല, സ്വൈര്യതയില്ല. ഭോഷനായ ഭർത്താവ്. സദൃശ്യം 21:19. സോറി, 1 ശമൂവേൽ 25:25. 1 ശമൂവേൽ 25:25. സോറി ഫോർ കറക്ഷൻ. 1 ശമൂവേൽ 25:25 പറയുന്നു, ഭർത്താവ് ഭോഷനായാൽ, ഉത്തരവാദിത്വമില്ലാത്തവനായ, കാര്യക്ഷമത ഇല്ലാത്തവനായി പോയാൽ വീടിന് എന്തോ ഉണ്ടാകത്തില്ല. അബീഗയിൽ എന്ന് പറയുന്ന സഹോദരി പറയുന്നു, എന്റെ ഭർത്താവ് ഭോഷനല്ലോ, അവന്റെ പേര് നാബാൽ എന്നാണ്. അവന്റെ അർത്ഥം എന്തോന്നാണ്? ഭോഷൻ എന്ന് തന്നെ. അപ്പൊ ഗ്രഹനാഥൻ ഭോഷനായാൽ ആ വീടിന് എന്തോ ഉണ്ടാകത്തില്ല. അപ്പൊ ഗ്രഹനാഥൻ കാര്യക്ഷമതയുള്ളവനാകണം, കാര്യപ്രാപ്തിയുള്ളവനാകണം, ഭോഷത്വം കാട്ടരുത്. വീടിന്റെ ഉടമസ്ഥൻ തലയാണ് എന്ന ബോധ്യത്തോടുകൂടെ നിൽക്കണം. അതാണ് വീടിന്റെ സ്വൈര്യം നഷ്ടപ്പെടാതിരിക്കുന്നതിന് ഒന്നാമത്തെ കാരണം. ഇനി സ്വൈര്യം നഷ്ടപ്പെടുന്നതിന് രണ്ടാമത്തെ കാരണം, ഭാര്യ ദുശീലയും ശണ്ഠയുമുള്ളവളായാൽ വീടിന്റെ സ്വൈര്യം നഷ്ടപ്പെടും. ഭാര്യ വഴക്കാളിയായ, അതാ നല്ല മലയാളം, ചോട്ടാനും പിടിച്ചാലും വഴക്കുണ്ടാകുന്നില്ല. ഭാര്യയാണെങ്കിൽ വീടിന് എന്തോ ഉണ്ടാകത്തില്ല, സ്വൈര്യത ഉണ്ടാകത്തില്ല. സദൃശ്യം 21:19.
എന്താ സദൃശം 21:19 പറയുന്നത്? ഷണ്ടയും ദുശീലവും ഉള്ള ഒരു സ്ത്രീയോട് കൂടെ പാർക്കുന്നതിനേക്കാൾ എവിടെ പോയി പാർക്കുന്നുണ്ട്? നിർജ്ജന പ്രദേശം. കായൽക്കരയിലും കടൽക്കരയിലും ഒക്കെ പുരുഷന്മാരിങ്ങനെ മലർന്നു കിടന്ന് ആകാശം കണ്ടു ചിലപ്പോ മലയുടെ മുകളിലൊക്കെ എന്താ ഇവിടെ ഇപ്പൊ കാറ്റുകൊണ്ട് അതിനാ വീട്ടിൽ ഫാനില്ലേ? വീട്ടിൽ ഫാനുണ്ട്, പക്ഷെ ഫാൻ കറങ്ങുന്നതിനേക്കാൾ ഭയങ്കരമായി സ്പീഡിൽ കറങ്ങുന്ന വേറെ സൂത്രങ്ങളുണ്ട്. ഒരു സ്വസ്ഥതയില്ല. അതുകൊണ്ടാണ് പുള്ളി എവിടെ വന്നിരിക്കുന്നത്? കടൽക്കരയിൽ വന്നിരിക്കുന്നത്. മനസ്സിലായില്ലോ? ചണ്ടയുള്ള ഭാര്യ വീട്ടിന്റെ സ്വൈരത എന്ത് ചെയ്യും? നഷ്ടപ്പെടുത്തും. ഓക്കെ, ഇനി മൂന്നാമത്തെ സംഗതി, ഷഠനും മത്സരിയുമായ മകൻ ഉള്ള വീട് സ്വൈരതയില്ലാത്തതായിരിക്കും. ഷഠനും മത്സരിയും, അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവനും തിന്നിയും കുട്ടിയുമായ മകനാണോ വീട്ടിൽ? ആൺമക്കളെ ശ്രദ്ധിച്ചോണം. വീടിന്റെ സ്വൈരത നഷ്ടപ്പെടുന്നതിന്റെ കാരണം ഇതാണ്. ഒരു മകൻ ഉണ്ട്, അവൻ എങ്ങനെയുള്ളവനാ? അവനെ അമ്മയെ അനുസരിക്കത്തില്ല, അപ്പനമ്മയെ അനുസരിക്കത്തില്ല. വല്ലതും വെച്ച് വെച്ചാൽ മതി, വിളമ്പൊന്നും വേണ്ട, ഇവൻ തന്നെ കയറി അങ്ങ് വിളമ്പിക്കും. മറ്റുള്ളവർക്ക് ബാക്കി ഉണ്ടോ എന്ന് അവൻ അറിയത്തില്ല. ചോറിന്റെ കലത്തിനകത്തോട് സാമ്പാർ എടുത്ത് തട്ടിയിട്ട് കായിട്ട് കറക്കി കഴിച്ചിട്ട് ബാക്കി അവിടെ വെച്ചിട്ട് ഇറങ്ങി നിഷേധത്തോടെ പോകുന്ന പുള്ളികളുണ്ട്. എടാ മഹാഭാവി, കൊച്ചുങ്ങൾ കൂടെ ഉള്ളതാന്ന് പറഞ്ഞാൽ പിന്നെ കൊച്ചുങ്ങൾ ഞാൻ കഴിച്ചില്ല കൊച്ചുങ്ങൾ എന്ന് പറഞ്ഞ് പോകുന്ന അപ്പനെ അമ്മയെ അംഗീകരിക്കാത്ത ആൺപിള്ളേരുണ്ട്. മനസ്സിലായോ? ഷഠനാണ്, മത്സരിയാണ്. ഒരു സമയത്ത് ഒരു ദിവസം കണ്ണാടി എടുത്ത് വെച്ച് നോക്കി മൂക്കിന് താഴെ എന്തോ കറുത്ത് വരുന്ന പോലെ തോന്നി പുള്ളിക്ക്. അന്ന് മുതലാണ് ഇപ്പൊ വില്ലിക്കാൻ തുടങ്ങിയത്. മനസ്സിലായ ആശയം? മൂക്കിന് താഴെ എന്തോ ഒരു കറുത്ത. ഒരാഴ്ച കൂടെ കഴിഞ്ഞപ്പോൾ ഒന്നുകൂടെ അത് തെളിഞ്ഞു വരുന്നു. ഒരു മാസം കൂടെ കഴിഞ്ഞപ്പോ പിന്നെ ജീപ്പ് കേറത്തില്ലെന്നുള്ള സ്ഥിതിയിലേക്ക് കാട്ട മീശ. അവൻ അപ്പന്റെ മീശ നോക്കിയപ്പോ അതിനേക്കാൾ തിക്ക എന്റെ. അന്ന് മുതൽ എന്തോ ചെയ്യുന്നില്ല പുള്ളി? അപ്പനെ അനുസരിക്കുന്നില്ല. ഈ അമ്പളയോട് ഞാനൊരു കാര്യം പറയാം. മീശയൊക്കെ നല്ലതാണ്, പക്ഷേ ഈ മീശ ഇങ്ങനെ പോലെ ഇരിക്കുന്ന സ്ഥാനത്ത് കൊണ്ട് മൂക്കളെ ഇരുന്നൊരു സമയമുണ്ട്. മൂക്കളെ എന്നൊക്കെ പറഞ്ഞാൽ അറിയാമോ? ഈ മൂക്കളയായിട്ട് ഇങ്ങനെ നടന്ന സമയത്ത് രണ്ടുപേരുടെ ഇങ്ങനെ വിരിച്ച് ഇതിനെ ഇങ്ങനെ നോവാതെ പിഴിഞ്ഞെടുത്തിട്ട് കുടഞ്ഞു കളഞ്ഞ് ബാക്കി കയ്യെ പറ്റിയത് കല്ലിലോ കട്ടയിലോ തൂണയിലോ തുരുമ്പയിലോ തേക്കാതെ സ്വന്തം ഉടുമുണ്ടിലേക്ക് തേച്ചിട്ട് കവളിൽ ഉമ്മയും തന്ന് തോളയിൽ ചുമന്നുകൊണ്ട് നടന്നൊരു അപ്പനുണ്ട്. മറക്കരുതൊരിക്കലും. ആയുസ്സുള്ള കാലത്ത് ഒരിക്കലും മറക്കരുത്. ബലം ക്ഷയിക്കുന്ന നാളിലും താങ്ങിക്കോണം, കോരിയെടുത്തോണം. മലമൂത്ര വിസർജ്യം കൊണ്ട് അശുദ്ധമായിട്ടാണെങ്കിൽ പോലും വാരി കോരിയെടുത്തോണം. കഴിയുമെങ്കിൽ ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ആൾ ജീവനോടുണ്ടെങ്കിൽ വിളിക്കണം. അപ്പൊ എങ്ങനുണ്ട്, എന്തോ വേണം എന്ന് ചോദിച്ചോളൂ. അത് ഒരു മകന് അപ്പനോടും അമ്മയോടുമുള്ള ഏറ്റവും വലിയ പ്രതിബദ്ധതയായിരിക്കും. മനസ്സിലായല്ലോ? അവരുടെ ബലം ക്ഷയിക്കുന്ന നാളിൽ ഒരിക്കലും മമ്മിയോടും പപ്പായോടും ഒക്കെയുള്ള ആ കടപ്പാട് ഒരിക്കലും നമ്മൾ മറന്നു കളയരുത്. അപ്പൊ ഷഠനാകരുത്, മത്സരിയാകരുത്. ചിലർക്ക് രക്ഷിക്കപ്പെട്ട അവരാ രക്ഷിക്കപ്പെട്ട എന്റെ വിശ്വാസത്തിന് അവർ വലിയ പോരാട്ടമാണ് പറയുന്നത്. വിശ്വാസത്തിന്റെ പോരാട്ടമാണെന്നൊന്നും നമ്മൾ വ്യാഖ്യാനിക്കേണ്ട. നാളെ അവർ വിശ്വാസത്തിലേക്ക് വന്നോളും. അവരിനി അവിശ്വാസികളാണെങ്കിലും അവരോടുള്ള കടപ്പാട് മറക്കരുത് ഒരിക്കലും. നമ്മളെത്ര പാടി ആരാധിച്ചാലും നമ്മുടെ പപ്പായ്ക്കും മമ്മിക്കും ഒന്നും അതൊന്നും അംഗീകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ വിശ്വാസം കൊണ്ടൊരു ഗുണവും ഇല്ല. മനസ്സിലായിട്ട് ചിലപ്പോൾ നമ്മുടെ മമ്മിക്ക് നല്ല നയിച്ചിട്ടുണ്ട് നടന്നുകൂടെ മമ്മി എന്നാ ചെളിയായതെന്നൊക്കെ ഒന്ന് പറഞ്ഞ് നമ്മളെ വഴക്ക് പറയാറുണ്ട്. പക്ഷെ ശ്രദ്ധിച്ചു നോക്കുമ്പോളെ, നീ വീണപ്പോൾ നിന്നെ കോരി എടുത്തപ്പോൾ പറ്റിയ ചെളിയാനായിട്ടേ നിനക്ക് ഊതി എനത്തി പരിപാലിച്ചു തരേണ്ടതിന് വേണ്ടി 5 മണിക്ക് എഴുന്നേറ്റ് അടുക്കളയിൽ ചെന്നപ്പോൾ ഉള്ള കരിയും പുകയും ഒക്കെയാണ് ആ മമ്മി അത്രയ്ക്ക് വൃത്തികേടാക്കി മാറ്റിയത് നമുക്ക് വേണ്ടി. നിന്റെ കവള് വീർത്തു വരുമ്പോൾ നിന്റെ മമ്മിയുടെ കവള് ഒട്ടി വരുന്നു. നീ ബലം ഉറപ്പിച്ച് മണ്ണിൽ നിൽക്കുമ്പോൾ അപ്പൻ്റെ അമ്മയുടെയും ബലം എന്ത് ചെയ്യുന്നു? കുറഞ്ഞു വരുന്നു. നമ്മൾ കരുത്ത് പ്രാപിച്ചു വരുമ്പോൾ അവരുടെ കരുത്ത് കുറഞ്ഞു വരുന്നു. അതുകൊണ്ട് ഒരിക്കലും എന്തോ ചെയ്യരുത്, മറക്കരുത്. ഇതിന്റെ വാക്യം ഇവിടെ മകൻ പിഴച്ച വീടിന്റെ സ്വൈര നഷ്ടപ്പെടുന്നുണ്ട്. വാക്യം എവിടെയാണ്? ആവർത്തന പുസ്തകം 21:18. ആവർത്തനം 21:18. അപ്പന്റെയോ അമ്മയുടെയോ വാക്ക് കേൾക്കാതെ അവർ ശാസിച്ചാലും അനുസരിക്കാതെയും ഇരിക്കുന്ന ഷഠനും മത്സരിയുമായ ഒരു മകനൊരാൾക്കുണ്ടെങ്കിൽ അവനെ പിടിച്ചെടുത്ത് മൂപ്പന്മാരുടെ അടുക്കൽ കൊണ്ടുചെല്ലണം. മൂപ്പന്മാർ അവനെ ദുർഗുണ പരിപാഠശാലയിൽ അയക്കുമോ? നല്ല വാക്യം. പിന്നെന്തോ ചെയ്യും? പാളയത്തിന് പുറത്ത് കൊണ്ടുചെന്ന് കാലിലറിഞ്ഞ് കൊന്നുകളയും. അപ്പനെ അമ്മ അനുസരിക്കാത്ത മകനെ മിച്ചം വെച്ചേക്കത്തില്ല. എന്തോ ചെയ്യും? കൊന്നുകളയുമെന്ന്, കല്ലെറിഞ്ഞ് കൊന്നുകളയും. ഉണ്ടോ? അപ്പം വീടിന്റെ സ്വൈര നഷ്ടപ്പെടുവാനുള്ള ഒരു കാരണം ആരാണ്?
മകൻ പിഴച്ചു പോയാൽ, അടുത്ത നാലാമത്തെ കാരണം, മകൾ പിഴച്ചു പോയാൽ വീടിന് സ്വൈര്യതയില്ല. ആറ്റുനോറ്റ് കാത്ത് വളർത്തിക്കൊണ്ട് വന്നൊരു മകൾ പ്രായമായപ്പോൾ പിഴച്ചുപോയി, പക്വത വന്നപ്പോൾ പിഴച്ചുപോയി, ഇഷ്ടപ്പെട്ടവന്റെ കൂടെ ഒളിച്ചോടി, അരുതരുതാത്തത് കേൾപ്പിച്ചു, എന്തെങ്കിലും തിന്മ ചെയ്തു എന്ന് വന്നാൽ ആ വീടിന് സ്വൈര്യതയില്ല. ആ അപ്പന് കവലയിറങ്ങാൻ പറ്റത്തില്ല, അമ്മയ്ക്ക് 4 പേരുടെ മുമ്പിൽ പോകാൻ പറ്റത്തില്ല, അയൽക്കൂട്ടത്തിന് പോകാൻ പറ്റത്തില്ല. വന്ന് മോളെ പിഴപ്പിച്ചിട്ട് തള്ളതേ വന്നു. തള്ള തടി വഴിയാണെങ്കിൽ മകള് ഇല വഴി, അങ്ങനെ കേട്ടില്ലേ? അങ്ങനെയൊക്കെയുള്ള ആലോചന പറഞ്ഞ് അപ്പനും അമ്മയ്ക്കും നാട്ടിലിറങ്ങാൻ നിർവാഹമില്ലാതെ വരും. അതുകൊണ്ട് പെൺകൊച്ച് പിഴച്ചു പോയാൽ മാതാപിതാക്കൾക്ക് സ്വൈര്യതയില്ല, വീടിന് സ്വൈര്യതയില്ല. അങ്ങനെ പിഴച്ചുപോയ പെൺകൊച്ചിന് എന്തോ ചെയ്യണം? പിഴച്ചുപോയ ആൺകൊച്ചിന് എന്തോ ചെയ്യണം? പെൺകൊച്ചിനെ എന്തോ ചെയ്യണം? കല്ലെറിയാനൊന്നും നിൽക്കരുത്, അവളെ ചുട്ടുകളയണം, തീയിട്ട് ചുട്ടുകളയണം. എവിടെ വാക്യം? ലേവ്യ 21:9. ലേവ്യ 21:9. ലേവ്യ പുസ്തകം 21:9 വായിച്ച്. പുരോഹിതന്റെ മകൾ ദുർനടപ്പ് ചെയ്ത് തന്നെത്താൻ അശുദ്ധയാക്കിയാൽ അവൾ തന്റെ അപ്പനെ അശുദ്ധനാക്കുന്നു. അവളെ തീയിലിട്ട് ചുട്ടുകളയണം. അവളെ തീയിലിട്ട് ചുട്ട് മാത്തി വിടുന്ന പോലെ കത്തി കരിച്ചു കളയും. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഈ 4 കാരണങ്ങൾ ഓർത്തോ. ഏതാ? ഭർത്താവ് കാര്യക്ഷമതയില്ലാത്തവനായ, ഭാര്യ വഴക്കാളിയായ, മകൻ ദുശീലവും ശാഠ്യവുമുള്ളവനായ, മകൾ പിഴച്ചുപോയാൽ, ഈ 4 കാരണത്താൽ ഒരു വീടിന്റെ സ്വൈര്യത എന്തോ ചെയ്യും. അപ്പൊ അങ്ങനെ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നമ്മൾ സ്വൈര്യതയുള്ള കുടുംബമാകണം. എഫെസ്യ ലേഖനത്തിന്റെ 5-ാം അധ്യായം 22 മുതൽ 6-ാം അധ്യായം 9 വരെയുള്ള വേദഭാഗങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാനിത് പറഞ്ഞത്. നമ്മളിനി അത് ആ ഭാഗം പിന്നെ അതിനനുസരിച്ച് വിശദീകരണം തന്നാൽ മതിയല്ലോ. അപ്പൊ നമ്മുടെ കുടുംബങ്ങൾ ഈ നിലവാരത്തിൽ പണിയപ്പെടാനുണ്ട്. എന്റെ ജനം എന്ന് പറഞ്ഞാൽ ദൈവജനത്തിന്റെ ഭവനത്തെയാണ് ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ക്രൈസ്തവ കുടുംബത്തിന്റെ മഹത്വമാർന്ന ആലോചനകൾ പ്രസ്താവിച്ചിരിക്കുന്നു. അതാണ് എഫെസ്യ ലേഖനത്തിന്റെ പ്രസക്തി. അടുത്തത് എന്താ? എത്ര നമ്പർ? നമ്പർ 9 എഴുതിക്കും. 9 അല്ലേ? ദൈവസഭയുടെ ഔദ്യോഗിക സ്ഥാനികളുടെ വിവരണങ്ങൾ നൽകിയിരിക്കുന്ന ഏക ലേഖനം ആണ് എഫെസ്യ ലേഖനം. ഔദ്യോഗിക സ്ഥാനികളുടെ വിവരണങ്ങൾ. ദൈവസഭയുടെ ഔദ്യോഗിക സ്ഥാനികൾ 1-2 പേരല്ല. എത്ര പേരാ മൊത്തത്തിൽ? 5 പേരാണ്. 5-fold മിനിസ്ട്രി എന്ന് പറയും. 5 വിധ മിനിസ്ട്രി, 5 വിധ ഉദ്യോഗസ്ഥന്മാരാണ്. ദൈവദാസന്മാരെ ഉദ്യോഗസ്ഥന്മാരെന്ന് പറഞ്ഞിരിക്കുന്ന ഒറ്റ വാക്യമുള്ളൂ പുതിയ നിയമത്തിൽ. ഏതാണെന്നറിയാമോ? ചിലവരാണ് ഞാൻ ഉദ്യോഗം രാജിവെച്ച് കർത്താവിന്റെ പേരൊക്കെ ഇറങ്ങുന്നത്. മണ്ടത്തരാണ്, അങ്ങനെ പറയരുത്. കാരണം കർത്താവിന്റെ പേരാണ് ഏറ്റവും വലിയ ഉദ്യോഗം. അത് ഉദ്യോഗമാണെന്ന് തന്നെ വചനം പറയുന്നത്. ഏത് വാക്യമാണ്? വാക്യമൊന്നും ചോദിക്കരുത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഞങ്ങൾ എഴുതിക്കൊണ്ടിരിക്കാം, കേട്ടോണ്ടിരിക്കാം. വാക്യമൊന്നും ചോദിച്ചിടയ്ക്കിടയ്ക്ക് കുഴപ്പമുണ്ടാക്കുക. ശുശ്രൂഷ വൃന്ദങ്ങളെ ഉദ്യോഗസ്ഥന്മാർ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വാക്യമുണ്ട്. സ്ഥാനാപതികൾ എന്നുള്ളതല്ല, ഉദ്യോഗസ്ഥന്മാർ എന്നുള്ള അതേ പദം തന്നെയുണ്ട്. കൊലോസ്യ ലേഖനം 1:25. കൊലോസ്യർ 1:25 വായിച്ച്. ദൈവം എനിക്ക് നൽകിയ ഉദ്യോഗപ്രകാരം. നിങ്ങൾക്ക് വേണ്ടി ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗപ്രകാരം. കണ്ടോ? നിങ്ങൾക്ക് വേണ്ടി ദൈവം എനിക്ക് നൽകിയ ഉദ്യോഗപ്രകാരം. ഉദ്യോഗമാണ് ദൈവം നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ ഉദ്യോഗസ്ഥന്മാർ എത്ര പേരുണ്ട് ദൈവസഭയ്ക്ക്? എത്ര പേരുണ്ട്? 5 പേരുണ്ട്. ആരൊക്കെയാണ്? താഴെ എഴുതിക്കോ. 1, 2, 3, 4 എന്ന് എഴുതിക്കോ. താഴോട്ട് 1, 2, 3, 4 എന്ന് എഴുതിക്കോ. 1 അപ്പോസ്തലൻ. ഓർഡർ തെറ്റിപ്പോകരുത്. 1 അപ്പോസ്തലൻ. മാർജിനോട് ചേർത്ത് എഴുതണം. അതിന്റെ നേരെ എഴുതാൻ വേറെ സാധനങ്ങളുണ്ട്. അതുകൊണ്ട് അപ്പോസ്തലൻ 1, 2 പ്രവാചകൻ, 3 സുവിശേഷകൻ എവാഞ്ചലിസ്റ്റ്, 4 ഇടയൻ, 5 ഉപദേഷ്ടാവ് ഓർ ടീച്ചർ. ഇടയൻ എന്ന് പറഞ്ഞാൽ പാസ്റ്റർ. ഓക്കെ, 5 പേര് എഴുതിയോ? 5 പേര്. അപ്പോസ്തലൻ, പ്രവാചകൻ, സുവിശേഷകൻ ഓർ എവാഞ്ചലിസ്റ്റ്. അടുത്തത് പാസ്റ്റർ, ഇടയൻ. അടുത്തത് ഉപദേഷ്ടാവ് അല്ലെങ്കിൽ ടീച്ചർ. ഇങ്ങനെ 5 ഉദ്യോഗസ്ഥന്മാരെയാണ് ദൈവം സഭയ്ക്ക് നൽകിയിരിക്കുന്നത്. ഈ 5 പേരെ കുറിച്ചുള്ള അതിന്റെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് എഫെസ്യ ലേഖനത്തിലാണ്. എഫെസ്യ ലേഖനം 4-ാം അധ്യായം 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ്. വേറെ ലേഖനങ്ങളിലൊക്കെ ഇതിനെ ജസ്റ്റ് ഒന്ന് പരാമർശിച്ചിട്ടുള്ളതേ ഉള്ളൂ. കൊരിന്ത്യ ലേഖനത്തിലൊക്കെ ചിലരെ അപ്പോസ്തലന്മാരായി ഇടയന്മാരായി എന്ന് പറഞ്ഞിട്ടുള്ള 5 പേരുടെ കാര്യം പറഞ്ഞിട്ടില്ല. 5 പേരുടെ കാര്യം ഒരുമിച്ച് പറഞ്ഞിട്ടുള്ളത് എഫെസ്യ ലേഖനത്തിൽ മാത്രമേ ഉള്ളൂ. സഭയുടെ ഔദ്യോഗിക സ്ഥാനികൾ 5 പേര്. അപ്പോസ്തലനെ നേരെ എഴുതിക്കവരുടെ ഉത്തരവാദിത്വങ്ങൾ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോസ്തലൻ ആരാന്നറിയാമോ? സഭാസ്ഥാപനമാണ് അപ്പോസ്തലന് കൊടുത്തിട്ടുള്ളത്. സംസ്ഥാപനം, സഭയുടെ പ്രാദേശിക യൂണിറ്റുകളെ സ്ഥാപിക്കുക അതാതിടങ്ങളിൽ. സഭാസ്ഥാപനം. ഓക്കെ,
ഓക്കെ, അപ്പൊ അപ്പോസ്തലൻ എന്തോ ചെയ്യണം? സ്ഥാപിക്കും. ഓക്കെ, സഭയുടെ പ്രാദേശിക യൂണിറ്റുകളെ സ്ഥാപിക്കുകയാണ് അവിടെ ഇടങ്ങളിലായി. ഇനി പ്രവാചകൻ എന്തോ ചെയ്യുന്നു? ശുദ്ധീകരിക്കുകയാണ് സഭയെ. ദൈവത്തിന്റെ ആലോചന അറിയിച്ച് സഭയെ ശുദ്ധീകരിക്കുന്നു. ദൈവത്തിന്റെ ആലോചന കേട്ട് സഭയ്ക്ക് അത് ആലോചന പറഞ്ഞ് സഭയെ ശുദ്ധീകരിക്കുന്നു. ഓക്കെ, അപ്പം സുവിശേഷൻ എന്തോ ചെയ്യുന്നു? കാടും മേടും തരണം ചെയ്ത് ബൈവേസ് ആൻഡ് ദ ഹൈവേസ്, മൗണ്ടൻസ് ആൻഡ് ദ വാലീസ് ഒക്കെ യാത്ര ചെയ്ത് ഇടവഴിയിലും പെരുവഴിയിലും പട്ടണപ്രാന്തങ്ങളിലും ഗ്രാമവീഥികളിലും എല്ലാം യാത്ര ചെയ്ത് യേശുവിനെ പ്രസംഗിച്ച് ആത്മാക്കളെ സമ്പാദിക്കുന്നു. സമ്പാദനം, അതാണ് സുവിശേഷകൻ. സമ്പാദനം എന്ന് പറയുമ്പോൾ പണസമ്പാദനം അല്ല, പിന്നെന്തോ? ആത്മസമ്പാദനം. ഓക്കെ, അപ്പൊ അപ്പോസ്തലൻ സ്ഥാപിക്കുന്നു, പ്രവാചകൻ എന്തോ ചെയ്യുന്നു? ശുദ്ധീകരിക്കുന്നു. സുവിശേഷൻ എന്തോ ചെയ്യുന്നു? സമ്പാദിക്കുന്നു. ഇടയൻ എന്തോ ചെയ്യുന്നു? സംരക്ഷിക്കുന്നു. ഇടയൻ പാസ്റ്റർ സഭയെ സംരക്ഷിക്കുന്നു. ഒരു കുഞ്ഞുപോലും നഷ്ടപ്പെടാതെ അപ്പോസ്തലനാൽ സ്ഥാപിക്കപ്പെടുകയും പ്രവാചകനാൽ ശുദ്ധീകരിക്കപ്പെടുകയും സുവിശേഷകനാൽ സമ്പാദിക്കപ്പെടുകയും ചെയ്യുന്ന സഭാജനത്തെ മുഴുവനും ഇടയൻ എന്തോ ചെയ്യുന്നു? സംരക്ഷിക്കുന്നു. ഒന്നുപോലും പോകരുത്, ഒന്നുപോലും പോകാതെ, ആവശ്യമില്ലാത്തൊന്നും വന്നു കയറാതെ, നുഴഞ്ഞു കയറാതെ കവൽ ഭടനായി നിൽക്കുന്നു. അതാണ് ഇടയൻ. ഓക്കെ, ഉപദേഷ്ടാവ് എന്തോ ചെയ്യുന്നു? സ്ഥിരീകരിക്കുന്നു. ഉപദേശ പഠനത്തിലൂടെ, വചന പഠനത്തിലൂടെ ഒരു അധ്യാപകൻ എന്ന സഭയെ സ്ഥിരീകരണം വരുത്തുന്നു എന്ന് പറഞ്ഞാൽ ഉറപ്പിക്കുന്നു. അവരെ വചനത്തിൽ അവരെ ഉറപ്പിക്കുന്നു, അവരെ നിലനിർത്തുന്നു. അതാണ് അപ്പോ ഇടയൻ ടീച്ചർ ചെയ്യുന്നത്. ഇനി വേറെ കാര്യം ശ്രദ്ധിച്ചോണം. അവൻ സഭയിൽ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും. കണ്ടോ? അപ്പം ഇടയന്റെ ഉപദേഷ്ടാവിന്റെ ഇടയിൽ എന്തോ ചേർന്നിട്ടില്ല? ചിലരെ ഇല്ല, ചിലരെ ചേർന്നിട്ടില്ല. എന്ന് പറഞ്ഞാൽ എ പാസ്റ്റർ മസ്റ്റ് ബി എ ടീച്ചർ. ഒരു ഇടയൻ ആരും കൂടെ ആയിരിക്കണം? പഠിപ്പിക്കുന്ന ആളും കൂടെ ആയിരിക്കണം. അപ്പം വിശ്വാസികളുമായിട്ട് അദ്ദേഹത്തിന് രണ്ട് ബന്ധമാണ് ഉണ്ടാകുന്നത്. ഒന്ന്, ഞങ്ങളുടെ പാസ്റ്റർ, അപ്പൊ തന്നെ എന്നെ വചനം പഠിപ്പിച്ച ഞങ്ങളുടെ ഗുരു. അപ്പൊ ഇരട്ടി മാനത്തിന് എന്ത് ചെയ്യും? യോഗ്യനാണ്. പാസ്റ്ററെ കാചന 16 കാണുന്ന വിശ്വാസി വചനം പഠിപ്പിച്ച ഒരു ഗുരുവെന്നും കൂടെ ആണെങ്കിൽ ഒരു പ്രത്യേക ആദരവോടെ നിൽക്കും. മനസ്സിലായില്ലേ? അതാ എന്നെ ആദ്യം മുതൽ ദൈവവചനത്തിന്റെ പാഠങ്ങൾ പഠിപ്പിച്ച എൻ്റെ ആത്മീയ ഗുരുവാണ് എന്നുള്ള ആ ഒരു ചിന്ത. ഓക്കെ, അതും കൂടെ ലഭിക്കപ്പെടണം. അതാണ് സത്യത്തിൽ ഈ സുവിശേഷകനെയും ഉപദേഷ്ടാവിനെയും ഒക്കെ നമ്മുടെ നാട്ടിൽ പണ്ട് വിളിച്ചുകൊണ്ടിരുന്നത് ഉപദേശി എന്നാണ്. ഉപദേശി. ഇപ്പൊ ഉപദേശിമാരില്ല, ആ ജീവി വർഗം വംശനാശ ഭീഷണിയിലാണ്. ഉപദേശന്മാരില്ല. ഈ സിംഹവാലങ്കുരങ്ങളടക്കമുള്ളവരൊക്കെ വംശനാശ ഭീഷണിയിലാണ് പറഞ്ഞ പോലെ. ഉപദേശന്മാരില്ല, മിക്കവാറും എല്ലാം തീർന്നുപോയി. അതിലെ കുഞ്ചമണ്ണിൽ മാമച്ചൻ ഉപദേശി, സാധു കൊച്ചുഞ്ഞ് ഉപദേശി, അഷ്ടമണി ഉമ്മച്ചൻ ഉപദേശി, ഏഴംകുളം മത്തായി ഉപദേശി, അവറാച്ചൻ ഉപദേശി, അങ്ങനെ ഒത്തിരി ഉപദേശിമാരുണ്ടായിരുന്നു. അവരെല്ലാവരും പോയി. അതിലെ അവസാനത്തെ കണ്ണിയായിരുന്നു ആചാര്യ ഉപദേശി. ഇന്നലെ BTH കഴിഞ്ഞ് ഇറങ്ങി വന്ന പുള്ളിയെ പാസ്റ്റർ എന്ന് വിളിച്ചോണം, ഇല്ലേ മഹോദരമാണ്. അന്നേരം മഹോദര തുടങ്ങണം. മനസ്സിലായി? കാരണം ഉപദേശി എന്ന് വിളിക്കപ്പെടാൻ ആരും എന്ത് ചെയ്യുന്നില്ല, ആഗ്രഹിക്കുന്നില്ല. കാരണം ഈ പാസ്റ്റർ എന്നുള്ളത് സായിപ്പിന്റെ ഒരു ഭാഷയാണല്ലോ. അതിനകത്തൊരു പെർഫ്യൂമിന്റെ മണമുണ്ട്. പാസ്റ്റർ എന്നൊക്കെ കേൾക്കുമ്പോൾ ആംഗലായി ചൊവ്വേ. ഉപദേശി എന്ന് പറയുമ്പോൾ വെറും മലയാളമാണ്, അതിനകത്ത് വലിയ സംഗതിയില്ല. പക്ഷെ അർത്ഥതലത്തിൽ നമ്മൾ ചിന്തിച്ചു നോക്കണം. പാസ്റ്റർ എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്നറിയാമോ? വിഷമിക്കരുത്. പാസ്റ്റർ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പാസ്റ്റർ വന്നില്ലെന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം ഞങ്ങളുടെ ആട്ടുകാരൻ വന്നില്ലെന്നാണ്. ആടിനെ നയിക്കുന്ന പുള്ളി, ആടിനെ തീറ്റുന്ന ആള് ഞങ്ങളുടെ ആട്ടുകാരൻ എന്ത് ചെയ്തില്ല. പക്ഷെ ഉപദേശി എന്ന വാക്കിന്റെ അർത്ഥം ദിശാബോധം തരുന്നവൻ. കണ്ടോ? ഉപദേശം കയ്യിലുള്ളവൻ, ദിശ കാണിച്ചു തരാൻ കഴിയുന്നവൻ. കണ്ടോ? ദിശാബോധം തരുന്നവൻ. ദിശ എന്ന് പറഞ്ഞാൽ എന്താ? വഴി. എങ്ങോട്ട് പോകണം എന്നറിയാൻ വയ്യാതെ ദിശ അറിയാതെ ഉഴല് നിൽക്കുന്നവന് ദിശാബോധം തരുന്നവനാണ് ഉപദേശി. ഇനി ഉപദേശ സംഹിത കൈ മുതലായിട്ടുള്ളവൻ. അപ്പൊ ഇതിൽ ഏത് കേൾക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഉപദേശി. അതാണ്. ഓക്കെ, അപ്പോൾ ഒരു പാസ്റ്റർ ഉപദേശി കൂടെയാകണം. അതായത് കാര്യം. പാസ്റ്റർ എന്ന് പറയുന്ന തസ്തിക നല്ലതാണ്, പക്ഷെ അപ്പോൾ തന്നെ ഉപദേശിക്കാൻ സമർത്ഥനാകണം. അതാണ്. അപ്പൊ ഈ 5-fold മിനിസ്ട്രി എഫെസ് ലേഖനത്തിലാണ് വിശദീകരിച്ചിരിക്കുന്നത്. അത് എഫെസ് ലേഖനത്തിന്റെ മഹത്വമായിരിക്കുന്ന ഒരു സംഗതിയാണ്. ഓക്കെ, ലാസ്റ്റ് എഴുതിക്കും 10ാമത്തേത്, നമ്പർ 12. വിശ്വാസ ജീവിതത്തിന്റെ ആത്മീയ പോരാട്ടം, അതിന്റെ അനന്തസാധ്യത. ആത്മീയ പോരാട്ടവും അതിന്റെ അനന്തസാധ്യതയും വിശദമാക്കിയിരിക്കുന്ന ലേഖനം. 6-ാം അധ്യായം 12 മുതൽ 18 വരെയുള്ള വേദഭാഗങ്ങൾ ആത്മീയ പോരാട്ടമാണ്. സ്പിരിച്വൽ വാർഫെയർ. സ്പിരിച്വൽ വാർഫെയറിനെ കുറിച്ചുള്ള അനുഗ്രഹീതമായിരിക്കുന്ന ഒരു ഭാഗമാണ്
എഫെസ്യ ലേഖനത്തിൽ നൽകിയിരിക്കുന്നത്. ബാക്കിയുള്ള ലേഖനങ്ങൾക്ക് ആത്മീയ പോരാട്ടത്തെ കുറിച്ച് പരാമർശമുണ്ടെങ്കിലും ഇത്ര ഗംഭീരമായ ഒരു പരാമർശം എഫെസ്യ ലേഖനത്തിൽ മാത്രമേ. അപ്പൊ എത്ര എണ്ണമായി ഇപ്പൊ മൊത്തം? 10 എണ്ണമായി. ഇത് എഫെസ്യ ലേഖനത്തിന്റെ പ്രസക്തിയാണ്. ഇന്നലത്തെ ക്ലാസ്സിന്റെ തുടർച്ചയാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ് തുടങ്ങിയില്ലെന്ന് മനസ്സിലായിരുന്നു. ഓക്കെ, അടുത്ത ഘട്ടിക്ക് വേഗം എഴുതിക്കൂ. ചില നിമിഷങ്ങളുടെ മാത്രമേ ഉള്ളൂ. ഓക്കെ, വേഗം എഴുതിക്കൂ. എഫെസ്യ ലേഖനത്തിലൂടെയുള്ള സഭാ ദർശനം. എഫെസ്യ ലേഖനത്തിലൂടെയുള്ള സഭാ ദർശനം, അതാണ് നമ്മുടെ പ്രധാന വിഷയം. നമ്മുടെ നാളെ മുതൽ ഓരോ അധ്യായങ്ങളിലുള്ള സഭാ ദർശനങ്ങളെയാണ് കാണുന്നത്. അതുകൊണ്ട് 6 അധ്യായങ്ങളിലുള്ള സഭാ ദർശനം എഴുതിക്കോണം. ഇതെല്ലാം കാണാതെ പറഞ്ഞ് കേൾപ്പിക്കുന്ന തന്നെ, കാരണം ഞാൻ ഈ പറയുന്നതെല്ലാം കാണാതാണല്ലോ. അതുകൊണ്ട് അതുപോലെ പഠിച്ചവരെന്തോ ചെയ്യണം അങ്ങോട്ട്, അപ്പോഴാണ് നമ്മുടെ ക്ലാസ് തീരുള്ളൂ. അപ്പം 1, 2, 3 ചാപ്റ്റർ 1, 2, 3, 4, 5, 6 അക്കമിട്ട് താഴെ എഴുതിക്കൂ. 1 എന്ന് പറയുമ്പോൾ 1-ാം അധ്യായമാണ്. ചാപ്റ്റർ 1. 1-ാം അധ്യായത്തിൽ സഭയുടെ ദർശനം. സഭ ക്രിസ്തുവിന്റെ ശരീരം. സഭ ക്രിസ്തുവിന്റെ ശരീരം, ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ ശരീരം, അതാണ് 1-ാം അധ്യായത്തിന്റെ പ്രമേയം. 1-ാം അധ്യായത്തിന്റെ സഭാ ദർശനം അതാണ്. 1-ാം അധ്യായത്തെ മുഴുവൻ അപഗ്രഥിക്കുമ്പോൾ സഭയെ ക്രിസ്തുവിന്റെ ശരീരമായി വെളിപ്പെടുത്തിയിരിക്കുന്നു. അതിന്റെ വാക്യം എഴുതിക്കണം. 1:23. 1:23. എല്ലാം മറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്നവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. നേരിട്ടുള്ള പ്രയോഗമാണ് അവന്റെ ശരീരമായ സഭ. 1-ാം അധ്യായത്തിൽ അത് വളരെ വിശാലമായ പഠനമാണ്. നാളെ നമ്മളത് ആരംഭിക്കുന്നു. 1-ാം അധ്യായത്തിൽ നമ്മൾ കയറുന്നു. ഓക്കെ, ഇനി നമ്പർ 2 എന്ന് പറയുമ്പോൾ ചാപ്റ്റർ 2 ആണ്. സഭ ദൈവത്തിന്റെ നിവാസം. ദൈവത്തിന്റെ നിവാസം. നിവാസം എന്ന് പറഞ്ഞാൽ ദ ടെമ്പിൾ ഓഫ് ഗാഡ്. ദൈവത്തിന്റെ നിവാസം, ടെമ്പിൾ ഓഫ് ഗാഡ്, ദൈവത്തിന്റെ ആലയം. 2-ാം അധ്യായം 21-ാമത് വാക്യം. ചാപ്റ്റർ 2 വേഴ്സ് 21. ക്രിസ്തു കേന്ദ്രീകൃതമായ ആത്മാധിഷ്ഠിതമായി ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് പണിയപ്പെടുന്നതാണ് സഭ. അതാണ് 2-ാം അധ്യായത്തിൽ. അത് ഗംഭീരമായ പഠനമാണ്. അത് നമ്മൾ പ്രത്യേകം പഠിക്കും. ഓക്കെ, ദൈവത്തിന്റെ ആലയം എന്നുള്ളത്. ഇനിയും നമ്പർ 3, ചാപ്റ്റർ 3. സഭ ദൈവത്തിന്റെ വിശേഷമായ മർമ്മം, ദ മിസ്റ്ററി ഓഫ് ഗാഡ്. സഭ ദൈവത്തിന്റെ വിശേഷമായ മർമ്മം. 3-ാം അധ്യായം 3 മുതൽ 6 വരെ. 3-ാം അധ്യായം 3-ാം വാക്യം മുതൽ 6-ാം വാക്യം വരെ. എനിക്കൊരു മർമ്മം അറിവായി വന്നു എന്ന് പറഞ്ഞ് പൗലോസ് 3-ാം വാക്യത്തിൽ തുടങ്ങുന്നു. 6-ാം വാക്യത്തിൽ ആ മർമ്മത്തെ വിശദീകരിക്കുന്നു, മർമ്മത്തെ വെളിപ്പെടുത്തുന്നു. അതാണ് 3-ാം അധ്യായത്തിലെ സഭ. ഓക്കെ, നമ്പർ 4, ചാപ്റ്റർ 4. സഭ ക്രിസ്തുവിൽ പുതു മനുഷ്യൻ, ന്യൂ മാൻ ഇൻ ക്രൈസ്റ്റ്. പുതു മനുഷ്യൻ. 4-ാം അധ്യായം 24-ാമത് വാക്യം. 4-ാം അധ്യായം 24-ാമത് വാക്യം. സത്യത്തിന്റെ ഫലമായി നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. അതിന് മോൾ പറഞ്ഞ പഴയ മനുഷ്യനെ ഉരിഞ്ഞു തന്നിട്ട് സത്യത്തിന്റെ ഫലമായി നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി. നീതി, വിശുദ്ധി, ദൈവാനുരൂപം. ഓ, ഗംഭീരമായ പഠനമാണ്. നീതി എന്താ, വിശുദ്ധി എന്താ, ദൈവാനുരൂപം എന്താ? ദൈവസഭയിലെ വിശ്വാസികൾക്ക് ദൈവാനുരൂപത്തിലാകണം. ദൈവാനുരൂപം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് രൂപമായി നമ്മുടെ മുമ്പിൽ വന്നത് ക്രിസ്തുവാണ്, ക്രൈസ്റ്റ്. അപ്പൊ നമ്മളെല്ലാവരും ക്രിസ്തുവിനെ പോലെയാണ്. ക്രിസ്തുവിനെ പോലെയാണ്. എനിക്കത് പറയാതെ മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. ദൈവസഭയിൽ എത്ര കാലമായി എന്നുള്ളതല്ല, സഭയിൽ ആരാധിക്കാൻ തുടങ്ങിയിട്ട്, സഭാ ജീവിതം തുടങ്ങിയിട്ട് എന്ന് മുതലാണോ ഇനിയുള്ള കാലം അത്രയും സമൂഹം നമ്മെ നോക്കി ചോദിക്കണം, ആർ യു ജീസസ്, ആർ യു ജീസസ് എന്ന് നമ്മോട് ചോദിക്കുന്ന ഒരു തലത്തിലേക്ക് വരണം. നമ്മുടെ പ്രവൃത്തി, നമ്മുടെ ഇടപാട്, നമ്മുടെ സഹകരണം, നമ്മുടെ സാമ്പത്തിക വിനിമയം, നമ്മുടെ പരസ്പരമുള്ള ഡീലിംഗ്, ഇതെല്ലാം കാണുമ്പോൾ സമൂഹത്തിന് അത്ഭുതം തോന്നണം. ഓ, ഇവനാണോ ക്രിസ്തു? അതാണ് ദൈവാനുരൂപം. ചില കാണുന്ന ആർ യു ബറബാസ് എന്ന് ചോദിക്കേണ്ടി വരും. യൂദായി ഞാനിങ്ങനെ തെരഞ്ഞെടുക്കായിരുന്നു, നിങ്ങളാണോ യൂദ?
ഞാനെടുത്ത് കപ്പട മീശയും ചുവന്ന കണ്ണുകളും അടിമടിയിൽ കടാരയുമായിട്ടുള്ള ഒരാളാണ്. നിങ്ങളാണോ യൂത എന്ന് പറയേണ്ടി വരുന്ന ഒരു അധമ സംസ്കാരത്തിലേക്ക് പോകുന്ന ആളുകൾ. പാട്ടുമാരാധന കൈയടി ബഹളം എല്ലാം ഉണ്ട്. പക്ഷെ പ്രവൃത്തി കൊണ്ട് ആരായി പോകുന്നു? യൂതായ്ക്ക് അനുരൂപമായി പോകുന്നു. കണ്ടോ? പക്ഷെ ഇവിടെ പറയുന്നു ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ടു പുതുമനുഷ്യൻ. ഓക്കെ, ആ ക്ലാസ്സിൽ നമുക്ക് എന്റെ വിശദീകരണം പഠിക്കും. ഞാനിതിങ്ങനെ ആദ്യമേ തന്നാന്ന് ചോദിച്ചാൽ ഇതൊക്കെ അതിന് പഠിപ്പിക്കാൻ പോകുന്നത്. അതുകൊണ്ട് യൂട്യൂബിലുണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ ഇരിക്കരുത്, ഇവിടെ വരണം. ഓക്കെ, ക്ലാസ് നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അതിനൊരു സന്തോഷമാകുന്നത്. ഇവിടെ വരാൻ പറ്റാതെ അന്യനാടുകളിലുള്ളവരൊക്കെ യൂട്യൂബിൽ നിന്ന് പഠിച്ചോട്ടെ. ഇവിടെ ഉള്ളവരെല്ലാം എന്തോ ചെയ്യണം? ഇവിടെ വരണം. പ്രൈസ് തത്വം. ഓക്കെ ഓക്കെ. അപ്പോൾ 4-ാം അധ്യായം. അടുത്തത് നമ്പർ 5, ചാപ്റ്റർ 5. സഭ ക്രിസ്തുവിന്റെ മണവാട്ടി, ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ മണവാട്ടി. അഞ്ചാം അധ്യായം 26-ാമത് വാക്യം. 5:26. ഓക്കെ. അടുത്ത നമ്പർ 6. സഭ ക്രിസ്തുവിന്റെ പടയാളി അഥവാ യോദ്ധാവ്, സോൾജർ ഓഫ് ക്രൈസ്റ്റ്. 6-ാം അധ്യായം 12 മുതൽ 18 വരെ. ഇങ്ങനെ 6 അനുഗ്രഹീതമായിരിക്കുന്ന ചിന്തകളും അനുഗ്രഹീതമായ സദൃശ്യങ്ങളുമാണ് എഫെസ്യ ലേഖനത്തിൽ സഭയ്ക്ക് കൊടുത്തിരിക്കുന്നത്. ഇതാണ് സഭ. ഈ തരത്തിലേക്ക്, ഈ ലെവലിലേക്ക് നമ്മൾ കയറി വരണം. അതാണ് ഈ പഠനം കൊണ്ട് ആഗ്രഹിക്കുന്നത്. ഏറ്റവും വലിയ ബഹുമാന്യ പാസ്റ്റർ എഫെസ്യ ലേഖനവുമായി ബന്ധപ്പെടുത്തി ക്ലാസ് ക്രമീകരിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുമ്പോൾ ഈ സഭയെക്കുറിച്ച് തനിക്ക് ലഭിക്കപ്പെട്ട ദൈവിക ദർശനമാണ് അതിനകത്ത് എനിക്ക് കാണാൻ കഴിഞ്ഞത്. ഇതിനുവേണ്ടി അധ്വാനം ചെയ്യുന്ന ഒരു ദൈവദാസന് തന്റെ കൈക്കലുള്ള ജനത ഏത് ലെവലിലേക്ക് വരണമെന്നൊരു ഉൾക്കാഴ്ചയുണ്ട്. ആ കാഴ്ചപ്പാടിന്റെ നിവർത്തിയാണ് നമ്മുടെ ഈ പഠനം കഴിയുമ്പോൾ നമ്മൾ ചുമ്മാതൊരു കൂട്ടമായി, ചുമ്മാതൊരു ആളും ബഹളവുമായി, കൊട്ടും പാട്ടും ബഹളവുമായി പോയിട്ട് കാര്യമില്ല. ക്വാളിറ്റിയുള്ള കുറെ ദൈവമക്കളെ നിത്യതയ്ക്ക് വേണ്ടി ആദായി. അവിടെ ഒത്തിരി കൂടാരങ്ങളുണ്ട്. അവിടെയൊക്കെ ആളുകളുടെ തിക്കും തിരക്കും ഭയങ്കരമാണ്. പക്ഷേ ഒരു കാര്യം നാം എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മുടെ ഏറ്റവും വലിയ അൾട്ടിമേറ്റ് പർപ്പസ് എന്ന് പറയുന്നത് കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുക എന്നുള്ളതാണ്. കർത്താവിന്റെ പ്രത്യക്ഷതയും അവന്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനവും അതെപ്പോഴും ഓർത്തിരിക്കണം. അവന്റെ പ്രത്യക്ഷത, അവന്റെ അടുക്കലേക്കുള്ള നമ്മുടെ സമാഗമനം, അതിനുവേണ്ടിയുള്ള ദാഹമായിരിക്കണം നമുക്ക്. പക്ഷെ എല്ലാവർക്കും സമാഗമിക്കാൻ പറ്റത്തില്ല. അതിന് പ്രത്യേക ക്വാളിറ്റി ഉണ്ട്. അതാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഈ പറയപ്പെട്ട 6 അധ്യായങ്ങളിലൂടെയുള്ള 6 വിശേഷ പഠനങ്ങളുടെ പൂർണ്ണതയിൽ നമ്മൾ എത്തിക്കഴിയുമ്പോൾ, ഈ കേട്ടത് മുഴുവനും നിരുപാധികമായി നാം അംഗീകരിക്കുമ്പോൾ, നാം അറിയാതെ തന്നെ ക്രിസ്തുവിന്റെ ഒരു ക്വാളിറ്റിയുള്ള മണവാട്ടിയായി, നമ്മൾ പൂർണ്ണതയുള്ള ഒരു മണവാട്ടിയായി നമുക്ക് മാറ്റപ്പെടുവാനായിട്ട് കഴിയും. അതാണ് എഫെസ്യ ലേഖനം എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ബോധ്യമായോ? ഓക്കെ. എഴുതി ഇങ്ങനെ പഠിച്ചു പോകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ, പാറ്റേൺ മാറ്റണ്ടല്ലോ. ഓക്കെ. അതാകുമ്പം ഒന്നും എഴുതുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക്, പിന്നീട് അത് വിശദീകരിക്കുമ്പോൾ ചെയ്യുമ്പോൾ അതങ്ങനെ തന്നെ നമ്മോട് നിൽക്കും. 1-ാം വാക്യം വായിച്ച് നമ്മൾ അവസാനിപ്പിക്കുന്നു. വായിച്ച എഫെസ്യ ലേഖനം 1-ാം വാക്യം, 1-ാം അധ്യായം 1-ാം വാക്യം. ക്രിസ്തുയേശുവിന്റെ അപ്പോസ്തലനായ പൗലോസ് എഫെസോസിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തുയേശുവിൽ വിശ്വാസികളുമായവർക്ക് എഴുതുന്നത്. ദൈവഇഷ്ടത്താൽ, ശ്രദ്ധിച്ചോണം, ദൈവഇഷ്ടത്താൽ ക്രിസ്തുയേശുവിന്റെ അപ്പോസ്തലൻ. ദൈവം എന്ന പദത്തോടുകൂടി ആരംഭിച്ചിരിക്കുന്ന ഒരു വിശേഷ ലേഖനം. ദൈവം എന്ന പദം ഉൽപ്പത്തി പുസ്തകം ആരംഭിക്കുന്ന ആദിയിൽ ദൈവം, ഇൻ ദ ബിഗിനിങ് എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. ഓക്കെ. എന്നാൽ അതിലും ഉത്തമമായിരിക്കുന്ന ഒരു ആരംഭം, മോശ എഴുതി തുടങ്ങിയതിലും ഉത്തമമായ ഒരു ആരംഭമാണ് പൗലോസ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദൈവ ഇഷ്ടം. ഇനി അത് മാത്രമല്ല, 4-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെ അവൻ എന്ത് ചെയ്തു? അപ്പൊ ദൈവം ലോകസ്ഥാപനത്തിന് മുൻപേ സഭയെ തെരഞ്ഞെടുത്ത മഹത്തായിരിക്കുന്ന ഒരു തുടക്കമാണ് എഫെസ്യ ലേഖനത്തിന് കൊടുത്തിട്ടുള്ളത്. ഒരു ചിന്ത ഞാൻ പറയാം, ശ്രദ്ധിച്ചു കേട്ടോണം. ലോകസ്ഥാപനത്തിന് മുൻപേ എന്ന് പറയുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ മോശ ലോകസ്ഥാപനം മുതലുള്ള ചരിത്രമായി എഴുതുന്നത്. ആദ്യം ദൈവം ആകാശവും ഭൂമിയും. അപ്പൊ ലോകസ്ഥാപനം മുതലുള്ള ചരിത്രമാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്. പക്ഷെ പൗലോസ് ആത്മനിറവിൽ കാര്യം എഴുതിയപ്പോൾ എന്താണ് എഴുതിയിരിക്കുന്നത്? ലോകസ്ഥാപനത്തിന് എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യത്തിനും വെളിയിലിറങ്ങി നിന്നുകൊണ്ടാണ് പൗലോസ് കാര്യം ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അത് ആത്മീയ ദർശനം പ്രാപിച്ചവന്റെ പ്രത്യേകത. പഴയ നിയമത്തിൽ മോശ ഈ തുടക്കം മുതൽ പറയുമ്പോൾ അതിനും അപ്പുറത്തൊരാദി ഉണ്ടെങ്കിൽ ആ ആദി കണ്ടോ, അവിടെയാണ് കർത്താവ് ലോക സ്ഥാപനത്തിന് മുന്നമേയാണ് ആരെ കണ്ടിരുന്നത്? സഭയെ കണ്ടിരുന്നത്. പക്ഷെ സഭ എന്ന് പ്രാപിച്ചത്. എന്നാൽ
മോശയെ മലമുകളിലേക്ക് കൊണ്ടുപോയി പഠിപ്പിച്ചതായിരിക്കുന്ന ആ സമാഗമന കൂടാരവും നിയമങ്ങൾക്കും വിശേഷമായ അത്യുന്നതമായ ഒന്നാണ് ദൈവസഭ എന്ന കൂടാരം. മനസ്സിലാകുന്നുണ്ടോ? എബ്രായത്തിൽ പറഞ്ഞിരിക്കുന്നു ആ കൂടാരം ഈ കാലത്തേക്ക് ഒരു സദൃശ്യമാണ്. കണ്ടോ? അപ്പൊ പഴയ സമാഗമന കൂടാരത്തേക്കാൾ വിശിഷ്ടമായ ഒന്നാണ് ഏതെന്ന് പറയുന്നത് ദൈവസഭ. മോശമുഖാന്തരം ലഭിക്കപ്പെട്ട സീനായി നിയമത്തെക്കാൾ ഗംഭീരമായ ഒരു നിയമമാണ് ഏത്? ക്രിസ്തുവിനോട് ലഭിക്കപ്പെട്ട പുതിയ നിയമം എന്ന് പറയുന്നത്. പുതിയ നിയമം. ഓക്കെ, അതാണ്. അപ്പൊ ഇത് രണ്ടും ന്യായപ്രമാണത്തെക്കാൾ സമാഗമന കൂടാരത്തെക്കാൾ ഉത്തമമാണ് സഭയും പിന്നെ ക്രിസ്തുവിന്റെ പുതിയ നിയമവും. ഓക്കെ, ഈ ക്രിസ്തുവിന്റെ പുതിയ നിയമവും ദൈവസഭ എന്ന സൗധത്തെ കുറിച്ച് പഠിപ്പിക്കാൻ ദൈവം ഒരാളെ തെരഞ്ഞെടുത്തു. അതാരാ? പൗലോസ്. മോശയെ തെരഞ്ഞെടുത്തിട്ട് മലമുകളിലേക്ക് കൊണ്ടുപോയി. പക്ഷേ പൗലോസിനെ തെരഞ്ഞെടുത്തിട്ട് മലമുകളിലേക്കല്ല, മൂന്നാം സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. എവിടെ കൊണ്ടുപോയി? മൂന്നാം സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. കാരണം സമാഗമന കൂടാരത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടുന്ന അസംസ്കൃത പദാർത്ഥങ്ങളൊക്കെ ഭൂമിയുമായി ബന്ധപ്പെട്ടതാണ്. മനസ്സിലായി? അതുകൊണ്ട് ഇത് ഭൂമിയിൽ ഇരുന്ന് പഠിച്ചാൽ മതി. പക്ഷെ ദൈവസഭ ഭൂമിയുടേതല്ല, സ്വർഗീയമായിരിക്കുന്ന ഈ സിലബസ് പഠിക്കേണ്ടതിന് ഇവനെ എവിടെ കൊണ്ടുപോയി? ശരീരത്തെ ഫ്രീസ് ചെയ്ത് എവിടെയോ ആക്കിയിട്ട് പൗലോസ് പറയുന്നു, ആത്മാവിൽ ഞാൻ എടുക്കപ്പെട്ടു. എവിടേക്ക്? മൂന്നാം സ്വർഗത്തിലേക്ക്. അവിടെ ഞാൻ ദൂതന്മാരുടെ ഭാഷ കേട്ടു. അപ്പൊ വേറൊരു ഭാഷയിൽ മൊഴിമാറ്റം ചെയ്ത് പൗലോസിനെ ആത്മാവിൽ പഠിപ്പിച്ചെടുത്തതാണ് ദൈവസഭയും അതിന്റെ ഉപദേശ സംഹിതയും. അതാണ് തന്റെ ലേഖനങ്ങളിൽ അങ്ങനെ കൊണ്ട് നിരത്തിയിരിക്കുന്നത്. ഇത് പഠിക്കുമ്പോൾ നാം ആത്മാവിൽ തന്നെ പഠിക്കണം. മനസ്സിലായോ? ആത്മാവിൽ പോയി ഒരുവൻ പഠിച്ചിറങ്ങി വന്ന മറ്റേ പുള്ളി ഉപരിപഠനത്തിന് 40 ദിവസം അവിടെ പോയിട്ട് ഇരുന്നിറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കോപാവേശം കൊണ്ട് ഇതെല്ലാം കൂടെ തല്ലി ഉടച്ച് നാശമാക്കി 3000 എണ്ണത്തെ എന്തോ ചെയ്തു, കൊന്നുകളയും കൂടെ ചെയ്തു. മനസ്സിലായോ? പൗലോസ് പറയുന്നു, ഞാൻ ക്രിസ്തുവിന്റെ മനുഷ്യനെ അറിയുന്നു, അവന് മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ ശരീരം കൂടാതെയോ എന്ന് ഞാൻ എന്ത് ചെയ്യുന്നില്ല, അറിയുന്നില്ല. അവിടെ ചെന്ന് ഞാൻ സ്വർഗീയ ഭാഷ കേട്ടു, ദൂതന്മാരുടെ ഭാഷ കേട്ടു. അവിടെ വെച്ച് അറിഞ്ഞതാണ് സഭ എന്ന മർമ്മം. അവിടെ വെച്ച് അറിഞ്ഞതാണ് റോമാലേഖനം മുതൽ എബ്രായ ലേഖനം വരെ എഴുതി പരത്തിയിട്ടുള്ളതായിരിക്കുന്ന നിയമസംഹിതകൾ. കണ്ടോ? അപ്പോസ്തലനായ പൗലോസ് സ്വർഗത്തിൽ പോയി പഠിച്ചറിഞ്ഞു വന്ന അനുഗ്രഹീതമായിരിക്കുന്ന ചിന്തകളാ സാധുക്കളായി നമ്മൾ ഒരുമിച്ചിരുന്ന് പഠിക്കുന്നത്. ഇതിന് പരിശുദ്ധാത്മാവിന്റെ സഹായം അനിവാര്യമാണ്. 1, 2, 3, 4, 5, 6 അധ്യായങ്ങളിലൂടെ ദൈവസഭ എന്ന പഠനവുമായി നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ നമ്മുടെ തലച്ചോറ് വലുതാകുക എന്നുള്ളതല്ല, തലച്ചോറിന്റെ ചുരുള് നിവരുക എന്നുള്ളതല്ല, നമ്മുടെ ജീവിതത്തിന്റെ ആടിമൂടി ഒരു വലിയ മാറ്റം ദൈവം ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് മാറുവാൻ നമുക്ക് കഴിയണം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കേൾപ്പിച്ചാലോചനയുടെ മുമ്പാകെ സമർപ്പിക്കാം. എല്ലാവരും പ്രാർത്ഥനയ്ക്കായി ആരാധനയ്ക്കായി ഏൽപ്പിച്ചു കൊടുക്കാം. കൊയർ മുൻപോട്ട് വരുന്നു, ഒരുമിച്ച് ചേർന്ന് പാടുന്നു, കർത്താവിനെ നമുക്ക് ആരാധിക്കാം. എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിക്കുന്ന ഒരു കുഴപ്പമില്ല. ഇതുവരെ ഇരിക്കേണ്ടായിരുന്നു, എഴുന്നേറ്റ് നിൽക്കാം, കർത്താവിനെ ഒരുമിച്ച് പാടി നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ. ഗാനം ചേർന്ന് പാടാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.